കാർഷിക പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ കടന്നു വരുന്നത്. കാലഘട്ടത്തിൻ്റെ സ്പന്ദനങ്ങൾ കുറച്ചൊക്കെ തൊട്ടടുത്ത് അറിയാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചു. അന്ത്യത്തിൽ നിൽക്കുന്നവൻ്റെ ഉദയം, അന്ത്യോദയം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്ത്യോദയ പദ്ധതികളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമേ ഞങ്ങൾ തുടങ്ങിയത് റിന്യൂവബിൾ എനർജിയാണ്. എല്ലാവർക്കും നമസ്കാരം. ഭൂമിയുടെ സ്പന്ദനം കണക്കിലാണെന്ന വലിയ നമ്മുടെ മലയാളികളെല്ലാം കേട്ടറിവുള്ള ഒരു ഡയലോഗാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഭൂമിയുടെ വിഭവങ്ങൾ എന്നുള്ളത്. മനുഷ്യൻ എന്നുള്ളത് ഭൂമിയുടെ വലിയൊരു വിഭവമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഈ മനുഷ്യനെ നിയന്ത്രിക്കുന്നതും മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നതുമായിട്ടുള്ള ഭൂമിയിലെ ഇതര വിഭവങ്ങൾ അത് കാലഘട്ടത്തിനനുസരിച്ച് സംരക്ഷിക്കപ്പെടേണ്ടത് വളരെ വ്യക്തമാണ്, അല്ലെങ്കിൽ അത് കൃത്യമായിട്ടും അതിനെ നരേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മധ്യ കേരളത്തിൽ ഇത്തരത്തിലുള്ള വിഭവങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള വലിയൊരു ഉദ്ദേശം അല്ലെങ്കിൽ വലിയൊരു ലക്ഷ്യമായി ആരംഭിച്ച ഒരു സന്നദ്ധ സംഘടന അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ആരംഭിച്ച ഒരു സംരംഭകൻ. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അന്ത്യോദയ എന്ന പ്രസ്ഥാനത്തിൻ്റെ ഫൗണ്ടറും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായിരിക്കുന്ന ശ്രീ പീറ്റർ തെറ്റയിൽ സാറാകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ഉള്ളത് കൺവെൻഷണൽ എനർജി സോഴ്സസിൻ്റെ ഡിവിഷനിലായിട്ടുള്ള എൻജിനീയർ ആയിരിക്കുന്ന ബേസിൽ ജേക്കബ്. ഇരുവരും കഴിഞ്ഞ വർഷങ്ങളായി, ഒരുപാട് വർഷങ്ങളായി ഈ ഒരു മേഖലയിൽ അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള വ്യക്തികളാകുന്നു. നമ്മളുടെ ഈ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് വിഭവങ്ങളെ എങ്ങനെ സമാഹരിക്കണം, അതിനെ എങ്ങനെ കൃത്യമായ ഉപയോഗിക്കണം എന്നുള്ളതും അതിനെ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളതും വ്യക്തമാണ്, എല്ലാവർക്കും അറിവുള്ളതുമാണ്. സാറിലേക്ക് ആദ്യമായ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, സാറിനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ അകത്തെ ആദ്യത്തെ ഒരു ആവശ്യം. ആരാണ് പീറ്റർ തെറ്റയിൽ? ആ ഒരു ചോദ്യത്തിനുള്ളൊരു മറുപടി നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടതുണ്ട്. അതിൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുന്നോട്ട് അടുത്ത ഘട്ടങ്ങളിലേക്ക് നമുക്ക് പോകാം. ഞാനെന്ന് പറയുന്ന വ്യക്തി അങ്കമാലി ആസ്ഥാനമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. കാർഷിക പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ കടന്നു വരുന്നത്. പക്ഷേ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് കുറച്ചൊക്കെ കേരളത്തിന് പുറത്തൊക്കെ ആയതുകൊണ്ട് കാലഘട്ടത്തിൻ്റെ സ്പന്ദനങ്ങൾ കുറച്ചൊക്കെ തൊട്ടടുത്ത് അറിയാനായിട്ടുള്ളൊരു അവസരം നമുക്ക് ലഭിച്ചു. അതൊരു പക്ഷേ എൻ്റെ ചിന്തകളെ സ്വാധീനിക്കുകയും അതിൻ്റെ മുന്നിലേക്കുള്ള വഴികളിൽ ഒരു പക്ഷേ ഒരു തെളിച്ചമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാർഷിക മേഖലയിൽ നിന്നും ഒരു സംരംഭകത്വത്തിലേക്ക് വന്ന ഒരു വ്യക്തിത്വമാണ് ഞാനെന്ന് ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും ഒരു പക്ഷേ കൂടുതൽ ശരി. ഈ അന്ത്യോദയ അതൊരു വ്യത്യസ്തമായ ഒരു എന്താണ് സബ്ജക്റ്റാണ്. അപ്പോൾ ഇത്തരത്തിലൊരു അന്ത്യോദയ എന്ന് പറയുന്ന ഒരു പേര് ഈ ഒരു സംരംഭത്തിന് ഇടാനുണ്ടായ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതെന്താണെന്ന് പറയാം. അന്ത്യോദയ എന്ന് പറയുന്ന പദം ദീൻദയാൽ ഉപാധ്യായ എന്ന് പറയുന്ന നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു വ്യക്തിയാണത് രൂപപ്പെടുത്തിയ ഒരു പദമാണത്. അന്ത്യത്തിൽ നിൽക്കുന്നവൻ്റെ ഉദയം, അന്ത്യോദയ. ഒരു എറ്റിമോളജിക്കൽ വാച്യാർത്ഥത്തിലേക്ക് വരുവാണെങ്കിൽ അൺ ടു ദ ലാസ്റ്റ്, ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പശ്ചാത്തലത്തിൽ അതിനെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ സമൂഹത്തിൽ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളുടെ ഉന്നമനം, അവൻ്റെ ഉയർച്ച, അതാണ് അന്ത്യ ഉദയ എന്നുള്ള വാക്കിൻ്റെ വാച്യാർത്ഥം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് വളരെ പോപ്പുലറായിട്ട് കൊണ്ടുവന്നത് മഹാത്മാഗാന്ധിയാണ്. 1960കളുടെ ആദ്യത്തിലെല്ലാം നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്ത്യോദയ പദ്ധതികളുണ്ടായിരുന്നു. പിന്നീട് അത് കാലം ചെന്നപ്പോൾ അതങ്ങനെ അസ്തമിച്ചു പോയി. അപ്പോൾ എൻ്റെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഞാൻ ഫിലോസഫി പഠിച്ച ഒരാളാണ്. അപ്പോൾ ഞാൻ ഇന്ത്യൻ ഫിലോസഫിയിൽ അല്പം ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവിടെ വെച്ചാണ് നമ്മളുടെ ഇന്ത്യയുടെ സംസ്കാരവും ഇന്ത്യയുടെ തത്വശാസ്ത്രവും ഒക്കെ ആയിട്ട് അടുത്ത് ഇടപഴകാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ ഒരു പദം എൻ്റെ ജീവിതത്തെ വളരെ കാര്യമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ആ പഠനം പൂർത്തീകരിച്ച് ഞാൻ ജോലിയിലേക്ക് വരുന്നു. ഭാഗ്യവശാൽ ഞാൻ ജോലി ചെയ്ത മേഖലയും ഇത്തരത്തിലൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു പ്രസ്ഥാനമായിരുന്നു.
അപ്പോൾ അവിടെ നിന്ന് പലതും പഠിക്കാനും കേൾക്കാനും കാണാനും എല്ലാം നമുക്ക് സാധിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നൊരു പുതിയ സംരംഭത്തിലേക്ക് കാലെടുത്ത് വെക്കണമെന്ന് ചിന്തിച്ചപ്പോൾ വളരെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടോടുകൂടി വേണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു. ഒരു യൂണീക്ക്നെസ് ആവശ്യമുണ്ട് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളുടെ ആ കൂട്ടത്തിലുള്ള നമ്മുടെ സഹപ്രവർത്തകരായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടൊക്കെ ചർച്ച ചെയ്യുകയും അപ്പോൾ അങ്ങനെ ആ ചർച്ചകളുടെയൊക്കെ വെളിച്ചത്തിൽ നമുക്കൊരു ഒരു 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 സന്നദ്ധ സംഘടന അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു വോളണ്ടറി ഓർഗനൈസേഷൻ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കാം എന്നൊരു ചിന്തയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിന് നമ്മൾ ഈ പേരങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യായിരുന്നു, അന്ത്യോദയ. അപ്പോൾ സാധാരണ രീതിയിൽ നേരത്തെ ഞാൻ പറഞ്ഞു അതൊരു സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലമുള്ളൊരു പദമാണ്. പക്ഷെ ഞങ്ങളത് കാലഘട്ടത്തിൻ്റെ ഒരു സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലത്തിലുള്ള ഒരു വാക്യമാക്കി മാറ്റുകയായിരുന്നു. കാരണം ആ ഒരു 1994 അന്ത്യോദയ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെയാണെങ്കിൽ നമ്മളുടെ സാമൂഹ്യ വികസനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് നിർമ്മിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വരുമാന മാർഗം ഉണ്ടാക്കുന്ന പദ്ധതികൾ നടപ്പാക്കുക, അല്ലെങ്കിൽ സാനിറ്റേഷൻ വളരെ വിപുലമായി നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വഴികളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഭാവിയിൽ വരാൻ പോകുന്ന വിപത്തുകൾ എന്താണെന്നൊക്കെ ഒരു ചിന്ത ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ 3 സെഗ്മെൻറ്റുകളിൽ ഊന്നിക്കൊണ്ടായിരുന്നു ഈ വോളണ്ടറി ഓർഗനൈസേഷൻ പ്രവർത്തനം ആരംഭിച്ചത്. ഒന്ന് ഊർജം, മറ്റൊന്ന് വെള്ളം, മറ്റൊന്ന് പ്രകൃതി. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു സാമൂഹിക വികസന മേഖലയിലും ഈ 3 തലങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകാറില്ല. എല്ലായിടത്തും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ പ്രോജക്റ്റുകളെക്കുറിച്ചുള്ള ചർച്ച മാത്രം, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി ചില പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാം എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമേ ഞങ്ങൾ തുടങ്ങിയത് റിന്യൂവബിൾ എനർജിയാണ്. ഉപയോഗിക്കാൻ സാധിക്കുന്ന ഊർജ്ജ സ്രോതസ്സുകളുടെ അതിൻ്റെ ബോധവൽക്കരണം അതിൻ്റെ നടപ്പിലാക്കൽ. അങ്ങനെ 2 പദ്ധതികളുമായിട്ട് ഞങ്ങൾ ആരംഭിച്ചു. ഒന്ന് ബയോഗ്യാസ് പ്ലാന്റുകളും മറ്റൊന്ന് പുകയില്ലാത്ത അടുപ്പും. പലർക്കും ഒരു സംശയമാണ്, ഈ ബയോഗ്യാസ് ഒരു റിന്യൂവബിൾ എനർജി ആണോ? അതിപ്പം എല്ലാവർക്കും കേരളത്തിൽ അത്യാവശ്യം ആൾക്കാർക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്കാണെന്ന് തോന്നുന്നു ഈ നമ്മുടെ ഈ ബയോഗ്യാസ് എന്നുള്ളത്. അപ്പോൾ അതൊരു റിന്യൂവബിൾ എനർജി ആണോ എന്നുള്ളൊരു സംശയവും എല്ലാവർക്കും ഉണ്ടാവും. അല്ല, അതിനകത്ത് തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കാഴ്ചപ്പാടും കൂടി ഉണ്ട് അതിൻ്റെ പിറകിൽ. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഊർജ്ജം, വെള്ളം, പ്രകൃതി. ഈ പ്രകൃതി സംരക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഈ അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ചും ഹരിതവാതക നിർഗമനത്തെക്കുറിച്ചെല്ലാം ഞങ്ങൾ ചർച്ചകൾ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ബയോഗ്യാസിലേക്ക് നമ്മൾ വരുമ്പോൾ, ബയോഗ്യാസ് എന്ന് പറയുന്നത് അതിൽ എന്ത് ജൈവ പദാർത്ഥങ്ങളിട്ടാലും എനി ഓർഗാനിക് മാറ്റർ ഡീകമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ബയോഗ്യാസ് ജനറേറ്റ് ചെയ്യപ്പെടും. അതിൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് മീഥൈനാണ്. മീഥൈനും അറൗണ്ട് 60% മീഥൈൻ, ഒരു 30% കാർബൺ ഡൈ ഓക്സൈഡ്, ദെൻ 10% അതർ ഗ്യാസസ് ആണ്. ഇതിൽ ഈ 60% വരുന്ന മീഥൈൻ ഫ്ലെയിമബിളാണ്. അപ്പോൾ ഈ ചാണകം വെറുതെ പുറത്ത് കിടന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന മുനിസിപ്പൽ അല്ലെങ്കിൽ ജൈവ പദാർത്ഥങ്ങൾ വീക്കിയിടുമ്പോൾ നമ്മളിത് വലിയ ഇഷ്യൂ ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഈ ജൈവ പദാർത്ഥങ്ങളെല്ലാം തന്നെ നമുക്ക് ബയോഗ്യാസ് പ്ലാന്റിലൂടെ നമുക്ക് പുനരുപയോഗ ഊർജ്ജമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലിന്യത്തെ നമുക്കൊരു സമ്പത്താക്കി മാറ്റുന്ന ഒരു പ്രോസസ്സ് ബയോഗ്യാസ് പ്ലാന്റിലൂടെ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സ് തന്നെയാണ്. കേരളം ചിന്തിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ അന്ത്യോദയം ഇതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അന്ത്യോദയയുടെ ഒരു പ്രത്യേകത എന്ന് വേണമെങ്കിൽ പറയാം, അത് ഒരു ദൈവാനുഗ്രഹം എന്ന് ചിന്തിക്കാം. കാലഘട്ടം ചിന്തിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചിന്തിക്കാനായിട്ട് അന്ത്യോദയയ്ക്ക് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കാർബൺ ക്രെഡിറ്റ് പിന്നീട് ചർച്ചയിൽ വരുന്നൊരു സംഭവമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കാർബൺ ക്രെഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പരിപാടി സംഘടിപ്പിച്ച് കർഷകർക്ക് പൈസയെല്ലാം കൊടുത്ത് അതിൻ്റെ ഒരു പത്രസമ്മേളനം നമ്മൾ നടത്തിയിരുന്നു. അപ്പോൾ നമ്മളിതിൻ്റെ പ്രസൻറ്റേഷനൊക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പത്രക്കാരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഒരു ചോദ്യവും ഇല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയിട്ടേ ഇല്ല. ഇതാണ് അന്ത്യോദയയുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാവുന്നത്. ഈ 2 പദ്ധതികൾ വളരെ വിപുലമായിട്ട് നമ്മൾ ആരംഭിച്ചായിരുന്നു. ചെറിയ രീതിയിൽ ബയോഗ്യാസ് പ്ലാന്റുകളായിട്ട് നമ്മൾ തുടങ്ങി. പിന്നെ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഏറ്റവും ഉയർന്ന തലമെന്ന് പറയുന്നത് പാചകവാതക ഉൽപ്പാദനം. ഈ വാതകം ഉപയോഗിച്ച് ലൈറ്റുകൾ തെളിയിക്കുക, ഈ വാതകം ഉപയോഗിച്ച് വൈദ്യുതി ജനറേറ്റ് ചെയ്യുക,
ഈ തലങ്ങളിലെല്ലാം പടർന്നു പന്തലിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് അന്ത്യോദയ. കഴിഞ്ഞ 31 വർഷമായിട്ട് ഇപ്പോഴും ആ മേഖലയിൽ നമ്മൾ ഊന്നൽ കൊടുത്ത് തന്നെ പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രസ്ഥാനമാണത്. ആ കാലഘട്ടത്തിൽ കൃഷി അല്പം കൂടുതലായിട്ടുള്ളതുകൊണ്ട് ഇതിനൊരുപാട് പ്രചാരകം ഉണ്ടായിരുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ഞങ്ങളുടെയൊക്കെ 90കളിലുള്ള ജനിച്ച ആളുകൾ അല്ലെങ്കിൽ 80കളുടെ അവസാനം ലോകത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ജനനമല്ല ഞാൻ ഉദ്ദേശിച്ചത്, സാമൂഹ്യ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ മധ്യവർഗ കുടുംബത്തിൻ്റെ ഒരു ഇക്കണോമിക്സ് എന്ന് പറഞ്ഞത് പശുവിനെ ആശ്രയിച്ചിരുന്നു, അല്ലെങ്കിൽ കന്നുകാലികളെ ആശ്രയിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അന്ന് പശുവിനെ കറന്ന് പാല് വിറ്റ് അത് വിറ്റ് ആ കാശ് കൊണ്ട് കുടുംബം നടത്തുന്ന ഒരു രീതി നമ്മുടെ കുടുംബങ്ങളിൽ കേരളത്തിൽ ഒട്ടാകെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഗ്രാമം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1-2 പശുക്കൾ അല്ലെങ്കിൽ കന്നുകാലികൾ അവിടെ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ആ ചാണകം വളമായിട്ട് ഉപയോഗിച്ചിരുന്ന ചാണകത്തെ നമ്മൾ ഒരു ക്രമപ്പെടുത്തി ബയോഗ്യാസ് പ്ലാന്റിലൂടെ കടത്തി വിട്ട് പാചകവാതകം ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ അത് വീട്ടമ്മമാർക്ക് ഒരു ഹരമായിരുന്നു അന്നാളിൽ. അപ്പോൾ ഒരു പ്രതിവർഷം നമ്മളൊരു 600-700 ബയോഗ്യാസ് പ്ലാന്റുകൾ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു 90കളുടെ അല്ലെങ്കിൽ 2000-ൻ്റെയൊക്കെ ആദ്യ കാലഘട്ടത്തിൽ. ഈ ഒരു ഘട്ടത്തിൽ, അതായത് തുടക്കത്തിൽ പറഞ്ഞിരുന്നു ആദ്യത്തെ തുടക്കത്തിൽ രണ്ട് പ്രൊജക്റ്റുകളുടെ രൂപത്തിലാണ്, അതായത് ഒരു ബയോഗ്യാസ് എന്നുള്ള ഒരു. അപ്പം നമ്മൾക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്ന വീടുകളിൽ ഈ 2 തരത്തിൽ കാണുന്നുണ്ടല്ലേ, 2 തരത്തിലുള്ള ബയോഗ്യാസുകളുണ്ട്. ഒന്ന് ഭൂമിയുടെ അടിയിൽ ഇട്ടിട്ടുള്ള തരത്തിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകളും, അതുപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് പുറത്ത് കാണാവുന്ന രീതിയിൽ ഒരു പല കളറിൽ, പച്ച കളറിലൊക്കെ ഉള്ള പ്ലാന്റുകളുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതെന്താണ്? 2 തരത്തിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഇൻസിറ്റ്യൂ കൺസ്ട്രക്ഷൻ, അതായത് നമ്മൾ സ്ഥലങ്ങളിൽ കുഴിയെടുത്ത് നിർമ്മിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകൾ. മറ്റൊന്ന് പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റ്. ഇത് രണ്ടും 2 ആപ്ലിക്കേഷനാണ് സത്യത്തിൽ ഇതിനുള്ളത്. ബയോഗ്യാസ് പ്ലാന്റിലേക്ക് അതിൻ്റെ കുറച്ച് ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഗ്രാമീണ മേഖലയിൽ വളരെ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കി വന്നിരുന്നൊരു പദ്ധതിയായിരുന്നു, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയോടുകൂടി നടപ്പിലാക്കിയ പദ്ധതിയായിരുന്നു ബയോഗ്യാസ്, നാഷണൽ പ്രോജക്റ്റ് ഓൺ ബയോഗ്യാസ് ഡെവലപ്മെൻറ്റ്, NPBD എന്നാണ് അതിനെ ആദ്യം വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കേരളത്തിൽ അതിൻ്റെ നോഡൽ ഡിപ്പാർട്ട്മെൻറ്റ് കൃഷിവകുപ്പായിരുന്നു. അപ്പോൾ നമ്മൾ അന്ത്യോദയ ആദ്യമേ തന്നെ കൃഷിവകുപ്പിൻ്റെ അപ്രൂവൽ വാങ്ങിയിട്ടാണ്. അപ്പോൾ അത് അന്ത്യോദയക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരു ഗവൺമെൻറ് അപ്രൂവൽ എന്ന് പറയുന്നത് കൃഷിവകുപ്പിൻ്റെ അപ്രൂവലാണ്. ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കാനുള്ള ഒരു ലൈസൻസ് എന്ന് വേണമെങ്കിൽ നമ്മൾ പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ അത് കൃഷിവകുപ്പുമായി ചേർന്ന് സെൻട്രൽ കേരളയിലെ എല്ലാ ജില്ലകളിലും, നിങ്ങൾക്കറിയാം എല്ലാ പഞ്ചായത്തിലും ഒരു കൃഷിഭവൻ ഉണ്ടാവും. അപ്പോൾ കൃഷിഭവൻ കേന്ദ്രീകരിച്ച് പിന്നെ പാലളക്കുന്ന സൊസൈറ്റികൾ, മിൽക്ക് സൊസൈറ്റികൾ, അത് PDDPയുടെ ആകാം, അതല്ലെങ്കിൽ മിൽമയുടെ ആകാം, ഇവിടെയെല്ലാം കേന്ദ്രീകരിച്ച് കർഷകരെ സംഘടിപ്പിച്ച് അവർക്ക് ബോധവൽക്കരണം നടത്തിയാണ് ഈ പദ്ധതി നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് പല കപ്പാസിറ്റികളിൽ, ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ ചെന്നിട്ട് നിങ്ങളൊരു ബയോഗ്യാസ് പ്ലാന്റ് കാണുമ്പോൾ വീട്ടുകാരോട് ഇത് എത്ര കപ്പാസിറ്റിയുടെയാണ് എന്ന് വെച്ചാൽ അവർ പറയും 2-ൻ്റെയാണ്, 3-ൻ്റെയാണ്, 4-ൻ്റെയാണ്. അതായത് അത്രയും M³ ആണത്. ഇപ്പോൾ 2 M³ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബയോഗ്യാസ് പ്ലാന്റ് 24 മണിക്കൂറിൽ നിങ്ങൾക്ക് 2 ഘനമീറ്റർ ബയോഗ്യാസ് ഉൽപ്പാദിപ്പിച്ച് നൽകും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ഗാർഹിക മേഖലയിൽ ഒരു 6 ക്യൂബിക് മീറ്റർ വരെയാണ് അതിൻ്റെ ഒരു ഡൊമസ്റ്റിക്. 6-ൽ നിന്നും മുകളിലേക്ക് കയറുമ്പോൾ അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയോഗ്യാസ് പ്ലാന്റായിട്ട് വരും. നിങ്ങൾക്കറിയാം, ഇപ്പോൾ വലിയ വലിയ സ്ഥാപനങ്ങൾ, ഹോസ്റ്റലുകൾ, ആശുപത്രികൾ, അതല്ലെങ്കിൽ മഠങ്ങൾ, സെമിനാരികൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് കൂടുതൽ പശുക്കൾ അവർ വളർത്തും, അല്ലെങ്കിൽ ഡയറി ഫാമുകൾ. ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ വരുമ്പോൾ ഡയറി ഫാമുകൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് വലിയ ബയോഗ്യാസ് പ്ലാന്റ് 50 ക്യൂബിക് മീറ്റർ, 100 ക്യൂബിക് മീറ്റർ, 150 ക്യൂബിക് മീറ്റർ. കേരളത്തിലെ ഒരു പക്ഷേ ഏറ്റവും വലിയ ഒരു ബയോഗ്യാസ് പ്ലാന്റ് കപ്പാസിറ്റി ഒരു 100-150 ആണ്. അവിടേക്കൊക്കെ നമ്മൾ നിർമ്മാണം നടത്തുകയും അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക വരെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്ന് കാർഷിക പശ്ചാത്തലത്തിലുള്ള കന്നുകാലി ചാണകത്തെ ആസ്പദമാക്കിയിട്ട് നമ്മൾ കുഴി കുത്തി നിർമ്മിക്കുന്ന ഇൻസിറ്റ്യൂ ബയോഗ്യാസ് പ്ലാന്റ്. അതാണ് നമ്മൾ ബയോഗ്യാസ് പ്ലാന്റ് എന്ന് ആദ്യ കാലഘട്ടത്തിൽ ചിന്തിച്ചിരുന്നത്. പിന്നീട് മാലിന്യ സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുന്ന പുതിയൊരു കൺസെപ്റ്റ് ഒരു പക്ഷേ 2000-ൻ്റെ അവസാനത്തിലൊക്കെ കടന്നു വരികയാണ്. മാലിന്യം ഒരു പ്രശ്നമായിട്ട് മാറുന്നു. അപ്പോൾ അതിന് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഈ ബയോഗ്യാസ് എന്ന് പറയുന്നത്. പക്ഷേ വീടുകളിൽ ചെറിയ തോതിലുള്ള മാലിന്യമേ ഉണ്ടാവുള്ളൂ. ഒരു വീട്ടിൽ കൂടി വന്നിട്ടുണ്ടെങ്കിൽ 2 കിലോഗ്രാം 3 കിലോഗ്രാം അല്ലെങ്കിൽ 4 കിലോഗ്രാം വേസ്റ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ബയോഗ്യാസ് പ്ലാന്റുകൾ മതി, പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റ്. അപ്പോൾ അത് നിർമ്മിക്കുന്നത് നമ്മൾ ഫൈബർ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു പ്രീകാസ്റ്റ് ചെയ്തുണ്ടാക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഒരു വീട്ടിലേക്ക് അവരുടെ മാലിന്യം റോട്ടിലേക്ക് വലിച്ചെറിയണ്ട, മറിച്ച് അതൊരു സമ്പത്തായിട്ട് മാറുന്നു. ആ വലിച്ചെറിയുന്ന മാലിന്യം ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിച്ചാൽ നല്ല ഒന്നാം തരം പാചകവാതകം അവർക്ക് കിട്ടുകയും ചെയ്യും. ഈ നമ്മളുടെ മാലിന്യം ദഹിച്ച് നല്ല ജൈവവളമായിട്ട് മാറുകയും ചെയ്യും. മാലിന്യം എന്ന് പറയുമ്പം ഇതിൻ്റെ അകത്ത് ഈ ജൈവ മാലിന്യങ്ങളാണ് നമ്മൾ ജൈവ മാലിന്യം, ഓർഗാനിക് വേസ്റ്റ്, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 തരത്തിലുള്ള, താങ്കൾ ചോദിച്ച 2 തരത്തിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ ഒന്ന് അതാണ്. ഒന്ന് ഇൻസിറ്റ്യൂ ബയോഗ്യാസ് പ്ലാന്റുകൾ, മറ്റൊന്ന് പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റ്. ഇതിൽ നിന്നും അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടന്നത് എങ്ങനെയാണ്? ഈ ഒരു വളർച്ച നടന്നുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ 31 വർഷമായിട്ടും ഈ ഒരു വളർച്ച അത് സ്റ്റേബിളായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അന്ത്യോദയയെ സംബന്ധിച്ചിടത്തോളം. ഇതിൽ നിന്നും അടുത്ത ഒരു ടേണിങ് എന്തായിരുന്നു അടുത്ത ഒരു ടേണിങ്? ഓക്കെ, ഞാനതിന് തൊട്ട് മുമ്പ് ബയോഗ്യാസിനെ കുറിച്ച് വന്നപ്പോൾ നമ്മുടെ കേരളത്തിൽ മാലിന്യം വലിയൊരു പ്രശ്നമായപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റിന് വേണ്ടി, അതിനെ നേരിടുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിച്ചു. നമ്മളുടെ എന്താണ് അതിൻ്റെ പേര്, നമ്മുടെ ശുചിത്വ മിഷൻ. അതിന് ശുചിത്വ മിഷൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തന്നെ സർക്കാർ കൊണ്ടുവന്നു. അപ്പോൾ ശുചിത്വ മിഷൻ്റെ അക്രഡിറ്റേഷനുള്ള ഒരു NGO ആയിട്ട് മാറിയിരുന്നു ദി അന്ത്യോദയ. അത് ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ അങ്ങനെ പഞ്ചായത്തുകളിൽ സബ്സിഡിയിൽ എനിക്ക് തോന്നുന്നത് ഒരു വർഷം തന്നെ 3000-4000 ബയോഗ്യാസ് പ്ലാന്റുകൾ വിതരണം ചെയ്ത ഒരു പ്രസ്ഥാനം കൂടിയാണ് അന്ത്യോദയ. ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. നമ്മൾ ഈ കാലത്തിൻ്റെ ഒഴുക്കിൽപ്പെടുമ്പോൾ പല വൈവിധ്യങ്ങളിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനൊരു കർഷക പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത്. കൃഷി തന്നെ നമ്മൾ പറയുമ്പോൾ ഇടവിളകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. ഇപ്പോൾ തെങ്ങ് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ തെങ്ങിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മറ്റ് വിളകൾ ആ ഗ്യാപ്പിൽ നമ്മൾ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു അഡീഷണൽ ഒരു വരുമാന മാർഗ്ഗമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുമാത്രമല്ല, ഒരു വിള നമ്മളെ പ്രശ്നം ഉണ്ടാക്കിയാൽ വേറൊരു വിള നമ്മളെ സംരക്ഷിക്കും. അതാണ് അതിൻ്റെ പിറകിലുള്ള വേറൊരു ഫിലോസഫി. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ത്യോദയ കാലത്തിനനുസരിച്ച് ഒരു ഡൈവേർഷൻസ് എടുത്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഊർജ്ജത്തിൽ നിന്നും നമ്മൾ വേറൊരു മേഖല ജലമായിരുന്നു. ഇന്നിപ്പോൾ ജലത്തെക്കുറിച്ചൊക്കെ ആളുകൾ വളരെ കാര്യമായി സംസാരിക്കുന്നു. ഞങ്ങൾ ചിന്തിച്ചിരുന്ന കാലഘട്ടത്തിൽ കുപ്പിവെള്ളമൊക്കെ വരുന്നൊരു കാലഘട്ടമാണത്. പക്ഷേ ഇന്ന് കുപ്പിവെള്ളം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതായത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3000 മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മൾ, 3000-ലധികം. പക്ഷേ വേനൽക്കാലമാകുമ്പോൾ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളമില്ല. പിന്നെ ഞങ്ങൾ ചിന്തിച്ചിരുന്ന കാലഘട്ടത്തിൽ തീരദേശം മുഴുവനും നമുക്ക് വെള്ളമില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ മഴ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് മഴവെള്ളത്തെ പിടിച്ച് സംരക്ഷിച്ച് ജനങ്ങൾക്ക് വേനൽക്കാലത്ത് ഉപയോഗിച്ചുകൂടാ? ഈ ഒരു കൺസെപ്റ്റ് പതുക്കെ ഡെവലപ്ഡായിട്ട് വരുന്നു. അതിലൊരു പക്ഷേ എനിക്കൊരു ഗുരുസ്ഥാനീയനായ ഒരാളുണ്ടായിരുന്നു, കാഞ്ഞിരപ്പള്ളി ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചിരുന്ന മലനാട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ഫാദർ മാത്യു വടക്കേമുറി. അദ്ദേഹത്തെ ഓർക്കാതെ അന്ത്യോദയയ്ക്ക് ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അദ്ദേഹം ഇത്തരത്തിലുള്ള പുതിയ കാഴ്ചപ്പാടുകൾ എപ്പോഴും നോക്കി കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാനായിട്ട് എനിക്ക് സാധിച്ചു എന്ന് പറയുന്നൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ പോണ്ടിച്ചേരിയിൽ ഔറവിൽ ആശ്രം നിങ്ങൾ കേട്ട് കാണും. ഔറവിൽ ആശ്രമത്തിൻ്റെ കാഴ്ചപ്പാട് പുറത്തേക്ക് വരുമ്പോൾ മതസഹിഷ്ണുതയുടെ ഒരു കാഴ്ചപ്പാടാണ്. പക്ഷേ അവിടെ വിവിധങ്ങളായ ടെക്നോളജികൾ അവർ ഡെവലപ്പ് ചെയ്യുമായിരുന്നു. അതിലൊന്നാണ് ഫെറോസിമെൻറ്റ് ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് കുറഞ്ഞ തോതിൽ കമ്പി ഉപയോഗിച്ച് സിമൻറ്റ് മോർട്ടാർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു ലീക്ക് പ്രൂഫ് കൺസ്ട്രക്ഷൻ മെക്കാനിസമാണത്. വെൽഡ് മെഷ് നിങ്ങൾ കേട്ട് കാണും, പട്ടിക്കൂടിനൊക്കെ അടിക്കുന്ന വെൽഡ് മെഷ്, അതുപോലെ തന്നെ കോഴിവല, ചിക്കൻ മെഷ്. ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് അതിന് ആവശ്യമായ ഫ്രെയിം നമുക്കുണ്ടാക്കാം. അതിനകത്തേക്ക് സിമെൻറ്റ് മിശ്രിതം അടിച്ച് ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു സാങ്കേതിക വിദ്യ. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഇത് വളരെ സാധാരണ RCCയേക്കാൾ ഏകദേശം ഒരു 40% ചിലവ് കുറവാണ്. അതുപോലെ തന്നെ ഇതൊരു ലീക്ക് പ്രൂഫ് ടെക്നോളജിയാണ്. നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരു മേസ്ത്രി ഇത് നിർമ്മിക്കുകയാണെങ്കിൽ അത് ലീക്ക് പ്രൂഫാണ്. അപ്പോൾ ഔറവിൽ ആശ്രം ഈ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഞാൻ മേൽപ്പറഞ്ഞ നമ്മളുടെ ഫാദർ വടക്കേമുറിയുടെ കൂടെ അവിടെ പോകാനും ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനൊക്കെ സാധിച്ചു. അപ്പോൾ അത് ഞാൻ അന്ത്യോദയയിലേക്ക് പതുക്കെ കൊണ്ടുവന്നു. അന്ത്യോദയയിൽ നമ്മളിതിന് ട്രെയിനിങ്ങെല്ലാം കൊടുത്ത് ഫെറോസിമെൻറ്റ് ടെക്നോളജിയിൽ പ്രാവീണ്യമുള്ള മേസന്മാരുടെ ഒരു ഗ്രൂപ്പ് നമ്മളുണ്ടാകുന്നു. അപ്പോൾ അത് നമ്മൾ ഈ മഴവെള്ള സംഭരണത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളിത് ആരംഭിക്കുന്നത് ലക്ഷദ്വീപിലാണ്. ലക്ഷദ്വീപ് നിങ്ങൾക്കറിയാം, അവിടെ മഴ ധാരാളം കിട്ടുന്നുണ്ട്, അവർക്ക് വെള്ളം തീർച്ചയായിട്ടും ഇല്ല. പക്ഷേ സത്യം പറഞ്ഞാൽ അവർക്ക് വെള്ളമുണ്ട്, പക്ഷേ വെള്ളം അവർ പമ്പ് ചെയ്യുന്നതോറും ആ വെള്ളം തീർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ സീപ്പേജ് ഓഫ് സീ വാട്ടറിൻ്റെ ഇഷ്യൂ അവിടെ വരുന്നു. അപ്പോൾ അങ്ങനെയാണ് അവിടെ
നമ്മൾ ഈ മഴവെള്ള സംഭരണ പദ്ധതി ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം അവിടെ തീർച്ചയായിട്ടും അവിടേക്ക് നമ്മളെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത് നമ്മുടെ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന CWRDM എന്ന് പറയുന്ന ഒരു സർക്കാരിൻ്റെ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അവർ കേരളത്തിൽ അന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ ടെക്നോളജി ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ഉള്ളത് അന്ത്യോദയാണെന്ന് അറിഞ്ഞിട്ടാണ് അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയും അങ്ങനെ അവിടെ നമ്മൾ മഴവെള്ള സംഭരണികൾ ഫെറോ സിമെൻറ്റ് റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പ്രോജക്റ്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 2003 കേരളത്തിലൊരു വലിയ വരൾച്ചയുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ 2003 വരൾച്ച വളരെ ഫേമസ് ആണ്. അപ്പം അന്ന് വയനാടൊക്കെ ആദ്യമായിട്ട് ചൂട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടം അതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ആ ജനം മഴവെള്ളത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ലോകവും ആ കാലഘട്ടത്തിൽ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കേരളത്തിൽ അന്ന് നമ്മളുടെ ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്നത് വളരെ ചിന്താശക്തിയും ദീർഘവീക്ഷണമുള്ള TM ജേക്കബ് അവറുകളായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ മഴവെള്ള സംഭരണ പദ്ധതി നടപ്പാക്കണം എന്ന് ചിന്തിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അന്നത്തെ കേരള ഗവൺമെൻറ്റിൻ്റെ അന്നത്തെ വാട്ടർ റിസോഴ്സ് സെക്രട്ടറി എന്ന് പറയുന്നത് KJ മാത്യു IAS ആണ്. അപ്പോൾ അവർ രണ്ടുപേരോടെ ആലോചിച്ചിട്ട് ഇതെങ്ങനെ നടപ്പാക്കാം. അപ്പോൾ അങ്ങനെ കേരള വാട്ടർ അതോറിറ്റി ആണല്ലോ കേരളത്തിൽ വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ അവരിലേക്ക് ചിന്ത വരുന്നു. അങ്ങനെ എറണാകുളത്ത് ഈ ചിന്തകൾ വരുന്നു. അപ്പോൾ എറണാകുളത്തുള്ള ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇതിനെക്കുറിച്ച് ഇവിടെ അന്വേഷിക്കുന്നു. അപ്പോൾ അന്ന് മഴവെള്ള സംഭരണം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ഈ ജില്ലയിൽ അന്ത്യോദയ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അന്ത്യോദയനെ അന്വേഷിച്ച് അവർ അവിടെ വരുന്നു. ഈ പ്രോജക്റ്റ് TM ജേക്കബ് സാറ് വിഭാവനം ചെയ്തൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് അതിനൊരു പേര് അദ്ദേഹം തന്നെ ഇട്ടതാണ്, വർഷ. അപ്പോൾ അദ്ദേഹം അത് തീരപ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. അപ്പോൾ ഈ പദ്ധതി നമ്മളെ എങ്ങനെ നടപ്പിലാക്കും. അപ്പോൾ അതിന് KJ മാത്യു കണ്ടെത്തിയൊരു വഴിയായിരുന്നു നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അക്രഡിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടെൻഡർ ഇല്ലാതെ തന്നെ നമ്മളെ വർക്ക് ഏൽപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വളരെ ഇന്നൊവേറ്റീവായിട്ട് നമ്മൾ ഈ പ്രോഗ്രാം നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആദ്യമായിട്ട് നമ്മളുടെ അക്കാലത്ത് ഏറ്റവും കുടിവെള്ള പ്രശ്നമുള്ള ഒരു മേഖലയായിരുന്നു നമ്മളുടെ വൈപ്പിൻ മേഖല. അപ്പോൾ ഈ വൈപ്പിൻ മേഖലയിൽ ഇടവനക്കാട് ഗ്രാമപഞ്ചായത്തിലാണ് കേരളത്തിലെ വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള ആദ്യത്തെ റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നമ്മൾ നിർമ്മിക്കുന്നത്. അത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന AK ആൻ്റണി അവറുകൾ വന്നാണ് ഉദ്ഘാടനം ചെയ്തത്. അവിടെ നിന്ന് 500 കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന രീതിയിലൊരു പദ്ധതി രൂപീകരിച്ചു. അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടി. അങ്ങനെ നമ്മൾ ഈ പ്രദേശങ്ങളിലേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ ഒറ്റ അപേക്ഷകരില്ല. കാരണം മഴവെള്ളം എന്ന് പറയുന്നത് അത് കുടിക്കാൻ കൊള്ളില്ലാത്തൊരു സാധനം എന്നുള്ള ചിന്തയാണുള്ളത്. പക്ഷെ നമ്മളുടെ പൂർവികതയിലേക്ക് നമ്മൾ തിരിഞ്ഞു പോവുകയാണെങ്കിൽ പഴയ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേർത്തല മേഖലയിലൊക്കെ ഇപ്പോൾ ഒരു 25 കൊല്ലം മുമ്പ് വരെ അടയ്ക്കാരത്തിൽ നിന്നും തെങ്ങിൽ നിന്നും ഓല കെട്ടി അത് പാത്രത്തിലേക്ക് അതിൻ്റെ താഴെ നമ്മൾ വലിയ തുണി കെട്ടിയിട്ട് ആ വെള്ളത്തിന് അതിനകത്ത് കൊണ്ടുവന്ന് അരിച്ച് അതിൻ്റെ താഴെ പാത്രം വെച്ച് കുടിവെള്ളം എടുത്ത് ഉപയോഗിക്കുന്ന ഒരു കേരള ചരിത്രം നമുക്കുണ്ട്. പക്ഷേ അതൊരു പക്ഷേ മനുഷ്യർ മറന്നുപോയിട്ടുണ്ട്. പക്ഷേ ആ ചരിത്രത്തെ നമ്മൾ ജീവിപ്പിക്കുകയാണ് ചെയ്തത് വൈപ്പിൻ മേഖലയിലെ ജനങ്ങളിലേക്ക്. അപ്പോൾ പഞ്ചായത്ത് തലത്തിൽ ആ പ്രദേശത്തുള്ള മത സ്ഥാപനങ്ങൾ വഴി, പള്ളികൾ, ഇതെല്ലാം വഴി നമ്മൾ ബോധവൽക്കരണ പ്രക്രിയ നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ 500 മഴവെള്ള സംഭരണിക്ക്, അതായത് 90% ഗ്രാൻഡാണ്, 10% ഗുണഭോക്താവ് മുടക്കേണ്ടതുള്ളൂ. എന്നിട്ട് പോലും ആളുകൾ അത് മുന്നോട്ടേക്ക് വന്നില്ല. പക്ഷേ 450 എണ്ണമാണ് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത് ആ വേനൽക്കാലത്ത്. അങ്ങനെ അത് പൂർത്തീകരിച്ച് ആദ്യത്തെ മഴക്കാലം വരുന്നു. നമ്മൾ വീടുകളെല്ലാം കയറി നടന്ന് ഇവരെ പഠിപ്പിച്ച് ഇത് ഹാർവെസ്റ്റ് ചെയ്ത് ആളുകൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അന്ന് 2 പ്രശ്നങ്ങളുണ്ട്. വെള്ളം കിട്ടാനില്ല. വെള്ളം വഞ്ചിയിൽ കുടങ്ങൾ വെച്ച് വേറെ സ്ഥലങ്ങളിൽ വെള്ളം കിട്ടുന്ന സ്ഥലത്ത് പോയി അവിടെ നിന്ന് വെള്ളം കൊണ്ടുവന്ന് വീടുകളിൽ കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു അന്ന് വൈപ്പിൻ മേഖല ഉണ്ടായിരുന്നത്. പക്ഷേ വീട്ടുമുറ്റത്ത് 10,000 ലിറ്റർ വെള്ളമുണ്ട്. അവരുടെ ആദ്യം ഇവർക്ക് ഉപയോഗിക്കാനൊക്കെ മടിയായിരുന്നു. എങ്കിലും നമ്മൾ അവരെ ശരിയായ രീതിയിൽ ട്രെയിൻ ചെയ്ത് അവർ ഉപയോഗിച്ച് തുടങ്ങി. ദാറ്റ് ബിക്കെയിം ദ ടോക്ക് ഓഫ് ദ ടൗൺ എന്ന് നമ്മൾ പറയണ പോലെ അത് ആ പ്രദേശത്ത് വലിയൊരു ചർച്ചാ വിഷയമായി. പിന്നെ നമ്മൾ ആളുകളെ സംഘടിപ്പിച്ച്, കുടിച്ച ആളുകൾ വെള്ളം കൊണ്ടുവന്ന് അവരെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി ക്യാമ്പയിൻസ് നമ്മൾ സംഘടിപ്പിച്ചു. ഈ വെള്ളം കുടിക്കാൻ കൊള്ളാവുന്നതാണെന്ന് നമ്മൾ തെളിയിച്ചു. അതിനുശേഷം ഗവൺമെൻറ് 1000 മഴവെള്ള സംഭരണികൾ അല്ലെങ്കിൽ 1000 കുടുംബങ്ങളിൽ ഇത് വയ്ക്കാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് തീരുമാനിക്കുന്നു. അതിന് അപേക്ഷ ക്ഷണിച്ചു. ഏതാണ്ട് 1400ഓളം അപേക്ഷകരാണ് കിട്ടിയത്. അപ്പോൾ ആദ്യം ഗുണഭോക്താവിനെ കിട്ടാൻ പാടായിരുന്നെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ ഗുണഭോക്താക്കളെ അത് സെലക്ട് ചെയ്യേണ്ട വന്നു, പ്രയോറിറ്റൈസ് ചെയ്യേണ്ട വന്നു. അവിടേക്ക് നമ്മൾ പോയി. അതോടൊപ്പം തന്നെ നമ്മൾ കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് നമ്മൾ വ്യാപിച്ചു.
ഈ ഒരു സംഭവം കേരളത്തിൽ സർക്കാർ തലത്തിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് ഇത് വരുന്നു. അതുപോലെ തന്നെ യുനെസ്കോ ഇതിനകത്തേക്ക് ശ്രദ്ധിക്കുന്നു. അങ്ങനെ 2007 യുനെസ്കോയുടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല NGOയ്ക്കുള്ള അവാർഡ് അന്ത്യോദയ തേടിയെത്തുന്നു. അതായത് ഏറ്റവും കൂടുതൽ വീടുകളിൽ. അപ്പോഴേക്കും നമ്മൾ ഏകദേശം ഒരു 20,000-ലധികം കുടുംബങ്ങളിൽ ഈ റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പ്രോജക്റ്റിൽ എത്തിച്ചിരുന്നു. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു യുനെസ്കോ പുരസ്കാരവും നമുക്ക് ലഭിച്ചു എന്നുള്ളത് ഇവിടെ പറയാനായിട്ട് എനിക്ക് അഭിമാനമുണ്ട്. അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. കാരണം ആ ഒരു പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ ആ പ്രൊജക്റ്റിനെ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത്, അതിനൊരു അംഗീകാരം ലഭിക്കുക എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അന്ത്യോദയ എന്ന് പറയുന്ന സ്ഥാപനം ഇപ്പോൾ ഈ പ്രൊജക്റ്റുകളിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്കറിയുന്ന സാധാരണ ആളുകളുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളിലേക്കാണ് അന്ത്യോദയ തുടക്കകാലങ്ങളിൽ അല്ലെങ്കിൽ അന്ത്യോദയയുടെ യാത്രകളിൽ ഉള്ളത്. അതായത് സാധാരണക്കാരുടെ ഇടയിൽ എത്രത്തോളം വൈവിധ്യമാർന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വൈവിധ്യമാർന്ന മേഖലകളെ സെലക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്ന് എനിക്ക് തോന്നും. തീർച്ചയായിട്ടും അന്ത്യോദയ എന്ന് പറയുന്ന സ്ഥാപനം വളർച്ച കൈവരിക്കുമ്പോൾ മറ്റ് എനർജി സോഴ്സുകളെ പറ്റി ചിന്തിച്ചിരുന്നോ? എങ്ങനെയായിരുന്നു? അതായത് ഇപ്പോൾ നമ്മളൊരു എനർജി സോഴ്സ് നമ്മൾ പറഞ്ഞത് ബയോഗ്യാസ് എന്ന് പറയുന്ന എനർജി സോഴ്സാണ്. അപ്പോൾ അതിൽ ഒരു വാക്ക് പറഞ്ഞിരുന്നത് ബയോഗ്യാസിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഒരു ഭാഗം കൂടി അന്ത്യോദയ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് സോളാർ വൈദ്യുതി എന്ന് പറയുന്നത്. അതിലേക്ക് ഉള്ള ഒരു ചുവടുവെപ്പ് നടത്തിയിരുന്നു. അതിൻ്റെ ഒരു പിന്നാമ്പുറം എങ്ങനെയായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് പദ്ധതികളെ ഡീവിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു പ്രവർത്തന ശൈലി തന്നെയായിരുന്നു. അതിന് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അത്തരത്തിൽ വളരെ കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകുമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതിന് അനുബന്ധമായിട്ടൊരു കാര്യമുള്ളത്, മഴവെള്ള സംഭരണ പദ്ധതി അന്ന് തുടങ്ങിയെങ്കിലും 2003 ആരംഭിച്ചെങ്കിലും ഇപ്പോഴും അതൊരു വാക്ക് പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇപ്പോഴും അത് വളരെ ശക്തമായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പദ്ധതി കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ പദ്ധതി സന്ദർശിച്ച കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി അന്നുണ്ടായിരുന്ന ഒരു IAS ഓഫീസർ ശാന്താശീല നായർ, അവരിവിടെ വന്ന് നമ്മളുടെ ഈ പ്രൊജക്റ്റുകൾ കണ്ടിട്ട് നമ്മളെ ആന്ധ്രയിൽ അൺഡിവൈഡഡ് ആന്ധ്രയിലേക്ക് ക്ഷണിക്കുകയും അവിടെ ആന്ധ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് അവിടെയുള്ള ഗവൺമെൻറ് സ്കൂളുകളിലെല്ലാം തന്നെ മഴവെള്ള സംഭരണികൾ സ്ഥാപിക്കുകയും ചെയ്ത ഒരു ചരിത്രം ഇതിൻ്റെ പിറകിലുണ്ട്. അതോടൊപ്പം തന്നെ അന്ത്യോദയയുടെ ഈ പ്രവർത്തനത്തെ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വാട്ടർ റിസോഴ്സസ് DWS സെക്രട്ടറി ആയിരുന്നു ശാന്താശീല നായർ. പുള്ളിക്കാരത്തി എന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് NIRD ഹൈദരാബാദിൻ്റെ ഒരു ഫാക്കൽറ്റി ആയിട്ട് നിയമിക്കുകയാണ് ഉണ്ടായത്. അതൊരു 3 years ഫാക്കൽറ്റി ആയിരുന്നു. അവിടെ സംഭവിക്കുന്നത് നമ്മുടെ അവികസിത രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ അല്ലെങ്കിൽ അവിടുത്തെ ടെക്നോക്രാറ്റ്സിനെ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യുക, ഇന്നോവേറ്റീവ് പ്രോജക്റ്റുകളിൽ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോഗ്രാമാണ്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ഫണ്ടിങ്ങോടുകൂടി നടക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ എൻ്റെ ദൗത്യം ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ടെക്നോക്രാറ്റ്സിന് റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആഫ്രിക്കയിൽ നിന്നും അതുപോലെ തന്നെ ഈസ്റ്റ് ഏഷ്യയിൽ നിന്നെല്ലാം ആളുകളുണ്ടായിരുന്നു. പക്ഷേ ആഫ്രിക്കയിൽ നിന്നുള്ള 3 രാജ്യങ്ങൾ ഇതിനകത്ത് വളരെ താല്പര്യം പ്രകടിപ്പിച്ചു. അങ്കോള, അതുപോലെ തന്നെ ഉഗാണ്ട, നൈജീരിയ. അപ്പോൾ ഈ 3 രാജ്യങ്ങളിലേക്ക് നമ്മളുടെ അന്ത്യോദയ പോവുകയും ഈ ടെക്നോളജി അവിടെ കൈമാറുകയും ചെയ്തു, റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. കാരണം അവിടെയൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് വളരെ മിനറൽസ് ആൻഡ് മെറ്റൽസ് റിച്ചാണ് ഈ രാജ്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ ഒരു 9 മാസത്തോളം മഴ കിട്ടുന്ന പ്രദേശങ്ങൾ ഈ അങ്കോളയിലും ഉഗാണ്ടയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് കുഴി താത്തിയാൽ വെള്ളം കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് വാസ് ദ ബെസ്റ്റ് ചോയ്സ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ടെക്നോളജി ട്രാൻസ്ഫർ നമ്മളങ്ങനെ നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ ഈ തരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ഒരു ജില്ലയിൽ ആരംഭിച്ച പ്രസ്ഥാനം കേരളം മുഴുവനും വ്യാപിച്ചു. അതുകൂടാതെ കേരളത്തിന് പുറത്ത് ഒരു ദക്ഷിണേന്ത്യയിലെ ഒരു വിപുലീകരണം നടത്തി. അതിനുശേഷം ഇന്ത്യക്ക് പുറത്തേക്കും നമ്മളുടെ എത്തിക്കാനായിട്ട് സാധിച്ചു. അത് വലിയൊരു കാര്യമാണ്. ഈ ചരിത്രമൊക്കെ പറയുമ്പം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു കാര്യം, ഞങ്ങളൊക്കെ ജനിച്ച് നടന്നു വരുന്ന കാലഘട്ടങ്ങളിലാണ് ഈ ചരിത്രം നടന്നു പോകുന്നത് എന്നുള്ളത് വളരെയധികം ഞങ്ങളെ വളരെ ത്രസിപ്പിക്കുകയാണ്. കാരണം ഈ കാലഘട്ടങ്ങളിലൊക്കെ ഇത്രയും വൈവിധ്യമാർന്ന കാര്യങ്ങൾ ചിന്തിക്കുകയും അതിനെ മുന്നോട്ട് നയിക്കുകയും ചെയ്തു എന്നുള്ളത് പറയുമ്പോൾ അത് വളരെയധികം അതീതമായ കാര്യമാണ്. പ്രശംസിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം.
അപ്പം ഈ നമ്മൾ പറഞ്ഞു വന്നതിനകത്ത് ഇപ്പോൾ ഈ സോളാർ എനർജിയുടെ കാര്യമായിരുന്നു പറഞ്ഞു വന്നത്. അപ്പോൾ ഈ സോളാർ എനർജിയുടെ കാര്യങ്ങളിലേക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ അന്ത്യോദയ ചെല്ലുക എന്ന് പറയുന്നത്? അപ്പോൾ അതൊക്കെ ഈ നമ്മുടെ ഭൂമിയിലുള്ള വിഭവങ്ങളാണ്. അപ്പം സാധാരണ മനുഷ്യർ എപ്പോഴും തൊട്ടും തലോടിയും നിൽക്കുന്നതായ കാര്യങ്ങൾ തന്നെയാണ് അന്ത്യോദയ എന്ത് ചെയ്യുന്നത്, ഓരോ ഘട്ടങ്ങളായിട്ട് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കം? 80കളുടെ അവസാനം, 1980കളുടെ അവസാനം 90കളുടെ ആരംഭം തന്നെ ലോകത്തിൽ ഊർജത്തിൻ്റെ സ്കേഴ്സിറ്റിയെക്കുറിച്ച് ചിന്തകൾ ഉത്ഭവിച്ചിരുന്നു. അതായത് നമ്മൾ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ ഫോസിൽ ഫ്യൂവൽസിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ഇക്കോണമി, ലോകത്തിൻ്റെ ഇക്കോണമി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതൊരു കാലത്ത് തീരും എന്നുള്ളൊരു ചിന്ത 1980കളുടെ അവസാനം തന്നെ ലോകത്തിൽ ചർച്ച വന്നിരുന്നു. UN-ലെല്ലാം കാര്യമായ ചർച്ചകൾ നടന്നിരുന്നു. അതുപോലെ തന്നെ 90കൾ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി അതിനൊരു ചിന്തയ്ക്ക് ആക്കം കൂട്ടി. അതുകൊണ്ട് റിന്യൂവബിൾ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് മനുഷ്യൻ കുറച്ചുകൂടി തീക്ഷ്ണമായിട്ട് ആഴത്തിൽ പോകണമെന്നുള്ളൊരു ചിന്ത ലോക നേതാക്കളുടെ ഇടയിലേക്ക് തന്നെ വന്നിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഒരു സെക്ടർ ഊർജ്ജമാണ്. ഞങ്ങൾ ഓൾറെഡി ഒരു റിന്യൂവബിൾ എനർജി മേഖലയിൽ വർക്ക് ചെയ്യുന്നു, അന്ത്യോദയ ബയോഗ്യാസ് മേഖല. അപ്പോൾ അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൽ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി MNRE എന്ന് പറയുന്നൊരു വിഭാഗം തന്നെയുണ്ട്. അപ്പോൾ അവരാണ് ഇതിനെക്കുറിച്ചുള്ള കാലഘട്ടത്തിൻ്റെ ഊർജ്ജങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പുനരുപയോഗ ഊർജ്ജങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, അഡ്വാൻസ് സ്റ്റഡീസൊക്കെ നടത്തുന്നത്. അപ്പോൾ ആ സ്ഥാപനവുമായിട്ട്, ആ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നമുക്ക് വളരെ ക്ലോസ്ലി കണക്റ്റഡ് ആയിരുന്നു നമ്മൾ. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സോളാറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്കും ചിന്തിക്കാനായിട്ട് അവസരം ലഭിച്ചു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുകൊണ്ട് അന്ത്യോദയ ഇതിൻ്റെ ആദ്യകാലത്ത് തന്നെ വന്നിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ന് നമുക്ക് 1 വാട്ട് സോളാർ പാനൽ അല്ലെങ്കിൽ സോളാർ സെല്ല് അല്ലെങ്കിൽ സോളാർ പാനൽ ലഭിക്കുന്നത് ഒരു 20-25 രൂപയ്ക്കാണ്. അന്ത്യോദയ ഇത് 1 വാട്ട് 115 രൂപയ്ക്ക് മേടിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇവല്യൂഷൻ, ഒരു പരിണാമം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വി വിൽ കം ടു അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സോളാറിനെ കുറിച്ച് വരുന്നത്. സോളാറിൽ 2 തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. ഒരുപക്ഷെ ആളുകൾക്ക് അറിയാമായിരിക്കും. സോളാർ തെർമൽ ആൻഡ് സോളാർ ഫോട്ടോവോൾട്ടിക്. സോളാർ തെർമൽ എന്ന് പറയുന്നത് വൈദ്യുതി ഉപയോഗത്തിന് വേണ്ടി സൗരോർജ്ജം ഉപയോഗിക്കുക. ഇതാണൊരു സംഭവം. അതായത് സിലിക്കൺ സെല്ലുകളിൽ സൂര്യപ്രകാശം അടിച്ചാൽ അത് വൈദ്യുതി ജനറേറ്റ് ചെയ്യും. ഈ വൈദ്യുതി നിങ്ങൾക്ക് ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്, ദാറ്റ് ഈസ് ദ ടെക്നോളജി. അപ്പോൾ അതാണ് PV അല്ലെങ്കിൽ SPV കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോളാർ തെർമൽ എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തെ നമ്മൾ വെള്ളം ചൂടാക്കാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ആദ്യം പ്രചാരം നേടിയത് സോളാർ തെർമലായിരുന്നു, സോളാർ വാട്ടർ ഹീറ്ററുകൾ. കാരണം നമ്മൾ കേരളത്തിൽ ഒരു പക്ഷേ എല്ലാവരും തന്നെ വെള്ളം ചൂടാക്കി കുളിക്കുന്ന, വൈകുന്നേരത്ത് കുളിക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അപ്പോൾ അതിന് ഒരു പരിധിവരെ ആളുകൾ വൈദ്യുതി അല്ലെങ്കിൽ വിറകാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് രണ്ടും നിങ്ങൾക്ക് വേണ്ട. വൈദ്യുതി കാശ് കൊടുത്ത് മേടിക്കണം. വിറകാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം കെടുത്തും, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കള മലിനീകരണമാക്കും, അല്ലെങ്കിൽ മലിനീകൃതമാക്കും. അത് പുകയുടെ ശല്യം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ഇത് രണ്ടും ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ചെറിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അന്ന് നടത്തൂ. അതിന് സർക്കാർ സബ്സിഡി നൽകും. നിങ്ങളത് അഡോപ്റ്റ് ചെയ്യാൻ പറഞ്ഞാണ്. സന്നദ്ധ സംഘടനകളെ തന്നെയാണ് അന്നാളിൽ ഇതിൻ്റെ പ്രചാരം ഏൽപ്പിച്ചത്. പക്ഷേ അതൊരു കടുതി പോലെ കേരളത്തിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇതിനകം ഏകദേശം ഒരു 10,000-20,000-ലധികം കുടുംബങ്ങളിൽ സോളാർ വാട്ടർ ഹീറ്ററുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു നേട്ടമായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാവുന്നൊരു കാര്യമാണ്. പിന്നെ സോളാർ ടെക്നോളജിയിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു സോളാർ മേഖലയിൽ വളരെയേറെ പ്രാവീണ്യമുള്ള എഞ്ചിനീയർ നമ്മുടെ കൂടെയുണ്ട്, മിസ്റ്റർ ബേസിൽ ജേക്കബ് ആണ് ഇപ്പോൾ നമ്മുടെ സോളാർ ഫോട്ടോവോൾട്ടിക് ഡിവിഷൻ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ അതിലും 2 ആപ്ലിക്കേഷനുണ്ട്. ഒന്ന് ഓഫ് ഗ്രിഡും ഒന്ന് ഓൺ ഗ്രിഡും. അതായത് ഒറ്റ വാക്കിൽ സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, എൻ്റെ വീടിൻ്റെ മുകളിൽ ഞാൻ സോളാർ പാനൽ വയ്ക്കുന്നു, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മുഴുവൻ ഞാൻ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് രാവും പകലും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഉപയോഗിക്കും. അതിന് KSEB ആയിട്ടോ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് അതിന് ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ വൈദ്യുതി വിതരണ ശൃംഖല. അപ്പോൾ GRID ഗ്രിഡ്, ഓഫ് ഗ്രിഡിൽ നിന്നും അകലെ നിൽക്കുന്ന ഒരു സംഭവം, അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സംഗതി, അതാണ് ഓഫ് ഗ്രിഡ്. മറ്റൊന്ന്, എൻ്റെ വീടിൻ്റെ മുകളിൽ ഞാൻ സോളാർ പാനൽ വയ്ക്കുന്നു, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. പകൽ സമയത്ത് എൻ്റെ ആവശ്യത്തിന് ഞാൻ അടിച്ചു പൊളിച്ച് വൈദ്യുതി ഉപയോഗിക്കുന്നു. എക്സസ് ഉള്ളത് ഞാൻ KSEBയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു. രാത്രിയിൽ KSEBയുടെ വൈദ്യുതി ഞാൻ ഉപയോഗിക്കുന്നു. ഇതിനെയാണ് ഓൺ ഗ്രിഡ് എന്ന് പറയുന്നത്. അതായത് ഗ്രിഡുമായിട്ട് ബന്ധപ്പെട്ട്
സൗരോർജ്ജ ഉൽപ്പാദനം എന്നുള്ളതാണ്. ഇതാണ് 2 ആപ്ലിക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് ഈ 2 മേഖലയിലും പ്രാവീണ്യം തെളിയിച്ച് ഇപ്പോഴും വളരെ ശക്തമായിട്ടുള്ള സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അന്ത്യോദയ. അതിനകത്ത് എനിക്കെടുത്ത് പറയാനുള്ളൊരു കാര്യം, അതിൻ്റെ ബോധവൽക്കരണത്തിനും വ്യാപനത്തിനും പദ്ധതി നിർവഹണത്തിനും വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഡിവിഷൻ തന്നെ അന്ത്യോദയ രൂപീകരിച്ചു. അതിൻ്റെ പേരാണ് ഓൾട്ടർനേറ്റ് എനർജി കോർപ്പറേഷൻ. അതിന് കേരളത്തിൻ്റെ നോഡൽ ഡിപ്പാർട്ട്മെൻറ്റായ KSEBയുടെ അംഗീകാരമുണ്ട്. അനർട്ടിൻ്റെ ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജി അനർട്ടിൻ്റെ അംഗീകാരമുണ്ട്. കേന്ദ്രത്തിലെ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി MNREയുടെ അംഗീകാരമുണ്ട്. അങ്ങനെ എല്ലാ അംഗീകാരങ്ങളോടുകൂടി പ്രവർത്തിച്ചു വരുന്ന ഒരു വിഭാഗമാണ് ഓൾട്ടർനേറ്റ് എനർജി കോർപ്പറേഷൻ. ഒരുപക്ഷെ ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് പറയാൻ പറ്റുന്ന ഒരാൾ ബേസിലാണ്. അപ്പോൾ അതുകൊണ്ട് ബേസിൽ ഇതിൻ്റെ ടെക്നിക്കലായ കാര്യങ്ങളൊന്ന് നമ്മളുടെ പ്രേക്ഷകരോട് പങ്കുവച്ചാൽ വളരെ നല്ലതായിരിക്കും. തീർച്ചയായും. ഇപ്പോൾ സാറ് പറഞ്ഞതിൽ തന്നെ തുടങ്ങാം. നമുക്കിപ്പോൾ ബേസിക്കായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്ന 2 സ്ട്രീം ലൈൻസ് എന്ന് പറയുന്നത് ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും തന്നെയാണ്. അതിലിപ്പോൾ നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്ത് വരുന്നത് ഓൺ ഗ്രിഡാണ്. ഈ നമ്മുടെ പ്രൊജക്ട്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ഏതാണ്ട് 2012 മുതൽ ഇങ്ങോട്ട് ഗവൺമെൻറ് സബ്സിഡിയോട് കൂടി തന്നെ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. പ്രത്യേകിച്ച് കേരള ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടി അനേർട്ട് വഴിയായിരുന്നു അന്നത്തെ പദ്ധതികളെല്ലാം ആരംഭിച്ചിരുന്നത്. ആദ്യമായിട്ട് ഇവിടെ നടപ്പിലാക്കുന്ന അനേർട്ടിൻ്റെ സബ്സിഡിയോട് കൂടി നടപ്പിലാക്കുന്നത് 1 കിലോവാട്ടിൻ്റെ സോളാർ ഓഫ് ഗ്രിഡ് പ്രൊജക്ട്സാണ്. ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം, ഏകദേശം 4 ബാറ്ററിയോളം വരുന്ന 1 കിലോവാട്ടിന് തന്നെ 4 പാനലൊക്കെ വെച്ചിട്ടുള്ള സിസ്റ്റംസ് കേരളത്തിലുണ്ടായിരുന്നു. അത് ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് ആയിരുന്നു അന്ന് പ്രൊമോട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അതിനകത്തും അന്ത്യോദയ വളരെ വൈഡായിട്ട് തന്നെ പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏതാണ്ട് 2015 മുതലാണ് നമുക്ക് ഓൺ ഗ്രിഡിൻ്റെ ഒരു വ്യാപനം വന്നു തുടങ്ങുന്നത്. ഓൺ ഗ്രിഡ് പ്രൊജക്ട്സിലോട്ട് വരുന്ന സമയത്ത് അന്ന് കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡി അടക്കം, അതായത് കേന്ദ്രത്തിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും 2 സബ്സിഡിയോട് കൂടിയാണ് അന്ന് പ്രൊജക്ട്സുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് കൂടുതലായിട്ടും സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എല്ലാം സബ്സിഡി കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് അന്ന് ഈ സോളാർ മേഖലയെ സപ്പോർട്ട് ചെയ്യുക എന്നൊരു വലിയ ദൗത്യം ഗവൺമെന്റുകൾ എടുത്തിരുന്നു. ഒരു വലിയൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു ഗവൺമെന്റ് അതിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ഒരു സോളാറിന്റെ ഇത് സോളാറിന്റെ ഒരു പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ദൗത്യം ഗവൺമെന്റ് നന്നായിട്ടൊന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടങ്ങളിൽ 2015 മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ ഒരു ആരംഭം, ഓൺ ഗ്രിഡിൻ്റെ ഒരു ആരംഭം ഏകദേശം ആ സമയത്താണ്. അപ്പോൾ അന്ന് മുതൽ അന്ത്യോദയയും ഓൾട്ടർനേറ്റ് എനർജി, നമ്മൾ എയ്ക്കോ സോളാർ എന്ന് പറയും, എയ്ക്കോയും ഇതിനോടൊപ്പം തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മെഗാവാട്ടിന് മുകളിൽ വർക്കുകൾ ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ റൂഫ് ടോപ്പ് സെഗ്മെൻറ്റിൽ മാത്രം. അതുകൂടാതെ നമുക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള പ്രൊജക്ട്സ് വേറെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങളെന്ന് പറഞ്ഞാൽ ലെവലിലാണ്. പിന്നെ ഓൺ ഗ്രിഡിനെ പറ്റി പറയുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ ഒരു ഊർജ്ജ സ്രോതസ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ് ഒരു പരിധി വരെ. കാരണം ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് മനുഷ്യൻ എത്തിയിട്ടുണ്ട്. എന്തിനും ഏതിനും ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു ഗതിയിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഇലക്ട്രിസിറ്റിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈവൻ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടുക്കള പോലും മൊത്തത്തിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ്. പണ്ട് ഗ്യാസ് അല്ലെങ്കിൽ വിറകടുപ്പിനെയൊക്കെ ആശ്രയിച്ചിരുന്നവർ ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രയർ, അങ്ങനെ തുടങ്ങി ഓവൻ, അങ്ങനെ തുടങ്ങി ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന ബേസിക് നീഡ് ഇലക്ട്രിസിറ്റി ആയിട്ട് മാറുന്നത്. ഇപ്പോൾ വെള്ളം, വസ്ത്രം, വായു എന്ന് പറയുന്ന പോലെ തന്നെ ഇലക്ട്രിസിറ്റിയും ഒരു മനുഷ്യൻ്റെ ബേസിക് ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ എനർജി ഏത് രീതിയിൽ, അതായത് നമുക്ക് കേരളത്തിൻ്റെ അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ഹൈഡ്രോ ഇലക്ട്രിക് പവറാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ ഈ വൈദ്യുതി ജനറേറ്റ് ചെയ്യപ്പെടുന്നത് ഫോസിൽ ഫ്യൂൽസ് യൂസ് ചെയ്തിട്ടാണ്. കോള് അല്ലെങ്കിൽ തെർമൽ എനർജി ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിൽ നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഫോസിൽ ഫ്യൂവൽസിൻ്റെ ബൈ പ്രൊഡക്റ്റ് പോലെ തന്നെയാണ്. പക്ഷേ നമുക്ക് അതിലും വലിയൊരു റിസോഴ്സാണ് സൺ എന്ന് പറയുന്നത്. ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് അത്രയും വലിയൊരു എനർജി തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ എങ്ങനെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള ഒരു മെസ്സേജാണ് നമ്മൾ സോളാറിൽ കൂടെ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ജോഗ്രഫി വെച്ചിട്ട് അല്ലെങ്കിൽ ഇത് ക്ലൈമറ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു സോഴ്സ് ഓഫ് എനർജി സോളാർ തന്നെയാണ്. നമുക്കിവിടെ റെയിനി സീസൺസ് ഉണ്ട്, എന്നിരുന്നാൽ പോലും നമുക്ക് സൺലൈറ്റ് വളരെ ഫ്രീ ഓഫ് കോസ്റ്റിൽ എല്ലാ സീസണിലും ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലെ എല്ലാ ഇലക്ട്രിസിറ്റി ഉപയോഗം അല്ലെങ്കിൽ എല്ലാ എനർജി നീഡ്സും ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലോട്ട് നമുക്ക് മാറ്റിക്കൊണ്ട് വരാൻ പറ്റും. അതിന് അതാത് കാലഘട്ടങ്ങളിൽ എല്ലാ ഗവൺമെൻറ്റുകളും സബ്സിഡൈസ്ഡ് പ്രോഗ്രാംസും സപ്പോർട്ടുകളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും
നമുക്ക് സബ്സിഡി പ്രോഗ്രാംസ് നിലവിലുണ്ട്. ഇപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ചർച്ച ആയിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് എനിക്ക് തോന്നുന്നത് PM സൂര്യഘർ എന്ന് പറയുന്ന പ്രൊജക്റ്റ്. അതിലെ ഒരു സക്സസ് എങ്ങനെയാണ് നമ്മുടെ ഈ അന്ത്യോദയയുടെ ഭാഗമായിട്ടുള്ള ഡിവിഷൻ ഏക്കോ അല്ലേ, ഓൾട്ടർനേറ്റ് എനർജി കോർപ്പറേഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു സക്സസ് റേറ്റ് എങ്ങനെയാണ് ജനങ്ങൾ ഇപ്പോൾ അതിനെ കാണുന്നത്? ഏത് രീതിയിലേക്കാണ് നമ്മളതിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? PM സൂര്യഘർ പദ്ധതി എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഏതാണ്ട് 1.5 കോടി വീടുകളിലോട്ട് സോളാർ എത്തിക്കുക, അല്ലെങ്കിൽ 1.5 കോടി വീടുകളുടെ പുറപ്പുറം ഒരു സ്വന്തമായി പവർ ജനറേറ്റ് ചെയ്യുന്ന ഒരു ജനറേറ്റിംഗ് സ്റ്റേഷനാക്കി മാറ്റുക എന്നുള്ള വളരെ വലിയൊരു ദൗത്യമാണ് പ്രധാനമന്ത്രി ഏറ്റെടുത്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് തന്നെ അന്ന് അദ്ദേഹം ഈ പ്രോഗ്രാം അനൗൺസ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് പറഞ്ഞിരുന്നു, ഗവൺമെൻറ് സബ്സിഡിയോട് കൂടി ഏകദേശം 2027 തന്നെ ഈ പദ്ധതി അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ടാർഗറ്റ് വെച്ചിട്ടാണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു നിലവിലെ സ്റ്റാറ്റസ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കേരളം എത്തി നിൽക്കുന്നത് 2ാമത്തെ പൊസിഷനിലാണ്. 28 സംസ്ഥാനങ്ങളിൽ 2ാമത്തെ പൊസിഷനിൽ കേരളം ഉണ്ട്. ഇതിൻ്റെ എന്താണ് ഏറ്റവും കൂടുതൽ പ്ലാന്റുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണോ? അതെ, അതായത് കംപ്ലീറ്റഡ് പ്രോജക്ട്സ്, നമ്പർ ഓഫ് പ്രോജക്ട്സിൻ്റെ എടുത്ത് നോക്കുന്ന സമയത്ത്, അതായത് കേരളത്തിൻ്റെ ഒരു പോപ്പുലേഷൻ നോക്കിയാൽ അറിയാം, മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പോപ്പുലേഷൻ കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ എന്നിരുന്നാൽ പോലും 2ാമത്തെ സ്ഥാനത്തോട്ട് എത്താൻ കേരളത്തിന് സാധിച്ചു. അത് കേരള ജനതയുടെ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഇതുപോലെ വരുന്ന ടെക്നോളജീസിന് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി, ഇതെല്ലാമാണ് നമ്മൾ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും കേരള ജനത എന്ന് പറയുന്നത് ഇതുപോലെയുള്ള അഡാപ്റ്റീവ് ടെക്നോളജീസ്, അല്ലെങ്കിൽ മാലിന്യ സംസ്കരണ, ഈ പറയുന്ന പോലെ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളെല്ലാം ഉപയോഗിക്കാനായിട്ട് അത്രമേൽ പ്രാപ്തരാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി നല്ല അറിവുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോജക്ട്സിലെല്ലാം നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രോജക്ട്സ് നമുക്ക് ചെയ്തെടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഈ സോളാറിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇപ്പം വീടുകളിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സബ്സിഡികളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഏക്കോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് എനർജി കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിന് എത്രത്തോളം മറ്റ് മേഖലകളിലേക്ക് ഈ സോളാറിൻ്റെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്? അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ വലിയ വലിയ പ്രൊജക്റ്റുകൾ, അതിനെപ്പറ്റിയുള്ള ഒരു തീർച്ചയായും ഞാനതിപ്പോൾ സാറിൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണ്. അതായത് എയ്ക്കോ ഈ പറയുന്ന മാതിരി സോളാർ മേഖലയിലോട്ട് വരുന്ന സമയത്ത് സാറ് പറഞ്ഞിരുന്നു, നമ്മുടെ അന്നത്തെ പർച്ചേസ് കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും കൂടിയ കോസ്റ്റാണ്. അന്ന് ഒരു സാധാരണക്കാരന് ഒരു വീട്ടിൽ സോളാർ വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് വരുന്ന ഒരു കാര്യമായിരുന്നു. അതായത് അന്നത്തെ ആൾക്കാരുടെ ചിന്താഗതിയിൽ ശ്രമിക്കുമ്പോൾ ഇത്രയും പൈസ മുടക്കി സോളാർ വയ്ക്കുന്നതിനേക്കാളും ഭേദം ആ പൈസ ബാങ്കിലിട്ട് കഴിഞ്ഞാൽ പലിശ കിട്ടുന്ന ഒരു കോൺസെപ്റ്റിലായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ അന്നത്തെ കാലത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ അന്നത്തെ ഗവൺമെൻറ്റുകൾ നൽകിയിരുന്ന സബ്സിഡി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മേഖല സോളാറിലോട്ട് കടന്നു വരുന്നത്. അന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി അടക്കം ഏകദേശം 50% കൂടുതൽ തുക സബ്സിഡി ആയിട്ട് തന്നെ ലഭിക്കുമായിരുന്നു. അന്ന് മുതൽ അന്ത്യോദയയും ഏക്കോയും സോളാറിലോട്ട് ഈ മേഖലയിൽ തന്നെ കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മേഖലയിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു സിംഗിൾ റൂഫ് ടോപ്പിൽ മാത്രം 500 കിലോവാട്ട് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വരെ ഏക്കോയ്ക്കുണ്ട്. റൂഫ് ടോപ്പിൽ, ഗ്രൗണ്ട് മൗണ്ടഡ് അല്ല, ഗ്രൗണ്ട് മൗണ്ടഡ് പ്രോജക്ട്സ് നമ്മൾ അതിലും വലിയ പ്രോജക്ട്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. റൂഫ് ടോപ്പിൽ, ഒരു സിംഗിൾ റൂഫ് ടോപ്പിൽ, മൾട്ടിപ്പിൾ അല്ല, സിംഗിൾ റൂഫ് ടോപ്പിൽ 500 കിലോവാട്ട് വരെ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഏക്കോയ്ക്കുണ്ട് ഇന്ന്. ഈ സോളാർ മേഖല അത് വിപുലമാണ്, അത് ഇനിയും ഭാവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയുമാണെന്നറിയാം. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 31 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഈ അനർട്ട് എന്ന് പറയുന്ന സ്ഥാപനം ശരിക്കും പറഞ്ഞാൽ അന്ത്യോദയെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹെൽപ്പ് ചെയ്യുക മീൻസ് അവരുടെ പ്രൊജക്റ്റുകൾ ഏറ്റെടുത്ത് നടത്തുന്നതിൽ അന്ത്യോദയ ഒരുപാട് സക്സസ് നടത്തിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഈ അനർട്ടിലേക്കൊക്കെ ഉണ്ടായ ഒരു എൻട്രി എങ്ങനെയായിരുന്നു? നല്ലൊരു ചോദ്യമാണത്. കാരണം കേരളത്തിലെ ഈ റിന്യൂവബിൾ എനർജി സോഴ്സിന് വേണ്ടി, അതിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് രൂപീകരിച്ചൊരു വിഭാഗമാണ് അനർട്ട്. അതിൻ്റെ ഒരു ഫുൾ ഫോം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജി. അതിനകത്ത് റൂറൽ ടെക്നോളജി എന്നുള്ള ഭാഗം പിന്നെ കാലത്ത് വലിയ കാര്യമായിട്ട് വന്നില്ല, പക്ഷേ ആദ്യ ഭാഗം വളരെ ശക്തമായിട്ട് വരികയും ചെയ്തു. ആദ്യകാലത്ത് അനർട്ട് അവരുടെ ഈ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് പുകയില്ലാത്ത അടുപ്പിലൂടെയാണ്. അതായത് അന്ന് അടുക്കളകൾ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നൊരു വലിയൊരു കാര്യമായിരുന്നു. അപ്പോൾ ഈ പുകയില്ലാത്ത അടുപ്പിൽ നിന്നാണ് അനർട്ടും തുടങ്ങുന്നത്. അനർട്ടിൻ്റെ ഒപ്പം അന്ന് അന്ത്യോദയുണ്ട്. അതിനുശേഷം കാലങ്ങൾ കടന്നു പോകുന്തോറും അവർ ഓരോ സെഗ്മെൻറ്റിലേക്ക്, വാട്ടർ ഹീറ്ററിലേക്ക് വന്നപ്പോൾ അന്ത്യോദയം ഉണ്ടായിരുന്നു, സോളാർ ഓഫ് ഗ്രിഡിലേക്ക് വന്നപ്പോൾ
അന്ത്യോദയ ഉണ്ടായിരുന്നു. സോളാർ ഓൺ ഗ്രിഡിലേക്ക് വന്നപ്പോൾ അന്ത്യോദയ ഉണ്ടായിരുന്നു. അപ്പോൾ അനർട്ടിൻ്റെ എപ്പോഴും ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റിംഗ് പാർട്ട്ണർ, ഒരു PIP ആയിട്ട് കാലങ്ങളായിട്ട് അന്ത്യോദയ ഉണ്ട്. അല്ലെങ്കിൽ പിന്നീട് അത് ഈ ഓൾട്ടർനേറ്റീവ് എനർജി കോർപ്പറേഷൻ ആയപ്പോഴും അതുണ്ട്. ഇതാണ് അനർട്ടുമായിട്ടുള്ള ആ ഒരു ബന്ധം ഈ മേഖലയിലെ പുതിയ അറിവുകളെ നമുക്ക് ലഭിക്കുന്നതിന് വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. അത് അനർട്ടിനോടുള്ളൊരു കടപ്പാടോടുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പണ്ട് അനർട്ടിനുണ്ടായിരുന്ന വലിയൊരു ഇതായിരുന്നു ലാൻഡേൺ എന്ന് പറയുന്ന ചെറിയ വിളക്കുകൾ. ഏതൊരു ചെറിയൊരു വീടിനും കറണ്ട് ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളിൽ, ആ സമയങ്ങളിൽ വൈദ്യുതി എന്ന് പറയുന്ന വലിയൊരു ബാലികേറാമലയാണ് എന്ന് ചിന്തിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുക, റൂറൽ ഏരിയയിലേക്ക് ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ലാൻഡേൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അന്നുണ്ടായിരുന്നു. അതിനെ എത്രത്തോളം അന്ത്യോദയ പ്രൊമോട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? വീണ്ടും നമ്മൾ സോളാറിൻ്റെ ആ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അന്ത്യോദയ സോളാറിനെ കുറിച്ച് ബോധവാന്മാരായിരുന്നു എങ്കിൽ അതിൻ്റെ നടപടി പ്രോജക്റ്റിലേക്ക് വരുന്നത് ആദ്യം നമ്മൾ വയ്ക്കുന്നത് ഒരു 300 ലിറ്റർ സോളാർ വാട്ടർ ഹീറ്റർ വെച്ചിട്ടാണ് സോളാർ വാട്ടർ ഹീറ്റർ മേഖലയിൽ വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ സോളാർ PV ഫോട്ടോവോൾട്ടിക് മേഖലയിൽ വരുന്നത് 2 പ്രോജക്റ്റുകളിലൂടെയാണ്. ഒന്ന് ഈ സോളാർ ലാൻറ്റേൺ റാന്തലുകളുടെ വിതരണം. അന്ന് അനർട്ട് വഴി വളരെ ശക്തമായിട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ അത് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഷൻ കാർഡുമായിട്ട് നമ്മൾ അനർട്ടിൻ്റെ ഓഫീസിൽ പോയി നമ്മൾ ബുക്ക് ചെയ്യണം. അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് വിളിക്കും, സെലക്റ്റഡ് ആയ ആളുകൾക്ക് കിട്ടുള്ളൂ, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് വേൾഡ് ബാങ്ക്, ലോക ബാങ്ക് ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. അതായത് ലാൻറ്റേൺ ലീസിൽ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം. അതൊരു ഇന്നൊവേറ്റീവ് ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു അത്. ആ സ്കീമിൻ്റെ കീഴിൽ ലാൻറ്റേൺസ് ആളുകൾക്ക് ഓൾമോസ്റ്റ് ഫ്രീ. പക്ഷേ ഈ ലാൻറ്റേൺ വാങ്ങുന്ന വ്യക്തി ഒരിക്കലും അതിൻ്റെ ഉടമസ്ഥനല്ല, പക്ഷേ അതിൻ്റെ ലീസിനെടുത്തിരിക്കുന്ന ഒരാളാണ്. ദാറ്റ് വാസ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അപ്രോച്ച്. പക്ഷേ ഉപയോഗിക്കുന്നവന് ലാൻറ്റേൺ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് വളരെ നമ്മൾ അന്ത്യോദയ ആ കാലഘട്ടത്തിൽ ഇതുമായി വളരെ ശക്തമായിട്ട് ഇടപെടാനായിട്ടുള്ളൊരു സാഹചര്യം നമുക്ക് കിട്ടി. അത് സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ നടപ്പാക്കിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയുമായിട്ട് നമുക്കൊരു ബന്ധം കിട്ടി. അങ്ങനെ അനർട്ട് ഒരു വർഷം 3000 പർട്ടിക്കുലർ ഒരു വർഷമാണ് ഞാൻ പറയുന്നത്. അനർട്ട് ഒരു വർഷം 3000 റാന്തലുകൾ വിതരണം ചെയ്തിരുന്നു. ആ വർഷം വേൾഡ് ബാങ്ക് ലീസ് പ്രോഗ്രാമിലൂടെ അന്ത്യോദയ 5000 ലാൻറ്റേൺസ് കേരളത്തിൽ വിതരണം ചെയ്തു എന്നുള്ളതാണ്. അത് വലിയൊരു കാൽവെപ്പായിരുന്നു. അത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആയിരുന്നു നമ്മൾ ആ കാലഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി, അവരുടെ ഫണ്ടിങ്ങോടുകൂടി കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി പ്രശ്നമുള്ള 2 മേഖല, ഒന്ന് വടക്കൻ മലബാർ മേഖലയാണ്, മറ്റൊന്ന് ഇടുക്കി ജില്ലയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ മലബാർ മേഖല വളരെ ശക്തമായിട്ട് പ്രശ്നത്തിലായിരുന്നു. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് സബ്സിഡിയോടുകൂടി കൊടുക്കാനായിട്ട് അനർട്ട് മാത്രമായിരുന്നു അന്ന് സബ്സിഡി വിതരണം ചെയ്യാനുള്ള അധികാരമുള്ളൂ. പക്ഷേ രണ്ടാമത് കേരള ഗവൺമെൻറ്റിൻ്റെ പാരലായിട്ട് സബ്സിഡി ജനങ്ങൾക്ക് കൊടുക്കാനുള്ള അധികാരത്തോടു കൂടി അന്ത്യോദയയ്ക്ക് അവിടെ ഒരു റിന്യൂവബിൾ എനർജി ഷോപ്പ് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചു. തലശ്ശേരിയിലാണ് നമ്മൾ സ്ഥാപിച്ചത്. അതിൽ നിന്നും നമ്മൾ സോളാർ ഹോം ലൈറ്റിംഗ് സിസ്റ്റം, സോളാർ ലാൻറ്റേൺസ്, സോളാർ വാട്ടർ ഹീറ്റർ, സോളാറിൻ്റെ ഗവൺമെൻറ് സബ്സിഡിയിലുള്ള എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ ആളുകൾക്ക് വിതരണം ചെയ്തിരുന്നു. അങ്ങനെ ഒരു ചരിത്രവും കൂടി ഇതിൻ്റെ പിറകിലുണ്ടെന്ന് ഞാൻ പറയുക. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രവർത്തനത്തെ കവച്ചു വയ്ക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാനായിട്ട് ആ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. അത് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒറ്റ വാക്കിൽ നമ്മൾ ക്രോഡീകരിക്കുകയാണെങ്കിൽ, മീൻസ് നമ്മൾ പറയുകയാണെങ്കിൽ, ഇതെല്ലാം എനർജിയെ നമ്മൾ എത്രത്തോളം, അതായത് പുനരുപയോഗിക്കാൻ സാധിക്കുന്ന എനർജിയെ നമ്മൾ എത്രത്തോളം പ്രൊമോട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതിലൂടെ ഈ ഒരു കൺസെപ്റ്റ് പറയുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഈ കാർബൺ എമിഷൻ എന്ന് പറയുന്ന വലിയൊരു ബൃഹത്തായിട്ടുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നതെന്ന്. കാരണം ലോകത്തിലിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ അന്തരീക്ഷ മലിനീകരണം, അതുപോലെ തന്നെ നമ്മുടെ ഓസോൺ പാളികളിലുള്ള വിള്ളലുകൾ. ഇവയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ മനുഷ്യർ ഉപയോഗിക്കുന്നതായിട്ടുള്ളതിൻ്റെ പ്രതിഫലനമാണ് ഇതെല്ലാം നമ്മളെ കാണിച്ചു തരുന്നത്. നേരത്തെ നമ്മുടെ ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ കാർബൺ ക്രെഡിറ്റിൻ്റെ പ്രോഗ്രാം എങ്ങനെയാണ് ഈ ഒരു അന്ത്യോദയയിലേക്ക് എത്തിപ്പെടാനും അതിൻ്റെ ഒരു വിതരണം, അതിൻ്റെ വലിയൊരു ശക്തമായ ഒരു പ്രചാരകരായി മാറാൻ സാധിച്ചത് എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അന്ത്യോദയയുടെ കാഴ്ചപ്പാടിൽ തന്നെ പ്രകൃതിയുണ്ട്. അപ്പോൾ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് കാർബൺ എമിഷൻ റിഡക്ഷൻ എന്നുള്ളൊരു സെഗ്മെൻറ്റാണ് നമ്മൾ ഊന്നൽ കൊടുത്തുകൊണ്ടിരുന്നത്. പാരമ്പര്യേതര ഊർജ്ജ വിതരണ മേഖലയിലേക്ക് അന്ത്യോദയ വരുന്നതിൻ്റെ ബേസിക് ഫിലോസഫി എന്ന് പറയുന്നത് ഹരിതഗ്രഹവാതകങ്ങളുടെ നിർഗമനം തടയുക എന്നുള്ളതാണ്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനൊരു ഇൻ്റർനാഷണൽ അന്തർദേശീയമായൊരു മുഖമുണ്ട് കാർബൺ എമിഷൻ റിഡക്ഷന്. ആരാണ് അന്തരീക്ഷത്തെ മലിനമാക്കുന്നത്? ഇതാണ് അടിസ്ഥാനപരമായ ചോദ്യം. ഇത് ലോകത്തിൻ്റെ മുമ്പിലുള്ള ചോദ്യമാണ്. ഈ ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടി ഉണ്ടായിരുന്നു. 1980കളുടെ അവസാനം 90കളുടെ ആരംഭത്തിൽ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അത് വികസിത രാജ്യങ്ങളാണ്, അവരുടെ ഇൻഡസ്ട്രിയലൈസേഷനും അവരുടെ അവിടെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് കൂടുതൽ ഹരിതഗ്രഹ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് തള്ളപ്പെടുന്നത്. പക്ഷേ മതിലുകൾ നമുക്ക് ഭൂമിയിലാണ് പണിയാൻ പറ്റുള്ളൂ, അന്തരീക്ഷത്തിൽ നമുക്ക് മതിൽ പണിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഹരിതഗ്രഹ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഇവർ പുറന്തള്ളുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഭൂഗോളത്തിൻ്റെ ഒരു ഘടപ്പ് നിങ്ങൾ ഓർക്കുക. അത് നോർത്ത്, നമ്മുടെ വികസിത രാജ്യങ്ങളൊക്കെ തന്നെ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഉത്തരാർത്ഥത്തിലാണുള്ളത്. ഉത്തരാർത്ഥത്തിൽ അതിൻ്റെ ഒരു ചരിത്രം തന്നെയുണ്ട്, പക്ഷേ ഞാൻ അതിനകത്തേക്ക് വരുന്നില്ല. അപ്പോൾ അവിടേക്ക് വരുമ്പോൾ അവിടെ നിന്നും വായുവിൻ്റെ ഒപ്പം ഈ മാലിന്യവും അല്ലെങ്കിൽ മലിനവായുവും ദക്ഷിണാർത്ഥത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ ദക്ഷിണാർത്ഥത്തിൽ എടുത്ത് നോക്കുക, കൂടുതൽ പാവപ്പെട്ട രാജ്യങ്ങൾ, വികസ്വര ഡെവലപ്പിംഗ് കൺട്രീസ്, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് എല്ലാം വരുന്നത് ദക്ഷിണ അർത്ഥത്തിലാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങൾ ഇതെല്ലാം തന്നെ. അപ്പോൾ അവിടെയുള്ള വികസിത രാജ്യങ്ങൾ അവരുടെ ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റികൾ വഴി അവർ സുഖമായി ജീവിക്കുമ്പോൾ അതിൻ്റെ പരിണതഫലം അനുഭവിക്കുന്നത് ഈ പാവപ്പെട്ട രാജ്യങ്ങളാണ്. ഇത് അന്തർദേശീയ തലത്തിൽ വളരെയേറെ മുറവിളി ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. 90കളുടെ ആരംഭത്തിൽ ഇത് ആരംഭിക്കുന്നു. ഇതിനൊരു പരിഹാരം വേണം എന്ന് പറഞ്ഞു, ഒരു ബാലൻസിങ് വേണം എന്നുള്ള ആവശ്യം ശക്തമാകുന്നു. ഐക്യരാഷ്ട്രസഭയിൽ ഇതിനെക്കുറിച്ച് കാര്യമായ ചർച്ചകൾ നടത്തുന്നു. അതിൻ്റെ ഫലമായിട്ട് 1996 ജപ്പാനിലെ ക്യോട്ടോ എന്ന് പറഞ്ഞ നഗരത്തിൽ വെച്ച് ഒരു പ്രോട്ടോക്കോൾ, അന്തർദേശീയമായ ഒരു പ്രോട്ടോക്കോൾ സൈൻ ചെയ്യപ്പെടുകയാണ്. 165 രാജ്യങ്ങളാണ് അന്ന് അതിനകത്ത് ഒപ്പുവെച്ചത്. എന്താണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ? അതായത് അത് 1996 2012 അന്ന് കണ്ടിരുന്നൊരു സമയം. 2012 കൂടി വികസിത രാജ്യങ്ങൾ അവരുടെ ഹരിതഗ്രഹ വാതകങ്ങളുടെ നിർഗമനം 20% കുറയ്ക്കണം. ഇതായിരുന്നു ഒരു ധാരണ. 20% കുറയ്ക്കണം. ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ 20% കുറയ്ക്കാൻ അവർക്ക് സാധിച്ചില്ലെങ്കിൽ അവർ ഹരിതഗ്രഹവാതകങ്ങൾ പുറന്തള്ളാത്ത ടെക്നോളജികൾക്കും ആക്ടിവിറ്റികൾക്കും പാവപ്പെട്ട രാജ്യങ്ങൾക്ക് കോമ്പൻസേഷൻ കൊടുക്കണം. ഇൻ ടേംസ് ഓഫ് മണി, പൈസ ആയിട്ട് തന്നെ അത് കൊടുക്കണം. ഇതായിരുന്നു ചർച്ച ചെയ്യപ്പെടുകയും UN തലത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ഇത് ആ ക്യോട്ടോ പ്രോട്ടോക്കോളിൽ ഇത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു രസകരമായൊരു കാഴ്ചപ്പാടാണ്. കാരണം അന്തരീക്ഷത്തിലേക്ക് മലിനമായ വായു പുറന്നു, അത് താഴത്തേക്ക് വരുന്നു, എന്തോരം വരുന്നു, എങ്ങനെ പോകുന്നു, എങ്ങനെ ഇത് വരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള പഠനങ്ങൾ അന്തർദേശീയ തലങ്ങളിൽ ശാസ്ത്രജ്ഞന്മാർ നടത്തുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു പ്രോട്ടോക്കോൾ, എങ്ങനെയാണ് കാർബൺ ഓഡിറ്റ് നടത്തേണ്ടത്, ഒരു കാർബൺ എമിഷൻ ഓഡിറ്റ് എങ്ങനെ നടത്തും, അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുകയും അതിന് കൃത്യമായ മറുപടികൾ ലഭിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വികസ്വര അവികസിത രാജ്യങ്ങളിൽ നടക്കുന്ന പല ആക്ടിവിറ്റികളും ഹരിതഗ്രഹവാതകങ്ങൾ പുറന്തള്ളാത്തതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈവൻ കൃഷിയിൽ തന്നെ അത്തരത്തിലുള്ള രീതികൾ നമ്മളുടെ ഭാഗത്തുണ്ട്, പാവപ്പെട്ടവരുടെ ഭാഗത്തുണ്ട്. പക്ഷേ ആദ്യമേ നമ്മളെടുക്കുന്ന ഒരു സംഭവം ബയോഗ്യാസ് പ്ലാന്റാണ്. ഈ ബയോഗ്യാസ് പ്ലാന്റിൽ എന്താണ് നടക്കുന്നത്? സാധാരണക്കാരൻ നമ്മുടെ അന്ത്യോദയമായിട്ട് ചേർന്ന് പോകുന്ന ഒരു സംഭവമാണ് ബയോഗ്യാസ് പ്ലാന്റ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കാർഷിക പശ്ചാത്തലത്തിൽ ധാരാളം ബയോഗ്യാസ് പ്ലാന്റുകൾ പണിതിരുന്നു. അപ്പോൾ ഈ ബയോഗ്യാസ് പ്ലാന്റുകളിൽ നടക്കുന്ന പ്രക്രിയ നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമുക്ക് ചാണകത്തെ തന്നെ എടുക്കാം. ഒരു കിലോഗ്രാം ചാണകം, ഒരു പശു ഇടുന്നത് ഒരു 10-20 കിലോ ചാണകം വരെ സ്റ്റാർഫെഡ് പശുക്കളിടും. ഇതവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ചാണകത്തിലുള്ള വാതകം, ഈ വാതകം അമോണിയ, നൈട്രജൻ എന്ന് പറയുന്നത് അമോണിയ വാതകമായിട്ട് അന്തരീക്ഷത്തിലേക്ക് തള്ളിക്കൊണ്ടേയിരിക്കും. അതൊരു ഹരിതഗ്രഹ വാതകമാണ്. അപ്പം നമ്മുടെ സാധാരണ വീട്ടിൽ എന്താ സംഭവിക്കുന്നത്? പശു ചാണകം ഇടുന്നു, നമ്മളത് വാരി ചാണകക്കുഴിയിലേക്ക് ഇടുന്നു. ചാണകക്കുഴിയിൽ ഒരു 3-4 മാസം അത് കിടക്കും. അവിടെ നിന്ന് അതൊന്നുമില്ലെങ്കിൽ വളമായിട്ട് നമ്മൾ കൃഷിസ്ഥലത്തേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ അത് വിറ്റ് കാശ് മേടിക്കും. പക്ഷേ ഈ 3-4 മാസങ്ങൾക്കുള്ളിൽ നല്ലൊരു ശതമാനം അമോണിയ അന്തരീക്ഷത്തിലേക്ക് പോയിട്ടുണ്ടാകും. അപ്പോൾ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉള്ള വീട്ടിൽ എന്താ സംഭവിക്കുന്നത്? പശു ചാണകം ഇടുന്നു, ചാണകക്കുഴിയിൽ ഇടുന്നതിന് പകരം നമ്മൾ ഈ ചാണകം എടുത്ത് ബയോഗ്യാസ് പ്ലാന്റിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുന്നത് അന്തരീക്ഷവായു വരാത്ത ഒരവസ്ഥയാണ് അതിനകത്തുള്ളത്.
പക്ഷേ അത് അന്തരീക്ഷ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഒരു തരം മെത്തനോജനിക് ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഈ ചാണകത്തിൽ പ്രവർത്തിച്ചാണ് മീഥെയ്ൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ദഹനമാണ് ലോകത്ത് നടക്കുന്നത്. ഒന്ന് അന്തരീക്ഷ വായുവിൻ്റെ സാന്നിധ്യത്തിൽ, ദാറ്റ് ഈസ് കോൾഡ് എയറോബിക് ഡൈജഷൻ. മറ്റൊന്ന് അന്തരീക്ഷ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ, ദാറ്റ് ഈസ് ആനറോബിക്. അപ്പോൾ ബയോഗ്യാസ് പ്ലാന്റിൽ ആനറോബിക് ഡൈജഷനാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു മലിനവാതകവും പുറത്തേക്ക് പോകുന്നില്ല. പുറത്തേക്ക് വരുന്നത് ഈ മീഥെയ്ൻ എന്ന് പറയുന്ന വീണ്ടും അതൊരു ഹരിതഗൃഹവാതകമാണ്. പക്ഷേ അത് പുറത്തേക്ക് വരുമ്പോഴെന്താണ്, അതിനെ നേരെ നമ്മൾ അടുക്കളയിൽ കൊണ്ടുപോയി കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ആക്ടിവിറ്റി വാസ് എലിജിബിൾ ഫോർ കാർബൺ ക്രെഡിറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും അമേരിക്കയിലുള്ള ചിക്കാഗോ ക്ലൈമറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നിട്ടുള്ള ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഹരിതഗൃഹവാതക നിർഗമന തോത് അളക്കുന്നതിനൊരു പ്രോട്ടോക്കോൾ ഡിസൈൻ ചെയ്ത് അങ്ങനെ നമ്മൾ ഈ കേരളത്തിൽ 25,000-ഓളം ബയോഗ്യാസ് പ്ലാന്റ് ഉടമകളെ 2006-07 കാലഘട്ടത്തിൽ സംഘടിപ്പിച്ച് 2-3 വർഷത്തെ പ്രോസസ്സാണ് ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റും അതിനകത്തേക്ക് വേണം. അങ്ങനെ കർഷകരെ സംഘടിപ്പിച്ച് അവരെ ബോധവൽക്കരിച്ച് അവരിൽ നിന്ന് സമ്മതപത്രങ്ങൾ എഴുതി വാങ്ങി അങ്ങനെ നടത്തിയൊരു പ്രോജക്റ്റാണ് കാർബൺ ക്രെഡിറ്റ്. അപ്പോൾ അവിടെ സംഭവിച്ചത്, ഈ അമേരിക്കൻ കമ്പനി ഒരു പ്രോട്ടോക്കോൾ ഡിസൈൻ ചെയ്യുകയും നമ്മളതിൻ്റെ ഡോക്യുമെൻറ്റേഷൻസ് എല്ലാം നടത്തി ഇൻ്റർനാഷണൽ വെരിഫയേഴ്സിനെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് നമ്മളുടെ ആക്ടിവിറ്റി വെരിഫൈ ചെയ്ത് അവരാണ് നമുക്ക് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് വിപണിയിൽ ഈ ക്രെഡിറ്റാണ് ഈ വികസിത രാജ്യങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നത്. അതായത് അവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ 20% ഹരിതഗൃഹവാതകങ്ങളുടെ നിർഗമനം അവർക്ക് കുറയ്ക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ അവികസിത അല്ലെങ്കിൽ വികസ്വര രാഷ്ട്രങ്ങളിലെ കാർബൺ ക്രെഡിറ്റുകൾ അവർക്ക് വാങ്ങി അവരുടെ രജിസ്ട്രിയിൽ അത് കോമ്പൻസേഷനായിട്ട് കാണിക്കാം. അത് ഒരു സ്ഥലത്ത് ഈ പറയുന്ന മലിനീകരണം നടക്കുന്ന അല്ലെങ്കിൽ ഹരിതവാതകങ്ങൾ പുറന്തള്ളുമ്പോൾ അതിനെ അവർക്ക് പരിഹരിക്കാനായിട്ട് ഇവിടുന്ന് നമ്മൾ കടം അല്ലെങ്കിൽ ഒരു കോമ്പൻസേഷൻ, അവർ കോമ്പൻസേറ്റ് ഇൻ ടേംസ് ഓഫ് മണി. അപ്പോൾ അതെങ്ങനെ വെറുതെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു അളവുകോലുണ്ട്, അതാണ് ഈ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇനി ക്രെഡിറ്റിനെ ഞാനധികം എക്സ്പ്ലെയിൻ ചെയ്തത്, അത് വലിയൊരു സംഭവമാണ്. അപ്പോൾ ഒരു ക്രെഡിറ്റ്സ് ആയിട്ടാണ് ഇത് വിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നുള്ളൊരു വാക്ക് വന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ 25,000 കർഷകരെ നമ്മൾ സംഘടിപ്പിച്ച ഏകദേശം 4 ലക്ഷം ക്രെഡിറ്റുകൾ നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടി. അത് ആ ക്രെഡിറ്റുകൾ നമ്മൾ ചിക്കാഗോ ക്ലൈമറ്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ സ്ഥാപനം, അവർക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. ആ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ നമ്മുടെ എന്താ പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെയാണ്. സോ ആളുകൾക്ക് നമ്മുടെ സംഗതി അതിനകത്ത് കാണാൻ പറ്റും. നമ്മളുടെ ഹിസ്റ്ററി അതിൻ്റെ പിറകിലുണ്ടാവും. ഈ ക്രെഡിറ്റ് എവിടെ നിന്ന് വരുന്നു, ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്നൊക്കെ ആളുകൾക്ക് കാണാൻ പറ്റും. സോ പീപ്പിൾ ആർ ദെയർ. സോ ഇറ്റ്സ് എൻ ഓൺലൈൻ തിങ്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൈസ് കോട്ട് ചെയ്യാം. അപ്പോൾ ആ പ്രൈസിന് വാങ്ങാവുന്നവൻ അത് വാങ്ങും. വാങ്ങിക്കഴിഞ്ഞാൽ 24 hours അതിൻ്റെ എമൗണ്ട് ഇൻ ടോഫ് US ഡോളേഴ്സായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റഡ് ആവും. അങ്ങനെയായിരുന്നു. അങ്ങനെ ക്രെഡിറ്റ് ചെയ്ത് നമ്മൾ ഈ 25,000 കർഷകർക്ക് ഏകദേശം 1000 മുതൽ 1500 രൂപ വരെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് കാർബൺ ക്രെഡിറ്റ് പദ്ധതിയുടെ ഒരു സംഭവം. പക്ഷേ അത് നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട്, അതാണ് അന്ത്യതയുടെ ഒരു പ്രത്യേകത, ഇന്ത്യയിൽ ആദ്യമായിട്ട് ബയോഗ്യാസ് പ്ലാന്റിലെ കാർബൺ ക്രെഡിറ്റ് സ്വരൂപിച്ച് ഒരു ആക്ടിവിറ്റിയായി അത് വിൽക്കുന്നത് വരെ ഓക്കെയാണ്. വിറ്റ് അതിൻ്റെ തുക കർഷകർക്ക് കൊടുത്ത ഒരു പ്രസ്ഥാനമായിരുന്നു അന്ത്യോദയ. അന്ന് 2008 വാൾ സ്ട്രീറ്റ് ജേണൽ വാസ് ഹിയർ. നമ്മളുടെ വാൾ സ്ട്രീറ്റ് ജേണൽ ഇവിടെ വന്ന് അന്ത്യോദയയിൽ വന്ന് അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നൊരു ചരിത്രം വരെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് IPCC തേരിയുടെ കീഴിലുള്ള IPCC, അതായത് UN-ൻ്റെ കീഴിലുള്ളൊരു ഇൻ്റർനാഷണൽ പ്രോട്ടോക്കോൾ ബോഡിയാണ്. അവരുടെ ഒരു അക്രഡിറ്റേഷൻ നമുക്ക് വന്നിരുന്നു. അവരുടെ പല സ്ഥലത്തും ഇതിനെക്കുറിച്ച് ടോക്കിന് വേണ്ടി പോയിരുന്നു. ഈവൻ അമേരിക്കയിൽ ചിക്കാഗോയിൽ തന്നെ നമ്മളുടെ ഈ പ്രോജക്റ്റ് പ്രസൻറ്റേഷൻ ഞാൻ പോയ ഒരു ചരിത്രമുണ്ട്. അങ്ങനെ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. ഇന്നിപ്പോൾ അതിൻ്റെ ചരിത്രത്തിലേക്ക് വേണമെങ്കിൽ പതുക്കെ വരാം. 2007 ലോകത്ത് റിസഷൻ വരുന്നു. അങ്ങനെ വികസിത രാജ്യങ്ങളിൽ സാമ്പത്തിക മാന്ദ്യം വരുന്നു. അവിടെ അരി മേടിക്കാൻ കാശില്ലാത്തപ്പോൾ ക്രെഡിറ്റ് മേടിക്കാൻ പറ്റില്ലല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ വരുന്നു. അങ്ങനെ 7 കഴിഞ്ഞ് 12 കഴിഞ്ഞപ്പോൾ ആ പ്രോട്ടോക്കോളിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു. കാലങ്ങൾ കഴിയുമ്പോൾ അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങൾ പ്രോട്ടോക്കോളിൽ നിന്ന് പിൻവാങ്ങുന്നു. ഇപ്പോൾ നിലവിൽ കാർബൺ ക്രെഡിറ്റിൻ്റെ ഒരു അവസരം എന്ന് പറയുന്നത് ഗവൺമെൻറ് തലത്തിൽ ഒബ്ലിഗേറ്ററി അല്ല അത്. ഇപ്പം നിങ്ങൾക്കറിയാം, ട്രംപ് ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ പ്രഖ്യാപിച്ചത് കാർബൺ ക്രെഡിറ്റ് അല്ലെങ്കിൽ കാർബൺ എമിഷനുമായിട്ട് അമേരിക്ക സഹകരിക്കുന്ന പ്രശ്നമില്ല. അതായത് നമ്മളുടെ ആദ്യത്തെ ഡിക്ലറേഷനുകളിൽ ഒന്ന്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഡള്ളായിപ്പോയി. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ നിൽക്കുന്നത് വോളണ്ടറി മാർക്കറ്റാണ്.
ഈ വോളണ്ടറി മാർക്കറ്റിലും ഒരു പരിധിവരെ അന്ത്യോദയ ആക്റ്റീവാണ്. നമ്മളുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, പക്ഷേ ക്രെഡിറ്റ് വാങ്ങാൻ ആളില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ആ കാർബൺ ക്രെഡിറ്റ് പദ്ധതിയുടെ ഒരു ഇവല്യൂഷൻ എന്ന് പറയുന്നത്. സോ വി വർ പൈനിയർ ഇൻ ദാറ്റ്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ആൾക്കാരധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വലിയൊരു ഒരു മേഖലയാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. ശരിയാണ്. ശരിക്കും പറഞ്ഞാൽ ആഗോളതലത്തിലുള്ള ഒരു കാര്യം കേരളത്തിൽ ഒരു നമ്മുടെ ഒരു NGO അതിനെ മുൻകൈ എടുത്തു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ മറ്റ് എല്ലാ സ്ഥലങ്ങളിലേക്കും, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലായിക്കോട്ടെ, രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഇത് എത്തപ്പെടേണ്ടതും ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതുമായ ഒരു കാര്യമായിരുന്നു. പക്ഷേ അത് പല കാരണത്താൽ അത് നടക്കാതെ പോയി എന്നുള്ളത് വളരെ ഒരു സങ്കടകരമായ ഒരു കാര്യമാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ കാര്യം പറയാം. അതായത് നമ്മൾ കേരളത്തിൽ മാത്രമല്ല, നമ്മൾ ആന്ധ്രാപ്രദേശിലെ ബയോഗ്യാസ് പ്ലാന്റ് ഉടമകളെ സംഘടിപ്പിച്ചിരുന്നു. പഞ്ചാബിൽ ഈ പദ്ധതി നമ്മൾ നടപ്പാക്കിയിരുന്നു. അങ്ങനെ വേറെ സംസ്ഥാനങ്ങളിലും നമ്മളത് നടപ്പാക്കുന്ന ഒരു പരിപാടി ഉണ്ടായി. ഓക്കെ, ഈ നമ്മളിപ്പം ഈ അന്ത്യോദയയുടെ ഒരു ഡിവിഷനായിട്ടാണല്ലോ എയ്ക്കോ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഫ്യൂച്ചർ, എന്താണ് എയ്ക്കോയെ പറ്റിയുള്ള ഒരു ദീർഘവീക്ഷണം എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അതിൻ്റെ ഒരു എന്താണ് ആ ഒരു അന്ത്യോദയക്ക് തന്നെ നമുക്കൊരു വീക്ഷണമുണ്ട്. അതായത് നമ്മൾ ഊന്നൽ കൊടുക്കുന്ന 3 സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വ്യാപിപ്പിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഈ പ്രവർത്തനം എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഒന്ന് ഇൻ ടേംസ് ഓഫ് മണി, മറ്റൊന്ന് ഇൻ ടേംസ് ഓഫ് അവെയർനെസ് ജനറേഷൻ. ജനങ്ങളെ വിപത്തിനെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്ന് പറയുന്നതും ഒരു വലിയൊരു സോഷ്യൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ അന്ത്യോദയ ആസ് ആൻ NGO അതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. രണ്ടാമത് ഓൾട്ടർനേറ്റീവ് എനർജി കോർപ്പറേഷൻ രൂപീകരിച്ചതിൻ്റെ പിറകിൽ ഒരു വലിയ തത്വശാസ്ത്രമുണ്ട്. നമ്മൾ സോളാർ മേഖലയ്ക്ക് വേണ്ടിയാണെങ്കിലും അന്ത്യോദയയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം സന്നദ്ധ സംഘടനകളുടെ ഒരു നിലനിൽപ്പ് സാധാരണ രീതിയിൽ ഏതെങ്കിലും 1-2 പ്രോജക്റ്റുകൾ എഴുതുക, ആ പ്രോജക്റ്റ് ഗവൺമെൻറ്റിലേക്കോ അല്ലെങ്കിൽ വിദേശ ഏജൻസികളിലേക്കോ കൊടുത്ത് അവരിൽ നിന്ന് കിട്ടുന്ന സഹായധനം കൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കുക, അതിനുശേഷം വേറൊരു പ്രോജക്റ്റ് എഴുതുക, അത് കൊടുക്കുക, ആ ഫണ്ട് ഉപയോഗിക്കുക. അങ്ങനെയായിരുന്നു ഇന്ത്യയിൽ പൊതുവേ NGO പ്രസ്ഥാനം നിലനിന്നിരുന്നത്. ഇപ്പോഴും ഒരു പരിധിവരെ അങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷേ അന്ത്യോദയ അതിൽ വളരെ വിഭിന്നമായിരുന്നു. ആദ്യത്തെ 2-3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ബോർഡിലൊരു ചർച്ച വന്നു. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു ഡിപ്പെൻഡൻ്റ് ആയിരിക്കരുത്, എക്സ്റ്റേണൽ ഏജൻസി ഡിപ്പെൻഡൻ്റ് ആയിരിക്കരുത്. നമുക്ക് തന്നെ എന്തുകൊണ്ട് ഒരു ഇൻകം ജനറേഷൻ, നമുക്ക് തന്നെ സ്വയം ഒരു ഇൻകം ഉണ്ടാക്കുന്ന ആക്ടിവിറ്റിയെക്കുറിച്ച് ചിന്തിച്ചുകൂടാ. അതിൻ്റെ കൂടി ആ ചിന്തയുടെ കൂടി ഒരു പരിണിത ഫലമാണ് ഓൾട്ടർനേറ്റീവ് എനർജി കോർപ്പറേഷൻ്റെ രൂപീകരണം. കാലഘട്ടത്തിനനുസരിച്ച് സൗരോർജ്ജ പ്രൊജക്റ്റ് വരുന്നു. സോ ഇറ്റ് ഈസ് എ 100% കമേഴ്ഷ്യൽ ആക്ടിവിറ്റി, 100%. അപ്പോൾ അത് അവിടെ നടക്കുന്നത് കച്ചവടമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു രസകരമായ അനുഭവം എന്ന് പറയുന്നത്, ബയോഗ്യാസ് പ്ലാന്റുകളുടെ വ്യാപനം നടക്കുന്ന സമയത്ത് നമുക്ക് ഗ്ലോബൽ എൻവയൺമെൻറ്റ് ഫണ്ട്, ജെഫ് എന്ന് പറയുന്നിട്ടുള്ള ഒരു ഗ്ലോബൽ ഫണ്ടിങ് ഏജൻസിയുടെ ഒരു സഹായത്തോടു കൂടി നമ്മളൊരു 500ഓളം ബയോഗ്യാസ് പ്ലാന്റുകൾ ചെയ്തിരുന്നു. നമ്മുടെ കേരളത്തിൽ സുലഭമായിട്ടുള്ള റബ്ബർ ലാറ്റക്സ് വേസ്റ്റ് വാട്ടർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ജെഫിൻ്റെ CEO ഒരു ലേഡി അടക്കം ഇവിടെ ടീം വരുന്നു, നമ്മൾ അന്ത്യോദയയിൽ വരുന്നു, ചർച്ചകൾ നടത്തുന്നു, നമ്മളുടെ ആക്ടിവിറ്റി ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ പറയുന്നു. അപ്പോൾ നമ്മൾ ഈ ഫിലോസഫി അവരോട് പറഞ്ഞു. അതായത് അന്ത്യോദയ എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡൻറ്റ് ഓർഗനൈസേഷനല്ല. പ്രോജക്റ്റുകൾ വരാണെങ്കിൽ വി ടേക്ക് ആൻഡ് വി ഇംപ്ലിമെൻറ്റ്, അതർവൈസ് വി ജനറേറ്റ് അവർ ഓൺ മണി. ആൻഡ് ഷി വാസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ്. എങ്ങനെയാണ് നിങ്ങൾ ഈ പരിപാടി നടപ്പാക്കുന്നത്? അപ്പോഴാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്, ഞങ്ങളുടെ ഒരു ഡിവിഷൻ ടോട്ടലി കമേഴ്ഷ്യലൈസ്ഡ് ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സ്റ്റാഫിന് സാലറി കൊടുക്കാൻ വേറെ പ്രൊജക്റ്റിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. കാരണം വി ഹാവ് അവർ മണി. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അതുകൊണ്ട് ഇന്നൊവേഷൻസിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ കയ്യിൽ സീഡ് മണി ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഷി വാസ് വെരി മച്ച് ഇംപ്രസ്ഡ്. അപ്പോൾ അന്ന് ജെഫ് ഇന്ത്യയിലെ ഏകദേശം 102ഓളം NGOസുമായിട്ട് ചേർന്നാണ് ഈ വിവിധ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരെല്ലാവരും ജെഫിലേക്ക് പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്, നടപ്പാക്കുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ പുള്ളിയാർജി പറഞ്ഞു, താങ്കൾ ഇന്ത്യയിലുള്ള എല്ലാ ഈ 102 NGOസിനെയും നിങ്ങൾ പോയി കൺസെപ്റ്റ്, ഈ ഫിലോസഫി അവരെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ, മുംബൈ, ഡൽഹി 3 സ്ഥലങ്ങളിലും അവർ ഈ NGOസിനെ വിളിച്ചു കൂട്ടി ഞാൻ അവരെ ഈ ഫിലോസഫി പഠിപ്പിച്ചിട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ എയ്ക്കോയുടെ ഒരു ഫ്യൂച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രൂപീകരണത്തിൻ്റെ ലക്ഷ്യം തന്നെ സെൽഫ് റിലയൻസ് ആണ്, സ്വാശ്രയം.
നമ്മൾ സൗരോർജ്ജ മേഖലയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മളിപ്പോൾ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ പോകുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പതുക്കെ സ്പ്രെഡ് ചെയ്ത് ഇപ്പോൾ ഒരു 10 കോടിയിലധികം ടേൺ ഓവറുള്ള ഓൾട്ടർനേറ്റീവ് എനർജി കോർപ്പറേഷൻ ഒരു 400-500 കോടിയിലേക്ക് വളരുക, കമേഴ്ഷ്യൽ ടേംസിലേക്കാണ് നമ്മൾ പറയുന്നത്. അത്തരത്തിലേക്ക് വളരുക എന്നുള്ളൊരു ചിന്ത കമേഴ്ഷ്യൽ ടൈമിൽ നമ്മളുണ്ട്. കൂടാതെ നമ്മൾ ഓരോ സൗരോർജ്ജ പദ്ധതി ചെയ്യുമ്പോഴും നമ്മൾ ഈ ലോകത്തിലേക്ക് വലിയൊരു ചാരിറ്റി ചെയ്യുന്നുണ്ട്. ഞാനത് വീടുകളിൽ പോയി സ്ഥാപിക്കുമ്പോൾ വീട്ടുകാരോട് പറയും, നിങ്ങൾ 3 കിലോ വാട്ട് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ചു, നിങ്ങളുടെ ലക്ഷ്യം കാശ് ലാഭമാണ്. പക്ഷെ നിങ്ങൾ ഈ ലോകത്തിന് ചെയ്യുന്ന ഒരു വലിയ ചാരിറ്റി ഉണ്ട്. അതായത് 1 കിലോ വാട്ട് സോളാർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏതാണ്ട് ഒരു വർഷം 1.5 മെട്രിക് ടൺ ഹരിതഗ്രഹവാതകങ്ങളുടെ നിർഗമനം തടയുന്നതിന് തുല്യമാണത്. എന്ന് പറയുമ്പോൾ ഒരു 3 കിലോ വാട്ട് സ്ഥാപിക്കുമ്പോൾ ഏകദേശം ഒരു 4 മെട്രിക് ടൺ, ലെറ്റസ് അറൗണ്ട് 4 മെട്രിക് ടൺ ഹരിതഗ്രഹവാതകങ്ങളുടെ നിർഗമനം ആ വീട്ടുകാർ തടയുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് എ സോഷ്യൽ ചാരിറ്റി ആൻഡ് ഇൻ്റർനാഷണൽ ചാരിറ്റി. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അഭിമാനിക്കാം എന്ന് ഞാൻ പറയും. അപ്പോൾ നമ്മൾ പദ്ധതി വ്യാപിപ്പിക്കുമ്പോൾ ഈ ലോകത്തിന്, ഈ പ്രകൃതിയോട് നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് ഒറിജിനലി ടു ദ എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ ടു ദ നേച്ചർ. അപ്പം മദർ നേച്ചർ അല്ലെങ്കിൽ അമ്മ പ്രകൃതിയോട് നമ്മൾ വലിയൊരു നമ്മുടെ കടപ്പാട് പൂർത്തീകരിക്കൽ കൂടിയാണ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് യു മേക്ക് മണി, ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഒരു കടപ്പാട് കൂടി പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് അന്ത്യോദയയ്ക്കുണ്ട്. അതിൻ്റെ സന്തതിയായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് എനർജി കോർപ്പറേഷനും അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ഏക്കോയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പറഞ്ഞു. എൻജിനീയറിംഗ് സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ശക്തമാണ് നമ്മുടെ ഒരു എൻജിനീയറിംഗ് സൈഡ്? നമ്മുടെ മാത്രമല്ല, ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഈ റിന്യൂവബിൾ എനർജി സെക്ടർ. നമ്മളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ത്യോദയ ഈ മേഖലയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാനലിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പാനൽ കപ്പാസിറ്റി 100 വാട്ട്സ്, 75 വാട്ട്സ്, 100 വാട്ട്സ് ഒക്കെയാണ്. അതായത് ഒരു കിലോ വാട്ട് തന്നെ സ്ഥാപിക്കണമെങ്കിൽ 10ഓളം പാനലുകൾ വയ്ക്കണം. അത്രയും ഏരിയ റിക്വയർമെൻ്റ് ഒക്കെയാണ്. ഇന്നിപ്പോൾ അത് വന്നിട്ട് ഉടനെ തന്നെ ഒരു കിലോ വാട്ട് ഒരു സിംഗിൾ പാനലിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം തന്നെ 3-4 ടൈപ്പ് ഓഫ് ടെക്നോളജിയാണ് സോളാർ പാനലിൻ്റെ രീതിയിലോട്ട് വരുന്നത്. ഇൻവെർട്ടറിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയകാല ഇൻവെർട്ടറുകളിൽ നിന്നാൽ മാറി മൈക്രോ ഇൻവെർട്ടേഴ്സ്, ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ടെക്നോളജി വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. ഈ തരത്തിലുള്ള ഏത് ടെക്നോളജിയും അഡാപ്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കൽ ടീം തന്നെ ഇപ്പോൾ എയ്ക്കോയ്ക്കുണ്ട്. അപ്പോൾ ഏത് രീതിയിലുള്ള ഒരു പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യാനും, അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റിനെ എടുക്കുന്ന സമയത്ത് ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു സക്സസ്ഫുൾ കംപ്ലീഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡിസൈനിങ് പാർട്ടിലാണ് വരുന്നത്. അതിൻ്റെ ഒരു രൂപീകരണമാണ്. അതായത് പല പാരാമീറ്റേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. ഒരു ഇലക്ട്രിക്കൽ കൺസംഷൻ മാത്രമല്ല വരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ പ്ലാന്റ് വയ്ക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു റൂഫ് ടോപ്പിലാണ്. മിക്കവാറും ഇപ്പോൾ PM സൂര്യഘർ പോലെയുള്ള സ്കീമെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത് റൂഫ് ടോപ്പ് സോളാറിനെയാണ്. അപ്പോൾ റൂഫ് ടോപ്പ് എന്ന് പറയുന്നത് നമ്മൾ അത്രമേൽ ഒരു വീട്ടുകാരനെ സംബന്ധിച്ച് ഒരു വീട് പണിയുമ്പോൾ അത്രയും കോൺസെപ്റ്റീവായിട്ടായിരിക്കും ഒരു വീട് പണിതിട്ടുള്ളത്. അതിൻ്റെ എസ്തെറ്റിക്സ്, അതുപോലെ അതിൻ്റെ റൂഫ് ടോപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യുന്നത് കൊണ്ട് അതിന് ഒരു കേടുപാടുകൾ സംഭവിക്കരുത്, അല്ലെങ്കിൽ ഭംഗിക്ക് ഒരു മാറ്റം വരരുത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നത് ഒരു ഡിസൈനിങ് പാർട്ടിലാണ്. പിന്നെ ഇതിനെ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാം, ആൾക്ക് എത്രമാത്രം ഉപയോഗമുണ്ട് എന്നത് വിലയിരുത്തി അതിനെത്ര പ്ലാന്റ് കപ്പാസിറ്റി വേണം, ഇതിനെ ഒരു എക്കണോമിക്കലായിട്ട് എങ്ങനെ നമുക്കൊരു ഡിസൈൻ ചെയ്യാം, അതിന് ഏത് ടൈപ്പ് ഓഫ് ടെക്നോളജി അഡാപ്റ്റ് ചെയ്യണം, ഇതെല്ലാം ഒരു ഡിസൈനിങ് പാർട്ടിൽ വരുന്ന കാര്യമാണ്. ഇതെല്ലാം ഡിസൈൻ ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റിയ ഒരു ടീം നമുക്കിപ്പോൾ എയ്ക്കോയിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചിലർക്ക് അറിവുണ്ടാവാം, ചിലർക്ക് ഒട്ടും അറിവില്ലാത്തവരായിരിക്കാം. അപ്പം അവർക്ക് അറിവ് പകർന്നു കൊടുത്ത് ഇത് എത്രത്തോളം ആ ആൾക്ക് ലാഭകരമാക്കി മാറ്റാം എന്നതിനെ പറ്റിയുള്ളൊരു അറിവ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ആ ഒരു ടീം തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു വീട്ടുകാരനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇത്ര രൂപ കറണ്ട് ബില്ല് വരുന്നുണ്ട്, ഇത് മാത്രമാണ് ആളെ കൊണ്ട് പറയാൻ സാധിക്കുക. അപ്പോൾ കൂടുതൽ ഇൻപുട്ടുകൾ കൊടുക്കേണ്ട ബാധ്യത അല്ലെങ്കിൽ എന്ന് പറയുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെണ്ടറുടെ അല്ലെങ്കിൽ അവർ സൂചിപ്പിക്കുന്ന ഏജൻസിയുടെ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ അത്രമേൽ പ്രാധാന്യത്തിൽ നമ്മളത് ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ
ഗവൺമെൻറ് സബ്സിഡി ഉണ്ട്. അത് കൂടാതെ തന്നെ ഇപ്പോൾ ലോൺ സ്കീംസ് നാഷണലൈസ്ഡ് ബാങ്കുകളിലടക്കം നമ്മുടെ ഹോം ലോണിനേക്കാളും താഴെ ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഇപ്പോൾ സോളാറിന് വേണ്ടിയിട്ട് ലോണെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അത് അത്രമേൽ പ്രാബല്യത്തിലുണ്ട് ഇപ്പോൾ സോളാർ. അപ്പോൾ അതുപോലെ തന്നെ കമ്പനികളും ഈ മേഖലയിലോട്ട് കടന്നു വന്നിട്ടുണ്ട്, പുതിയ പുതിയ കമ്പനികളും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഓരോരോ പ്രാക്ടീസിലൂടെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു സക്സസ്ഫുൾ കംപ്ലീഷനിലേക്ക് വരുള്ളൂ. അതായത് ഇതിൻ്റെ ടെക്നോളജി അഡാപ്ഷൻ, ഇങ്ങനെ ഒരു ഡിസൈൻ, ഇതിനെല്ലാം പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കണം ഒരു സോളാർ കമ്പനി ഒരു സോളാർ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് അവരുടെ പാരമ്പര്യം എന്താണെന്നുള്ളത് ഒരു കസ്റ്റമർ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. അവരുടെ എക്സ്പീരിയൻസ് എന്താണ്, ടീം സ്ട്രെങ്ത് എന്താണ്, എത്ര പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം വിലയിരുത്തിയിട്ടാവണം ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഒരു സോളാർ സ്ഥാപിക്കുമ്പോൾ ഒരു വെണ്ടർ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഒരു പ്രധാന ഘടകമാണ്. അത് അത്രമേൽ പ്രാധാന്യത്തിൽ എയ്ക്കോയിൽ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. നമ്മളുടെ അടുത്ത് വരുന്ന ഒരു കസ്റ്റമർക്ക് 100% തൃപ്തി വരുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ പ്രൊജക്റ്റുകൾ ചെയ്തത്. ഒരു എക്സ്പീരിയൻസ് ഇതിൻ്റെ പുറകിൽ വേണം. അതായത് ഒരു കസ്റ്റമറെ അവരുടെ ഈ സോളാറിൻ്റെ ലൈഫ് ടൈം പൂർത്തീകരിക്കാൻ പാകത്തിനുള്ള കപ്പാസിറ്റി ഉള്ള സ്ഥാപനങ്ങളായിരിക്കണം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. നമുക്കൊരു മെഗാവാട്ട് സ്കെയിലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ ഈക്കോ. അതായത് നമ്മൾ ഒരു സിംഗിൾ പ്രൊജക്റ്റ് പോലും മെഗാവാട്ട് സ്കെയിലിലേക്ക് പോകാനുള്ള ഒരു വളരെയധികം കുതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ വളരെ കാഷ്വലായിട്ടൊരു ചോദ്യമാണ്. എൻ്റെ വീട്ടിലൊരു സോളാർ വെക്കുകയാണ്. എൻ്റെ വീട്ടിലൊരു സോളാർ വെച്ചു. എനിക്കിത് എപ്പം മുതലാക്കി എടുക്കാൻ പറ്റും? അത് എനിക്കിത് മുതലാക്കാൻ സാധിക്കും? അത് ടെക്നിക്കൽ സൈഡിലാണെങ്കിലും പീറ്റർ സാറാണെങ്കിലും അതിനെക്കുറിച്ച് സംസാരിച്ചാൽ മതി. എനിക്ക് എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണല്ലോ. ഞാൻ ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഒന്നെങ്കിൽ ഞാൻ ലോൺ എടുത്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിലിരുന്നൊരു തുക എടുത്തിട്ടുണ്ട്. ഞാൻ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ നിന്നൊരു റിട്ടേൺ അല്ലെങ്കിൽ എനിക്ക് അതിനൊരു മെച്ചം കിട്ടുക എന്നുള്ളൊരു കാര്യം സാധാരണക്കാർക്ക് ഉള്ള ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഒരു സംശയമായിരിക്കും. അതിന് എന്താണൊരു മറുപടി? തീർച്ചയായും. അതായത് നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് നമ്മൾ കപ്പാസിറ്റി സജസ്റ്റ് ചെയ്യുന്നത് ഒരു 3 കിലോവാട്ടാണ്. അതായത് ഒരു സാധാരണക്കാരൻ്റെ ഒരു വീട് ഒരു 2500-3000 രൂപ 2 മാസത്തെ കറണ്ട് ബില്ല് വരുന്ന ഒരു വീട്ടിലോട്ടൊക്കെ ആണെങ്കിൽ നമ്മളൊരു 3 കിലോവാട്ടൊക്കെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 2 ലക്ഷം രൂപയാണ്. 2 ലക്ഷം രൂപയിൽ 78,000 രൂപ ഗവൺമെൻറ് സബ്സിഡി തന്നെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1,30,000 അല്ലെങ്കിൽ 35,000 രൂപയോളം മാത്രമാണ് ആളുടെ കയ്യിൽ നിന്നും ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇത് നമ്മളൊരു ബാങ്ക് ലോണിൻ്റെ സപ്പോർട്ടോടുകൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ പറയുന്ന ഒരു മാസ അടവെന്ന് പറയുന്നത് ഈ കറണ്ട് ബില്ലിന് തുല്യമായിട്ടുള്ളൊരു എമൗണ്ടാണ്. ഇപ്പോഴത്തെ കറണ്ട് ബില്ലെന്ന് നമുക്ക് വിളിക്കാം. അതായത് ഒരു 1,500 രൂപ അല്ലെങ്കിൽ ഒരു 2,000 രൂപ മാത്രമൊക്കെയാണ് ഒരു EMI ആയിട്ട് വരുന്നത്. അതായത് കറണ്ട് ബില്ല് KCBയിലേക്ക് അടക്കേണ്ടതിന് പകരം ബാങ്കിലേക്ക് അടച്ചാൽ ഈ ഒരു പ്ലാന്റ് നമുക്ക് പൈസ ചിലവില്ലാതെ തന്നെ നമ്മുടെ വീട്ടിലിരിക്കുകയാണ്. ഇനി കറണ്ട് ബില്ലിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം തന്നെ ഏകദേശം 10% വർധനവ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും പ്രതിവർഷം വർധനവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ 3,000 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അടുത്ത വർഷം അത് ചിലപ്പോൾ ഒരു 5,000 രൂപയായിട്ടൊക്കെ കൂടും. അപ്പോൾ തന്നെ നമുക്ക് അവിടെ 2,000 രൂപ ലാഭിച്ചു. കാരണം EMIയിൽ മാറ്റം വരുന്നില്ല. അപ്പോൾ ഒരു വർഷം കൊണ്ട് തന്നെ ഒരു 2,000 രൂപ ഞാൻ സേവ് ചെയ്തു. ഇനി ഈ ഇലക്ട്രിസിറ്റി കൺസംഷൻ്റെ കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു 4 വർഷം 5 വർഷം കൊണ്ട് ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രേക്ക് ഈവൺ ആയിട്ടുണ്ട്. ഈ 2,000 രൂപ മാസം അടച്ചുകൊണ്ട് ഒരു 4 വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടോ ഈ പ്ലാൻ എൻ്റെ പേരിൽ സ്വന്തമായിട്ട് വന്നു. അപ്പം പറഞ്ഞു വരുന്നത്, അപ്പം നമ്മളിപ്പം ഒരു ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു 4 അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് നമുക്ക് ബ്രേക്ക് ഈവൺ ആണ്. ബാക്കി വരുന്ന ഒരു 10-20 വർഷം നമുക്ക്, അതായത് നമുക്ക് ഇപ്പോഴത്തെ സോളാർ പാനലുകളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 30 വർഷം വാറണ്ടി ഉള്ള സോളാർ പാനലുകളാണ് നമ്മൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. 40 വർഷത്തോളം അതിന് ലൈഫുണ്ട്. അപ്പോൾ ബാക്കിയുള്ള അത്രയും വർഷം, അതായത് ഒരു 30 വർഷം നമ്മൾ കൺസിഡർ ചെയ്താൽ പിന്നീടുള്ള ഒരു 20-25 വർഷം നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റിയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ബേസിൽ പറഞ്ഞതിനോട് ചേർന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മൾ ഈ സെഗ്മെൻ്റ് എടുക്കുമ്പോൾ നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുന്ന ആളുകളെ നമുക്ക് 3 കാറ്റഗറിയിൽ വേണമെങ്കിൽ നമുക്ക് തിരിക്കാൻ പറ്റും. ഒന്ന് നമ്മുടെ ഡൊമസ്റ്റിക്, മറ്റൊന്ന് നമ്മുടെ ഇൻഡസ്ട്രീസ്, മറ്റൊന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇതിനകത്ത് 3 താരിഫാണ് നമുക്കുള്ളത്. ഇപ്പോൾ ഇവിടെ വീട്ടിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ താരിഫ് 3,400 രൂപയാണ്. പക്ഷേ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ അത് ചിലപ്പോൾ 6-6.5-7 അടുത്തേക്ക് വരും. അതേസമയം ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ വരുമ്പോൾ 10-10.5 രൂപയിലേക്ക് വരും. അപ്പോൾ ഇവിടെ സബ്സിഡിയിൽ ഉപയോഗിക്കുന്ന തീർച്ചയായിട്ടും അതിന് ചില പാനൽ നിബന്ധനകളുണ്ട്. അതായത് നിങ്ങൾക്കറിയാം NDA ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ മേഖലയിൽ ശക്തമായ കുതിപ്പുണ്ടായിട്ടുണ്ട്. അതില്ലാന്ന് നമുക്ക് നെഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് പറയുന്നൊരു കാര്യം, സബ്സിഡി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സോളാർ പാനലിൽ ഉപയോഗിക്കുന്ന സെല്ലുകൾ ഇന്ത്യയിൽ നിർമ്മിച്ചവയായിരിക്കണം. ഇന്ത്യയിൽ നിർമ്മിച്ചവയാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തിരി കാശ് കൂടും.
ആ സമയം നിങ്ങൾക്ക് സബ്സിഡി വേണ്ട എന്നുണ്ടെങ്കിൽ ആ സോളാർ പാനലിൽ ഉപയോഗിക്കുന്ന സെല്ലുകൾ ഇമ്പോർട്ട് ചെയ്തത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന സെല്ലുകൾക്ക് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന സെല്ലിനേക്കാൾ വില കുറവാണ്. അപ്പോൾ ഇൻഡസ്ട്രികൾക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് വരണ സമയത്ത് അവർക്ക് സബ്സിഡി ലഭ്യമല്ല. ഗാർഹിക മേഖലയിൽ മാത്രമേ ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കൊരു 5-6 വർഷം കൊണ്ട് നമുക്ക് ബ്രേക്ക് ഈവൻ ആവുന്നുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം സബ്സിഡി ഇല്ലെങ്കിലും പാനലിൻ്റെ വിലയിൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സബ്സിഡി കിട്ടിയില്ലെങ്കിലും സബ്സിഡിക്ക് തുല്യമായ രീതിയിൽ എത്തുന്ന രീതിയിൽ പാനലുകൾ ലഭ്യമാവും. അതുകൊണ്ടാണ് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെഗ്മെൻറ്റ് വളരെ ഫാസ്റ്റായിട്ട് പോകുന്നത്. പ്രൈവറ്റ് വിതൗട്ട് സബ്സിഡി സെക്ടറും വളരെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിലുള്ളൊരു അപ്രോച്ച് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാനത് അതിൻ്റെ കൂടെ ആഡ് ചെയ്തു എന്ന് പറയുകയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആശുപത്രി എടുക്കുക. നമ്മളൊരു ആശുപത്രി ഒരു ധർമ്മസ്ഥാപനമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ അത് KSEBയുടെ കാഴ്ചപ്പാടിൽ അതൊരു കമേഴ്ഷ്യൽ എൻറ്റിറ്റിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമേഴ്ഷ്യൽ താരിഫാണ് അവർക്കുള്ളത്. 9 രൂപ 50 പൈസ മുതൽ 10 രൂപ 50 പൈസ വരെയാണ് ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് ഒരു ആശുപത്രി കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു 10 ലക്ഷം രൂപയുടെ ഒരു സോളാർ പവർ പ്ലാന്റ് വെച്ചു എന്ന് വിചാരിക്കുക. അവരുടെ ഒരു മാസത്തെ വൈദ്യുതി ചെലവെന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണെന്നും വിചാരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 10 ലക്ഷം 1 ലക്ഷം 10 മാസം കൊണ്ട് ബ്രേക്ക് ഈവനായി. അതാണ് അതിൻ്റെ കപ്പാസിറ്റി കൂടുമ്പോൾ അതിൻ്റെ കോസ്റ്റുകൾ മാറും. അപ്പോൾ എങ്കിലും കമേഴ്ഷ്യൽ എൻറ്റിറ്റികൾക്ക് ഒരു 3-3.5 വർഷത്തിനുള്ളിൽ മുടക്കുമുതൽ അവർക്ക് വന്നു. ബാക്കിയുള്ള വർഷങ്ങൾ മുഴുവൻ ഇറ്റ് ഈസ് ഫ്രീ എനർജി ഫോർ ദം. അപ്പോൾ അത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ ബോധവൽക്കരണമൊന്നും ആവശ്യമില്ല. ആളുകൾ വെൽ സ്റ്റഡീഡാണ്. അത് നമ്മുടെ എഡ്യൂക്കേഷൻ തലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെപ്പോഴും നോക്കുന്നത് നല്ല സാധനം, കോസ്റ്റ് കുറയുക. അത് മലയാളിയുടെ ഒരു സംഭവമാണല്ലോ, മാക്സിമം കാശ് കുറച്ച് മേടിക്കുക എന്നുള്ളത്. ഏറ്റവും നല്ല വിൽപ്പനാനന്തര സർവീസ്, അതും മലയാളികൾ ഊന്നൽ കൊടുക്കുന്ന ഒരു സംഭവമാണ്. ആഫ്റ്റർ സർവീസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. കാരണം ആളുകൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ സാധാരണ ഒരു സ്ഥാപനം നടത്തി ഒരു ചായ കൊടുക്കുന്നു. ഒരു ഹോട്ടലുണ്ടാക്കി അവിടെ ഒരു ചായ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാൾ, അത് കുടിക്കാനായിട്ട് ഒരാൾ വരുന്നു, അതിൻ്റെ വില 15 രൂപ. റോഡ് സൈഡിൽ നമ്മൾ ചായ അടിച്ചു കൊടുക്കുന്നു, അതിൻ്റെ വില 10 രൂപ. എന്താണ്? രണ്ടും ചായ തന്നെയാണ്. പക്ഷേ തീർച്ചയായിട്ടും സാധാരണക്കാരന് മനസ്സിലാവുന്ന പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് അതിനകത്തേക്ക് ആഡ് ചെയ്യപ്പെടും. പക്ഷേ എന്താണ്, റോട്ടിൽ വിൽക്കുന്ന ചായയ്ക്ക് ഒരു ഗ്യാരണ്ടി ഒന്നുമില്ല. അവൻ ഏത് ചായപ്പൊടിയാണ് മേടിക്കുന്നത് അല്ലെങ്കിൽ ഏത് പാലാണ് ഉപയോഗിക്കുന്നത് എന്ന് ആരും ചോദിക്കുന്നില്ല. ആളുകൾ ചായ കുടിച്ച് പോകുന്നു, വീട്ടിൽ ചെന്ന് നിങ്ങളുടെ വയർ അപ്സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാനൊരു സ്ഥലമില്ല. പക്ഷേ ഒരു സ്ഥാപനമാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ചോദിക്കാം, ഞാനിവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു, എനിക്കൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ കോസ്റ്റിന് അത്തരത്തിലുള്ളൊരു കോമ്പൻസേഷൻ ആ ഗുണഭോക്താവിന് ലഭിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നമുക്ക് സോളാറിലേക്കും വരുന്നത്. സാധാരണ രീതിയിൽ സോളാർ ഇപ്പോൾ വളരെയേറെ വ്യാപനം വളരെ വേഗത്തിലായതുകൊണ്ട് സാധാരണ ഇലക്ട്രീഷ്യന്മാർ വരെ സോളാർ വെച്ച് കൊടുക്കാം, ഞാൻ സോളാർ വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ആംഗിളിൽ 1 കിലോവാട്ട് വയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു 50,000 രൂപ ചിലവാകുമെങ്കിൽ അവൻ പറയും എനിക്ക് 45,000 രൂപയ്ക്ക് ഞാൻ ചെയ്തു തരാം. ഒരു പക്ഷേ അതിൽ ചതിക്കുഴിയിൽ വീഴുന്ന മലയാളികൾ വളരെ കുറച്ചുള്ളൂ. പക്ഷേ ചിലർ 4,500 രൂപ ലാഭിക്കാമല്ലോ. പക്ഷേ ഇവനിൽ നിന്നും പിന്നീട് ഒരു വിൽപ്പനാനന്തര സർവീസോ അല്ലെങ്കിൽ ഇവനെ വിളിച്ചാൽ കിട്ടുമോ, ഇവൻ നാളെ ഗൾഫിലേക്ക് പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചാളുകളെങ്കിലും അങ്ങനെ ചിന്തിക്കായുണ്ട്. സൗരോർജ്ജ മേഖലയിൽ ഇതിനെക്കുറിച്ച് മലയാളി അല്ലെങ്കിൽ ഏത് വ്യക്തി കാര്യമായി തന്നെ ചിന്തിക്കണം. കാരണം 30 വർഷത്തേക്കുള്ള ഒരു ഇൻസ്റ്റലേഷനാണ് നമ്മൾ പൂർത്തീകരിക്കുന്നത്. അപ്പോൾ താങ്കളുടെ ചോദ്യത്തിൽ അതുണ്ടായിരുന്നു. അതായത് 30 വർഷം നിലനിൽക്കുന്ന ഒരു ഇൻസ്റ്റോളറെയാണ്, ഒരു വെണ്ടറെയാണ് ഒരു ഗുണഭോക്താവ് തിരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ഇൻസ്റ്റിറ്റ്യൂഷന് മാത്രമേ അങ്ങനെ നിലനിൽക്കാൻ പറ്റുള്ളൂ. അന്ത്യോദയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ 31 വർഷം കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 31 വർഷം ഈ മേഖലയിൽ നിലനിന്നിട്ടുണ്ടെങ്കിൽ 2 പില്ലറുകളിലാണ് ഈ അന്ത്യോദയയുടെ വെർട്ടിക്കൽസ് ഉള്ളത്. ഒന്ന് ക്വാളിറ്റി, ദ അതർ വൺ ഈസ് സർവീസ്. ഇത് രണ്ടും നിലനിർത്തിയത് കൊണ്ടാണ് 31 വർഷം ഇപ്പോഴും ആളുകളുടെ ഇടയിൽ നമുക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കുന്നത്. പദ്ധതി വളരെയേറെ വികസിപ്പിച്ച് ചെയ്യണം അല്ലെങ്കിൽ വളരെയേറെ വ്യാപിപ്പിക്കണം എന്നുള്ള അത്യാർത്ഥിയൊന്നും അന്ത്യോദയക്കില്ല. പക്ഷെ ചെയ്യുന്നത് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ചെയ്യുക. അത്രയും ആളുകൾക്ക് മാക്സിമം അവർക്ക് സപ്പോർട്ട് 24 hours. അതായത് നമ്മളുടെ ഓഫീസിലൊരു നിർബന്ധമുള്ളൊരു കോൾ വന്നാൽ വിതിൻ 24 hours ദാറ്റ് ഷുഡ് ബി ക്ലിയർഡ് ആൻഡ് ദാറ്റ് ഈസ് കെപ്റ്റ് അപ്പ്. അപ്പോൾ അതുകൊണ്ടുകൂടെയാണ് നമ്മൾ ഇത്രയും നാൾ നിലനിന്നത്. അത് മുന്നോട്ടേക്ക് പോകും എന്നുള്ളതിനുള്ള ഒരു ഗ്യാരണ്ടി അതാണ്.
തീർച്ചയായിട്ടും അതിൻ്റെ അംഗീകാരം എന്നോണമായിരിക്കണം ആണല്ലോ നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു തീർച്ചയായിട്ടും അവാർഡ് ലഭിച്ചതും, അതായത് വിൽപ്പനാനന്തര സർവീസ് അവാർഡ് ലഭിച്ചല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള ഗവൺമെൻറ് ആദ്യമായിട്ട് ഈ മേഖലയിൽ അവാർഡ് നിശ്ചയിച്ചപ്പോൾ ആദ്യത്തെ വർഷം തന്നെ അക്ഷയ ഊർജ അവാർഡ് ലഭിച്ച സ്ഥാപനമാണ് അന്ത്യോദയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിവിധങ്ങളായ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, അവരാണ് ഈ വിൽപ്പനാനന്തര സർവീസിന് അവാർഡ് കൊടുക്കുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ കീഴിലുള്ളൊരു ബോഡിയാണ്. അപ്പോൾ അവർ എപ്പോഴൊക്കെ നമ്മളെ കൺസിഡർ ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ അവാർഡ് കിട്ടിയിരുന്നു. ഏറ്റവും അവസാനം നമുക്ക് കഴിഞ്ഞ വർഷം നമുക്ക് വിൽപ്പനാനന്തര സേവനത്തിനുള്ള അവാർഡ് നമുക്ക് ലഭിച്ചു. ആ ഒരു ഫിലോസഫി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. തീർച്ചയായും ഇത് സമൂഹം കാണുന്നുണ്ട്, ഗവൺമെൻറ് ഇതിനെ അംഗീകരിക്കുന്നുണ്ട് എന്നതിൻ്റെയൊക്കെ ഒരു വെളിച്ചത്തിലാണ് ഇതെല്ലാം നമുക്ക് ഈ അന്ത്യോദയ എന്ന് പറയുന്ന ആ ഒരു ശക്തമായി നിലനിൽക്കുന്ന സ്ഥാപനത്തിൽ ലഭിക്കുന്നതും. തീർച്ചയായിട്ടും ഈ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു വന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ ഒന്നും കൂടെ ചെല്ലുകയാണെങ്കിൽ, നമ്മുടെ ഈ ഗവൺമെൻറ് ഇപ്പോൾ ഈ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നത് ഒരു 90കളുടെ അല്ലെങ്കിൽ ഒരു 90-2000 കാലഘട്ടങ്ങളിലാണ് എനിക്ക് തോന്നുന്നത് ജലനിധി എന്ന് പറയുന്ന വലിയൊരു പ്രോജക്റ്റ് ആരംഭിച്ചിരിക്കുന്നത്. അതിനുശേഷം അതേപോലുള്ള പദ്ധതികൾ ഒരുപാടുണ്ട്. ഇവിടെയൊക്കെ അന്ത്യോദയയുടെ ഒരു കാലടി അല്ലെങ്കിൽ ചുവടുവെപ്പ് എങ്ങനെയായിരുന്നു അതിനകത്ത്? തീർച്ചയായിട്ടും നമ്മൾ വെള്ളം, നേരത്തെ നമ്മളുടെ ആ ഒരു നമ്മുടെ വിഷനെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ, നമ്മൾ അതായത് എനർജി, വാട്ടർ, എൻവയൺമെൻറ്റ്. അപ്പോൾ എവിടെയെല്ലാം വെള്ളത്തിൻ്റെ സംരക്ഷണം, വെള്ളത്തിൻ്റെ വിതരണം, നല്ല വെള്ളത്തിൻ്റെ വിതരണം ഉണ്ടോ അവിടെയെല്ലാം അന്ത്യോദയയുടെ ഇടപെടലുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കേരള ഗവൺമെൻറ് വേൾഡ് ബാങ്കുമായിട്ട് സഹകരിച്ച് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് ജലനിധി എന്ന് പറയുന്നത്. അപ്പോൾ അത് 2 ജില്ലകളിൽ, കോട്ടയം ജില്ലയിലും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലും നമുക്ക് സ്തുത്യർഹമായ പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു. കോട്ടയം ജില്ലയിലെ പാറത്തോട് പഞ്ചായത്തിന് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മളുടെ പദ്ധതി വഴിയായിട്ട് ഏകദേശം ഒരു 4000 മുതൽ 4000-5000 ഇടയിൽ കുടുംബങ്ങളിൽ നമുക്ക് കുടിവെള്ളം എത്തിക്കാനായിട്ട് സാധിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ പദ്ധതിയുടെ നല്ല പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഒരു സെഗ്മെൻറ്റ് ഓഫ് അസിസ്റ്റൻസ് അവർക്ക് വേൾഡ് ബാങ്ക് ജലനിധിയിൽ നിന്ന് കിട്ടുകയും വീണ്ടും കുറച്ച് പ്രൊജക്റ്റ് ചെയ്തു. ആ പ്രൊജക്റ്റ് പഠിക്കാനായിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് മർഡോക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആളുകൾ വരുന്നു. അവരുടെ ആ പ്രവർത്തനങ്ങളിൽ കണ്ട് ഇംപ്രസ്ഡായിട്ട് ഈ പദ്ധതി അവിടെ കൊണ്ട് പ്രസൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ 2019 അവിടെ പോയത് ഓർക്കുകയാണ്. മർഡോക്ക് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ജലനിധി കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ എല്ലായിടത്തും നമ്മുടെ പ്രൊജക്റ്റുകൾ, ഞാൻ പറഞ്ഞ 2 ക്വാളിറ്റി ആൻഡ് സർവീസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ഈ വാട്ടർ സെഗ്മെൻറ്റിൽ ജലനിധിയിൽ ശക്തമായിട്ടുള്ള ഒരു പാർട്ട്ണറായിരുന്നു കേരള സർക്കാരിൻ്റെ അന്ത്യോദയ എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. ഈ പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴും ഇതിൻ്റെ സമൂഹത്തെ ബോധവൽക്കരണം നടത്തുക എന്നുള്ള ഒരു വലിയൊരു ഉത്തരവാദിത്വം കൂടി എല്ലാ NGOസിനും ഉണ്ട്. തീർച്ചയായിട്ടും അന്ത്യോദയയ്ക്കും അതുണ്ട്. കാരണം കപ്പാസിറ്റി ബിൽഡിംഗ് അല്ലേ, ആ ഒരു മേഖലയിൽ എത്രത്തോളം ഈ പറയുന്ന പ്രൊജക്റ്റുകൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ വാട്ടർ സെഗ്മെൻ്റ് ആയിക്കോട്ടെ, സോളാറിൻ്റെ സെഗ്മെൻ്റ് ആയിക്കോട്ടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു വാട്ടർ സെഗ്മെൻറ്റിൽ ഒരുപാട് അംഗീകാരങ്ങൾ ഈ ഒരു മേഖലയിൽ ലഭിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് എങ്ങനെയാണ് അതിൻ്റെ ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ ഈ മേഖലകളിലെല്ലാം ഇന്നോവേറ്റീവ് ടെക്നോളജികൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ ജനം ആദ്യമേ തന്നെ ഒരു റെസിസ്റ്റൻസ് കാണിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അവരെ ബോധവൽക്കരിക്കാതെ നമുക്കൊരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ജലനിധി എടുക്കാം. ജലനിധിയുടെ ഫിലോസഫി തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു. ജലനിധി അതായത് ജനങ്ങൾ കണ്ടെത്തുന്ന പ്രശ്നത്തിന് ജനങ്ങൾ തന്നെ പരിഹാരം കണ്ടെത്തി ജനങ്ങൾ തന്നെ നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു. അതിനവരെ ശക്തരാക്കുക എന്നുള്ളൊരു റോള് മാത്രമാണ് NGOയ്ക്ക് ഉള്ളത്, ഒരു സപ്പോർട്ട് ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ. ഇത് എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് വേൾഡ് ബാങ്കിൻ്റെ സ്കീം വന്നപ്പോൾ. ഇന്നൊരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൻ്റെ ഈ ചിന്ത അല്ലെങ്കിൽ ഈ കാഴ്ചപ്പാട് ഇന്ന് ഇന്ത്യ മുഴുവൻ എടുത്തിരിക്കുകയാണ്. അതിനകത്തേക്ക് നമുക്ക് അടുത്ത പദ്ധതിയിലേക്ക് നമുക്ക് വരുമ്പോൾ അതറിയാൻ പറ്റും. അപ്പോൾ ജലനിധി പദ്ധതിയിൽ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ആദ്യത്തെ 9 മാസമോ എനിക്ക് കൃത്യമായിട്ട് അതേ 6 മാസം കണ്ടും ഇതിൻ്റെ പ്രാരംഭ നടപടികളാണ്. ജനങ്ങളെ ബോധവൽക്കരിക്കുക, അവർക്ക് അതിൻ്റെ ഘടനയെക്കുറിച്ച് പറയുക, സൊസൈറ്റികൾ രൂപീകരിക്കുക, ജനങ്ങളുടേതാക്കി ഓരോ യൂണിറ്റും അവരുടെയാക്കി മാറ്റുക. ജനങ്ങളുടെ ആ ഒരു കമ്മിറ്റിക്ക് ഒരു പ്രത്യേക പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ബെനഫിഷ്യറി ഗ്രൂപ്പ്സ് BG രൂപീകരിച്ച് അതാണ് അതിൻ്റെ ബേസ്. അതിന് ശേഷമാണ് ആക്ടിവിറ്റിയിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ ആ കാലഘട്ടത്തിലെല്ലാം അന്ത്യോദയയ്ക്ക് ശക്തമായിട്ടുള്ള ഇൻ്റർവെൻഷൻ ബോധവൽക്കരണത്തിന് നമ്മൾ നടത്തിയിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ പദ്ധതി എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളുടെ
നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി 2019 ഡിക്ലെയർ ചെയ്ത നമ്മളെ ജലജീവൻ മിഷൻ എന്നുള്ളതായിരുന്നു. ഒരുപക്ഷെ NDA ഗവൺമെൻറ്റിന് അടുത്തുനിന്ന് കാണുന്നവർക്കറിയാം, അവർ ഓരോ 5 വർഷക്കാലത്തേക്കും ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റിന് ഊന്നൽ കൊടുക്കുമായിരുന്നു. അപ്പോൾ ആദ്യത്തെ 2014 മുതൽ 2019 വരെയുള്ള ആദ്യത്തെ NDA ഗവൺമെൻറ് കൊടുത്തിരുന്നത് ശുചിത്വമായിരുന്നു. അത് വളരെ ശക്തമായിട്ട് ഇന്ത്യയിൽ നടപ്പാക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. ODF ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ സോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി അവിടെയും അന്ത്യോദയ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ജലനിധിയുടെ ഭാഗമായിട്ട്, അതായത് ഓപ്പൺ ഡെഫിക്കേഷൻ എന്ന് വെച്ചിട്ട് വെളി വിസർജനം വിമുക്തമാക്കുക പ്രദേശങ്ങൾ. അപ്പോൾ അവിടെയും ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ശുചിത്വ മിഷൻ സപ്പോർട്ട് ചെയ്തിരുന്നു അതിനകത്ത്. അപ്പോൾ അത് 100%, കേരളം ഇപ്പോൾ 100% വെള്ളി വിസർജന വിമുക്തമായൊരു സംസ്ഥാനമാണ്. നമ്മളത് ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ജലജീവൻ മിഷനിലേക്ക് വരികയാണെങ്കിൽ 2019 ഡിക്ലെയർ ചെയ്തു. കേരള ഗവൺമെൻറ് അത് ഏറ്റെടുക്കാനായിട്ട് ഒരു 2 വർഷത്തെ താമസം ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയിലെ എല്ലാ ഭവനങ്ങളിലും പൈപ്പിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുക. അതാണ് ജലജീവൻ മിഷൻ്റെ ആപ്തവാക്യം, അല്ലെങ്കിൽ നടപ്പാക്കേണ്ടത്. അത് ഗ്രാമീണ മേഖലയിലാണെങ്കിൽ ആ ജലജീവൻ മിഷൻ എന്ന് പറയുന്ന പേര് തന്നെയാണ് നിലനിർത്തിയത്. മുനിസിപ്പൽ കോർപ്പറേഷൻ മേഖലയിലേക്ക് വരുമ്പോൾ അതിന് അമൃത് എന്ന് പറയുന്നൊരു പദ്ധതിയിലൂടെയാണ്. പക്ഷേ കൺസെപ്റ്റ് ഈസ് സെയിം. ഇതിൽ 50% തുക കേന്ദ്ര ഗവൺമെൻറ് ഗ്രാൻറ്റായിട്ട് കൊടുക്കുന്നു, ബാക്കി 50% സംസ്ഥാന ഗവൺമെൻറ് കണ്ടുപിടിക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നമ്മുടെ ജലജീവനിലേക്ക് കാലെടുത്ത് വയ്ക്കാനുള്ള നമ്മുടെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത് നമ്മുടെ ജലനിധിയാണ്. അപ്പോൾ ജലനിധിയിൽ നമുക്ക് ലഭിച്ച ആ ഒരു ആത്മവിശ്വാസം നമ്മൾ ജലജീവൻ മിഷനിലേക്ക് കാലെടുത്ത് വെച്ചു. അപ്പോൾ ജലജീവൻ മിഷനിൽ ഈ 3 തട്ട് കൃത്യമായിട്ടുണ്ട്. അതായത് ഒന്ന് ആക്ച്വൽ ഇംപ്ലിമെൻറ്റേഷൻ, അതായത് വീടുകളിലേക്ക് പൈപ്പിട്ട് വെള്ളം കൊടുക്കുക എന്നുള്ളത് ആക്ടിവിറ്റി, ഒരു സിവിൽ കൺസ്ട്രക്ഷൻ, ആ ഒരു സംഭവം അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. മറ്റൊന്ന് ഈ പദ്ധതിയെക്കുറിച്ച് ജനങ്ങളെ പഞ്ചായത്ത് തലത്തിൽ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പദ്ധതിയിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെയും അതുപോലെ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെയും ഈ പദ്ധതിയെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്നുള്ളത് വേറൊരു തലം. അങ്ങനെ 3 തലങ്ങളാണ് ജലജീവൻ മിഷനിലുള്ളത്. ഈ 3 തലങ്ങളിലും പ്രവർത്തിച്ചിട്ടുള്ള കേരളത്തിലെ ഒരേ ഒരു NGO എന്ന് പറയുന്നത് അന്ത്യോദയ ആയിരിക്കും. കാരണം അന്ത്യോദയ കീ റിസോഴ്സ് സെൻറ്റർ എന്നുള്ള പേരിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ ശാക്തീകരണ പ്രക്രിയകൾക്ക് തുടക്കം കുറിച്ചത്. അപ്പോൾ അത് പഞ്ചായത്ത് തലത്തിലുള്ള ജനങ്ങളായാലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെയും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെയും. അപ്പോൾ അതിനകത്തെല്ലാം കീ റിസോഴ്സ് സെൻറ്ററിൻ്റെ ഒരു പാർട്ണറായിരുന്നു അന്ത്യോദയ എന്ന് പറയുന്നത്. ശക്തമായിട്ട് നമ്മൾ പൂർത്തീകരിച്ചു. ഗവൺമെൻറ്റിൻ്റെ ആ സഹായധനം നമുക്ക് കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ ഒരു ഡിവിഷൻ നമ്മൾ രൂപീകരിച്ച് ഒരു കോൺട്രാക്റ്റിംഗ് ലൈസൻസ് എടുത്ത് കേരള വാട്ടർ അതോറിറ്റിയാണ് ജലജീവൻ മിഷൻ്റെ കേരളത്തിലെ നോഡൽ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അവരുടെ ഒരു കോൺട്രാക്ട് ലൈസൻസ് എടുത്ത് ഇതിനകം എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 40,000-ഓളം വീടുകളിൽ നമ്മൾക്ക് കുടിവെള്ളം പൈപ്പിലൂടെ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു മൈൽ സ്റ്റോണാണ്. ഒരു അഭിമാനത്തോടുകൂടി നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. ജലജീവൻ മിഷൻ കേരള വാട്ടർ അതോറിറ്റിയിൽ വന്ന സമയത്ത് ഇത് ഏറ്റെടുക്കാനായിട്ട് സാധാരണ കോൺട്രാക്ടർമാർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇതെന്താണ് ഈ പദ്ധതി എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മളിതിനകത്തേക്ക് കാലെടുത്ത് വെക്കുകയും നമ്മളിത് ഭംഗിയായിട്ടത് പൂർത്തീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മളത് ജലജീവൻ മിഷൻ്റെ ഒപ്പം തന്നെ അമൃത് പദ്ധതി നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ പദ്ധതിയുടെ ശക്തമായ കേരളത്തിലൊരു പാർട്ട്ണറായിട്ട് നിൽക്കാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അന്ത്യോദയയ്ക്ക് വലിയൊരു പൊൻതൂവൽ തന്നെയാണ്. തീർച്ചയായിട്ടും ജലജീവൻ മിഷൻ നമുക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഈ സംരംഭങ്ങളൊക്കെയും നടപ്പിലാക്കുമ്പോഴും എങ്ങനെയാണ് അവിടെയുള്ള ജീവനക്കാരുടെ ഒരു പ്രതിഫലനം? അതായത് വിവിധ പദ്ധതികൾ, അതായത് ഒരുപാട് പദ്ധതികൾ ഇപ്പം കാലഘട്ടത്തിനനുസരിച്ചുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ അന്ത്യോദയ അതിന് നേതൃത്വം നൽകുമ്പോഴും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനത്തിലുള്ള സ്റ്റാഫിനും ആവശ്യമാണ്. എങ്ങനെയാണ് അതിനെ ഒരു ക്രോഡീകരിച്ച് അല്ലെങ്കിൽ ഏകീകരിച്ച് കൊണ്ടുപോകാൻ? ഇത് നല്ലൊരു ചോദ്യമാണത്. അന്ത്യോദയ തുടങ്ങുന്നത് അങ്കമാലിയിലുള്ള ഒരു 90 സ്ക്വയർ ഫീറ്റ് സ്ഥലത്തിലാണ്. അത് വാടകയ്ക്ക് എടുത്താണ് അന്ത്യോദയ 94 പ്രവർത്തനം ആരംഭിക്കുന്നത്. 2 സ്റ്റാഫും ഞാനും മാത്രമാണുള്ളത്. പിന്നെ ഞങ്ങളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ആളുകളാണ്. അങ്ങനെ നമ്മളൊരു ചെറിയ മുറിയിൽ ആരംഭിക്കുന്നു. ഹാർഡ് വർക്ക് ആൻഡ് സഹകരണം,
ഡിസിപ്ലിൻ, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ നമ്മൾ പദ്ധതികളിലേക്ക് ഇറങ്ങി വരുന്നു. പദ്ധതികളിൽ ഏറ്റെടുക്കുന്നതിൽ അന്ത്യോദയയ്ക്ക് ഒരു ഗൈഡിങ് പ്രിൻസിപ്പിളുണ്ട്. ലേൺ വൈൽ ഡൂയിങ് എന്നുള്ളതാണ്. ലേൺ വൈൽ യു ഡു ഇറ്റ്. അതായത് നമ്മളെല്ലാം പഠിച്ചുകൊണ്ട് സാമൂഹിക വികസന മേഖലയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് വേണ്ടത് ആത്മവിശ്വാസവും ചെയ്യാനുള്ള ഒരു മനോധർമ്മം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് അന്ത്യോദയ ഓരോ പ്രൊജക്റ്റുകളും ഏറ്റെടുത്തിട്ടുള്ളത്. ഇപ്പോൾ പലപ്പോഴും നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ അറിയാം, അന്ത്യോദയം നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടോട് കൂടിയതാണ്. ബട്ട് അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ഞാനൊരു എൻജിനീയറിംഗ് സ്റ്റുഡൻ്റ് അല്ല, ഞാനൊരു ഫിലോസഫി സ്റ്റുഡൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏകീകരിച്ച് ആളുകളെ അറിവ് ക്രോഡീകരിച്ചാൽ നമുക്ക് പദ്ധതികൾ നടപ്പാക്കാൻ പറ്റും. അത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പ്ലേറ്റോ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഫിലോസഫർ വിൽ റൂൾ ദ വേൾഡ് എന്ന് പറയുന്ന പ്ലേറ്റോയുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. കാരണം കാര്യങ്ങൾ കൃത്യമായി കാണാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. പിന്നെ അതിന് മാൻ പവർ ഏകോപനം നടത്തി കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് താങ്കളുടെ ചോദ്യത്തിന് മറുപടിയാണ്. അതായത് 2 പേരും 90 സ്ക്വയർ ഫീറ്റിൽ നിന്നും ഇന്നിപ്പോൾ നമ്മൾ 31 വർഷം ചെയ്യുമ്പോൾ ഒരു 12,500 ആയിട്ടുള്ളൊരു ഓഫീസ് കോംപ്ലക്സും ഏകദേശം 100ഓളം ഒരു സ്റ്റാഫ് അംഗങ്ങളുമായിട്ട് ഇത് വളർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിറകിൽ ചിന്തകളും കാഴ്ചപ്പാടുകളൊക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇത് നടപ്പിലാക്കണമെങ്കിൽ അതിൻ്റെ പ്രവർത്തകർ തന്നെ വേണം. എന്ന് വെച്ചാൽ താങ്കൾ ചോദിച്ച പോലെ സ്റ്റാഫ് അംഗങ്ങളാണ്. അപ്പോൾ അന്ത്യോദയ പലപ്പോഴും സ്റ്റാഫിനെ എടുക്കുന്ന സമയത്ത് ക്വാളിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി മീൻസ് വാട്ട്? അക്കാഡമിക്സ് ആണോ ക്വാളിറ്റി? ഒരിക്കലും അങ്ങനെ ഒരു ചിന്തയില്ല. നമ്മുടെ അന്ത്യോദയയിൽ ക്വാളിറ്റിയുടെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് കമ്മിറ്റ്മെൻറ്റാണ്. ഈ ആൾ എന്തുമാത്രം കമ്മിറ്റ്മെൻറ്റാണ്. എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിന് സാധാരണ ആളുകൾ വരുമ്പോൾ ഞാൻ അവരുടെ ഈ ക്രെഡൻഷ്യൽസ് ശക്തമായി നോക്കാറില്ല. ഞാൻ അവരുടെ മുഖത്ത് നോക്കി കുറേ ചോദ്യങ്ങളിങ്ങനെ ചോദിക്കും. ഈ ചോദ്യങ്ങൾ മറുപടി പറയുമ്പോൾ നമുക്കറിയാം ഈ ആൾ എന്തോരം കമ്മിറ്റഡ് ആണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കമ്മിറ്റഡായ സ്റ്റാഫ് അംഗങ്ങളുടെ കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനത്തിൻ്റെ ഒരു ഫലമാണ് അന്ത്യോദയ ഇത്രയേറെ മൈൽ സ്റ്റോൺസ് താണ്ടി ഇത്രയേറെ ഉയരത്തിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ. അതിലെടുത്ത് പറയേണ്ടത് ആദ്യകാലത്തെ സ്റ്റാഫിനൊക്കെ എടുത്ത് പറയേണ്ടതാണ്. ഇവരൊന്നും വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളല്ല. ഞങ്ങളുടെ കൂടെയുള്ള ഒരാളുടെ പേര് വിൽസനാണ്. അദ്ദേഹം 8ാം ക്ലാസ്സേ പഠിപ്പുള്ളൂ എന്നുണ്ടെങ്കിലും അദ്ദേഹം BSc അഗ്രികൾച്ചർ പാസ്സായിട്ടുള്ള കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ക്ലാസ് എടുക്കുമായിരുന്നു ഓൺ ബയോഗ്യാസ് ടെക്നോളജി. ബിക്കോസ് ഹി വാസ് എ മാസ്റ്റർ. അപ്പോൾ അദ്ദേഹം ടെക്നോളജി ആദ്യകാലത്ത് പഠിച്ച് അദ്ദേഹം ക്ലാസ് എടുക്കുന്ന ഒരാളായിട്ട് മാറി. ഇന്നും അന്ത്യോദയയുടെ ഒരു ബാക്ക് ബോണായിട്ട് അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ ഞാൻ ഓർക്കുന്നു, പിന്നെ ഓഫീസ് കാര്യങ്ങൾ നോക്കുക, എന്നാൽ ഇങ്ങനെയുള്ള പദങ്ങളൊന്നും അന്നില്ല. അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻസ് എന്നുള്ള വാക്കൊന്നും ഈ 31 കൊല്ലം മുമ്പ് അന്ത്യോദയയിലില്ല. ഓഫീസ് കാര്യങ്ങൾ നോക്കുന്ന ഒരു BCom പാസ്സായ ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടിയുടെ കമ്മിറ്റ്മെൻറ്റും ഡിസിപ്ലിനുമാണ് അന്ത്യോദയന അഡ്മിനിസ്ട്രേഷൻ ഭാഗം വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. ഇന്നും ആ കുട്ടി നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഇവർ 2 പേരും തീർച്ചയായിട്ടും അന്ത്യോദയയുടെ വളർച്ചയുടെ ഒരു ഭാഗമായിട്ട് തന്നെ കാണേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള സ്റ്റാഫുകൾ, അതുപോലെ തന്നെ ഇവിടെ നിന്ന് പോയിട്ടുള്ള സ്റ്റാഫുകളുണ്ട്. ഇവിടെ നിന്ന് ജോലി ചെയ്ത് വിദേശത്ത് ജോലിക്ക് പോയിട്ടുള്ളവരുണ്ട്, ഇന്ത്യയുടെ പല ഭാഗത്തേക്ക് പോയിട്ടുള്ളവരുണ്ട്. അവരെയൊക്കെ കൂടി നന്ദിയോടുകൂടി ഓർക്കാനും കൂടി താങ്കളുടെ ഈ ചോദ്യം സഹായിച്ചു. അപ്പോൾ അവരോട് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ അന്ത്യോദയ കടപ്പെട്ടിരിക്കുന്നു കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഒരു 2 വർഷം മുൻപേ മറ്റൊരു ഉദ്യമത്തിനും കൂടെ തയ്യാറെടുത്ത് ഇപ്പോഴും ശക്തമായി തന്നെ പോകുന്നുണ്ട്, ജർമ്മൻ അക്കാഡമി അല്ലേ? അതിൻ്റെ ഒരു എവല്യൂഷൻ എങ്ങനെയായിരുന്നു? അത് നല്ല രസകരമായൊരു കാഴ്ചപ്പാടാണ്. അതായത് നമ്മൾ പദ്ധതികൾ, സൗരോർജ്ജ പദ്ധതികൾ കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ നടപ്പാക്കുന്നുണ്ട്. അങ്ങനെ തലശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമ്മൾ ഈ പദ്ധതി നടപ്പാക്കുന്നു. അപ്പോൾ അവിടെയുള്ള ആ സ്ഥാപനത്തിൽ അതൊരു അച്ഛനായിരുന്നു. അപ്പോൾ ആ അച്ഛൻ പറഞ്ഞു, അവരവിടെ ഇങ്ങനെ ജർമ്മൻ ഭാഷയൊക്കെ പഠിപ്പിച്ച് പിള്ളേരെ ജർമ്മനിയിൽ പഠിപ്പിക്കാനായിട്ട് വിടണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മളെ സംബന്ധിച്ച് ജർമ്മൻ ഭാഷ അറിയില്ല, ഇതിൻ്റെ സാങ്കത്യം അറിയില്ല, ജർമ്മനിയുടെ കിടപ്പൊന്നും നമുക്കറിയില്ല. എങ്കിലും ഞാൻ തീരുമാനിച്ചു ഈ പദ്ധതി നമുക്ക് നടപ്പാക്കണം. എന്തുകൊണ്ട് നടപ്പാക്കണം? അതായത് ഈ ജർമ്മനിയിൽ പോയി നഴ്സിംഗ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രതിമാസം സ്റ്റൈപ്പൻഡ് ഇങ്ങോട്ട് കിട്ടും. ആ ഒരു സംഭവമാണ് നമ്മളിതിനെ ആകർഷിച്ചത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും +2 പഠിച്ച ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി ജർമ്മനിയിൽ പോയി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുടുംബം രക്ഷപ്പെട്ടു. ഓക്കെ. അപ്പോൾ ഒരു കുടുംബത്തെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു ഫിലോസഫി. സത്യം, പഠനത്തോടൊപ്പം ശമ്പളവും കിട്ടും. അത് ഈ പഠനത്തിന് ഉപയോഗിക്കാൻ പാലും കുടുംബത്തേക്ക് അയക്കാനും സാധിക്കും. അതിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിമാസം കിട്ടുന്ന തുകയിൽ നിന്നും 50,000 രൂപയോ അതിലധികമോ വീട്ടിലേക്ക് അയക്കുന്ന കുട്ടികൾ ഇന്ന് നമ്മൾ അയച്ച കുട്ടികളിലുണ്ട്. എന്ന് വെച്ചാൽ ആ കുടുംബത്തിനൊരു താങ്ങായി വരുവാണ്.
3 വർഷം അവിടെ കൊണ്ട് ആ കുട്ടി പഠനം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയിൽ സ്റ്റാഫ് നേഴ്സായിട്ട് അവർ മാറുവാണ്. അവരുടെ ലെവൽ ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ അവർ വലിയൊരു ഏർണിംഗ് മെമ്പറായിട്ട് ആ കുടുംബത്തേക്ക് മാറുന്നത്. അപ്പോൾ ഈ ഒരു കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കുടുംബം രക്ഷപ്പെടും എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു അന്ത്യോദയ ഈ റിസ്ക് എടുക്കാനുള്ളൊരു പ്രധാന കാരണം. നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. അങ്ങനെ അന്വേഷിച്ചൊരു വൈദികനെ കണ്ടെത്തുന്നു. ജർമ്മനിയിലുണ്ടായിരുന്നൊരു വൈദികനെ കണ്ടെത്തുന്നു. ആ വൈദികൻ നമ്മളുടെ അവിടെ ഒന്ന് ഭാഷ പഠിപ്പിക്കാമെന്ന് പറയുന്നു. അങ്ങനെയാണ് അന്ത്യോദയ ജർമ്മൻ അക്കാഡമിയുടെ ഒരു രൂപീകരണവും കാര്യങ്ങളും. പിന്നീട് നമ്മൾ ജർമ്മനിയിൽ പോകുന്നു, ഇതിൻ്റെ അവിടെയുള്ള വശങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. അങ്ങനെ നമുക്ക് അവിടെ ജർമ്മനിയിൽ ഒരു പാർട്ട്ണറെ കിട്ടുന്നു. വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു മലയാളി പാർട്ട്ണർ. അയാൾക്ക് അയാളുടേതായ ചരിത്രം തന്നെയുണ്ട്. അയാൾ വളരെ കഷ്ടപ്പെട്ട് ദാരിദ്ര്യാവസ്ഥയിൽ ഇവിടെ നിന്ന് 1960കളിൽ ജർമ്മനിയിൽ പോകാൻ വിസ വേണ്ട. ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് എന്തോരം അതിനെക്കുറിച്ച് അറിയാമെന്ന് അറിയില്ല. ഒരുപാട് ജർമ്മൻ നേഴ്സുമാരുണ്ടായിരുന്നല്ലോ ആ കാലഘട്ടത്തിലെല്ലാം ആളുകൾക്ക് ഇവിടെ നിന്ന് നമുക്ക് ജർമ്മനിയിലേക്ക് പോകാം, യു ക്യാൻ ജസ്റ്റ് ഫ്ലൈ ഡൗൺ. അപ്പോൾ അതായിരുന്നു വെക്കാൻ. അങ്ങനെ ഇദ്ദേഹം അവിടെ ചെല്ലുന്നു. അപ്പോൾ ഈ വ്യക്തിയുടെ ഒരു ആൻറ്റി അവിടെ സിസ്റ്ററായിട്ടുണ്ട്. അപ്പോൾ ആ സിസ്റ്റർ താമസിക്കുന്ന മഠത്തിൻ്റെ ചാർത്തിൽ, അതിൻ്റെ പെണ്ണുങ്ങളാണല്ലോ മഠത്തിലുള്ളത്, ഇതൊരു ആൺകുട്ടിയാണ്. ആ ചാർത്തിൽ അയാൾ ജീവിതം ആരംഭിക്കുകയാണ്. ഭാഷയൊന്നും പഠിച്ചിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് ജീവിതം ആരംഭിച്ച് ഓരോ ടെസ്റ്റുകളൊക്കെ എഴുതി പഠിച്ച് അയാൾ നേഴ്സാകുന്നു. ഒരു ആശുപത്രിയിൽ സ്റ്റാഫ് നേഴ്സാകുന്നു. അവിടെയും അയാളുടെ ആ കമ്മിറ്റ്മെൻറ്റും അയാളുടെ ഹാർഡ് വർക്കും കൊണ്ട് അയാൾ ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാവുകയാണ്. അതെ, ആ ഡയറക്ടറായിട്ട് അയാൾ അവിടെ നിന്ന് റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹമാണ് നമ്മളുടെ അവിടുത്തെ ഒരു പാർട്ട്ണർ. അദ്ദേഹത്തെ ഞാൻ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. ഈസ് എ ടോട്ടലി കമ്മിറ്റഡ് മാൻ. പുള്ളി ജർമ്മനിയിലൊരു വലിയ NGO നടത്തുന്നൊരു വ്യക്തിയാണ്. ഒരു 100-600ഓളം അംഗങ്ങളുള്ള ഒരു NGO അദ്ദേഹത്തിന് അവിടെയുണ്ട്. അവരെല്ലാവരും എല്ലാ വർഷവും ഇവിടെ വരും, നമ്മുടെ അന്ത്യോദയ സന്ദർശിക്കും. അങ്ങനെ ഒരു ഊഷ്മളമായ ബന്ധം നിലനിർത്തുകയാണ്. അപ്പോൾ അദ്ദേഹം നമ്മൾക്ക് ഇവിടെ നിന്ന് പോകുന്ന കുട്ടികളെ സ്വന്തം കുട്ടികളെ പോലെ, അതാണ് അന്ത്യോദയയിൽ നിന്ന് പോകുന്ന കുട്ടികൾക്കുള്ള ഒരു ഗ്യാരണ്ടി. ഇപ്പോൾ ഒത്തിരി ഓർഗനൈസേഷൻസ് ഇവിടെ നിന്ന് കുട്ടികളെ വിടുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്തല്ലേ അന്ത്യോദയയിലേക്ക് പ്രോബ്ലംസ് വരുന്നുണ്ട്. അവിടെ വന്നു എന്ത് ചെയ്യണമെന്ന് അറിയണില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇദ്ദേഹമാണെങ്കിൽ കുട്ടികളെ എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിച്ച് അവരുടെ ക്ഷീണം മാറ്റി നെക്സ്റ്റ് ഡേയിലെ അവരെ നമ്മളെ ആ സ്ഥാപനത്തിൽ കൊണ്ടുവന്നു. അവർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളെല്ലാം നേരത്തെ അറേഞ്ച് ചെയ്ത് അവരുടെ മുറി വരെ അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ സെബാസ്റ്റ്യൻ, ഭാര്യയുടെ പേര് മേഴ്സി എന്നാണ്. അപ്പോൾ ഒരു 2 പേരും അതിന് വേണ്ടിയിട്ട് കമ്മിറ്റഡാണ്. ഈ കുട്ടി ആ മുറിയിലേക്ക് കയറുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ഫർണിഷ്ഡ് റൂം വിത്ത് ഈവൻ എഡിബിൾസ്. അപ്പോൾ അവർക്ക് അപ്പം കഴിക്കാനുള്ള സാധനങ്ങൾ, ഫ്രൂട്ട്സും ബിസ്ക്കറ്റ്സും എല്ലാം കൂടി വെച്ച് അങ്ങനെ സ്വന്തം മക്കളെ പോലെ. അതുപോലെ തന്നെ മാസത്തിൽ ഒരു പ്രാവശ്യം എല്ലാവരും വിളിച്ചു കൂട്ടി വീട്ടിലൊരു ഭക്ഷണമൊക്കെ അദ്ദേഹം കൊടുക്കും. അങ്ങനെയൊക്കെ ഒരു വളരെ ഹോംലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ അതാണ് അന്ത്യോദയ വഴി പോകുമ്പോൾ ഈ കുട്ടികൾക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് അവിടെ ചെന്ന കുട്ടികൾ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും അങ്ങോട്ട് പോകാനായിട്ട് ആളുകൾ നമ്മളെ വന്ന് സമീപിക്കുന്ന ഒരു ചരിത്രത്തിലേക്ക് വന്ന് നിൽക്കുവാണെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ വളരെ ഒരു അൺസർട്ടനിറ്റിയിൽ നമുക്കൊന്നും അറിയാതെ തുടങ്ങിയ ഒരു പ്രസ്ഥാനം വളരെ മച്ചുവേർഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് ഒത്തിരി കുടുംബങ്ങൾക്ക് താങ്ങുന്നതായിട്ട് അത് മാറും ഉറപ്പായി. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ലേ, ഈ പറയുന്ന നമ്മുടെ കൺവെൻഷണൽ റിസോഴ്സസിനൊരു ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ടെൻഡറിങ് വിഭാഗത്തിനൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ പഠനം, അതുപോലെ തന്നെ ജർമ്മൻ ഓവർസീയിങ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ്. ഇത്തരത്തിൽ അന്ത്യോദയയുടെ വളർച്ച പടിപടിയായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സോളാറിലേക്ക് വരികയാണെങ്കിൽ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, സോളാറിലേക്ക് നമ്മൾ വീണ്ടും വരികയാണെങ്കിൽ ഇതിനൊരുപാട് ഇവല്യൂഷൻ നടന്നിട്ടുണ്ട് സോളാർ ടെക്നോളജിയിൽ തന്നെ. അതൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് നമുക്ക് ഇതിൻ്റെ ആദ്യകാലങ്ങളിൽ ഇപ്പോൾ പാനലുകൾ, അതായത് സോളാർ പാനലാണ് ഒരു സോളാർ സിസ്റ്റത്തിൻ്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത്. പാനലിൽ മാത്രം പറ്റി നോക്കുന്ന സമയത്ത് ആദ്യകാലങ്ങളിൽ വന്നുകൊണ്ടിരുന്നത് പോളിക്രിസ്റ്റലൈൻ പാനൽസ് ആയിരുന്നു. പോളിക്രിസ്റ്റലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് നാൾ മുമ്പ് വരെ അത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. KECBയുടെ തന്നെ സൗര എന്ന് പറയുന്ന പദ്ധതിയിലെല്ലാം അതിൻ്റെ ആദ്യകാലത്ത്, സൗരയുടെയൊക്കെ ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വരെ പോളിക്രിസ്റ്റലൈൻ പാനലുകളാണ്. പോളിക്രിസ്റ്റലൈൻ പാനലുകൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 100 വാട്ട്സ് മുതലൊക്കെ നമുക്ക് പാനലുകൾ ആദ്യ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരുന്നു. അത് പോളിക്രിസ്റ്റലിൽ അവസാനിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 350 വാട്ട്സ് വരെയൊക്കെ വന്നുകൊണ്ടിരുന്ന പാനലുകളായിരുന്നു. അതിൽ നിന്നും മോണോ ക്രിസ്റ്റലൈനിലേക്ക് പാനലുകൾ മാറുകയുണ്ടായി. മോണോയിൽ നിന്നും മോണോ പെർക്കായി, പിന്നീട് അത് ബൈഫേഷ്യൽ പാനലുകളിലേക്ക് ബൈഫേഷ്യലുകളായി വന്നു. പിന്നീട് ടോപ്പ് കോൺ ടെക്നോളജി, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി എന്ന് പറയുന്നത് N-type ടോപ്പ് കോൺ എന്ന് പറയും. N-type ടോപ്പ് കോൺ ടെക്നോളജിയിലാണ് നമ്മളിപ്പോൾ പാനലുകൾ മാർക്കറ്റിൽ
കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അടുത്ത ഘട്ടം എന്ന് പറയുന്നത് HJT സെൽസ് ആണ്. അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ഒരു 100 വാട്ട്സിൽ നിന്നും HJTയിലോട്ടൊക്കെ എത്തുന്ന സമയത്ത് നമുക്കതൊരു സിംഗിൾ പാനലിൽ 1000 വാട്ട്സ് എത്തിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് ടെക്നോളജി മാറിയിട്ടുണ്ട്. അത് ഒരു 10 വർഷത്തിനുള്ളിൽ ആണ് ഇത്രയും ടെക്നോളജി റൈസ് വന്നിരിക്കുന്നത്. പെട്ടെന്നുള്ളൊരു മാറ്റമാണ് അത്. ഇനി ഇതിൽ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആണ്. ഇതിൽ സ്പീഡിലായിരിക്കും ഇനിയുള്ള ടെക്നോളജി ഹൈക്ക് വരിക. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റു ഘടകങ്ങളിലും ഇതുപോലെ തന്നെ ഒരു ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ മെയിൻ സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിച്ച 2 പാർട്ട് എന്ന് പറയുന്നത് ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും ആണ്. ഇതിനെ രണ്ടിനെയും കമ്പൈൻ ചെയ്തുകൊണ്ട് ഹൈബ്രിഡ് ടെക്നോളജി മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓഫ് ഗ്രിഡിൽ ഉണ്ടായിരുന്ന പോലെയുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് ഹൈബ്രിഡിൽ വരുന്നില്ല. ഇത് രണ്ടിനെയും ക്ലബ് ചെയ്തുകൊണ്ട്, അതായത് നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ സോളാറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗിക്കാനും അതുപോലെ തന്നെ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാനും നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്തോ അതല്ലെങ്കിൽ കൂടിയ വൈദ്യുതി നമ്മൾ എടുക്കുന്ന സമയങ്ങളുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു താരിഫ് റേറ്റ് എന്നൊക്കെ പറയുന്നത് രാത്രി ഉപയോഗത്തിന് കൂടിയ നിരക്കിലാണ് KEC B ചാർജ് ചെയ്യുന്നത്. TOD മീറ്ററിംഗ് സ്കീം, അതായത് 3 ടൈം സോണായിട്ട് തിരിച്ചിട്ട് 3 രീതിയിലാണ് KEC B നമ്മുടെ ഉപയോഗത്തിന് ബില്ല് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നമ്മുടെ തന്നെ ഒരു സിസ്റ്റത്തിൽ തന്നെ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഈ കൂടിയ നിരക്കുള്ള സമയത്ത് അതിൽ നിന്നും ഉപയോഗിക്കുമ്പോൾ നമുക്ക് KEC Bയുടെ ആ ഒരു കൂടിയ തോതിലേക്ക് നമുക്ക് വൈദ്യുതി ഉപയോഗിക്കേണ്ടാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ നമ്മളുടെ മാർക്കറ്റ് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഒരു ഉപയോഗം വളരെ രീതിയിൽ കൂടി വരുന്നൊരു കാര്യമുണ്ട്. അതുപോലെ നമ്മുടെ ചൂട് ദിനം പ്രതി കൂടി വരുന്നതുകൊണ്ട് AC-യുടെ ഉപയോഗം വളരെ നന്നായിട്ട് കൂടി വരുന്നുണ്ട്. അതായത് നമ്മളൊരു ഇലക്ട്രിസിറ്റിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു 2015 മുതൽ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2012 മുതലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എനർജി ഡിമാൻഡ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഡിമാൻഡ് വളരെ അധികം കൂടി വരുന്നുണ്ട്, നന്നായിട്ട് വർദ്ധിച്ചു വരുവാണ്. പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു പവർ ജനറേറ്റിംഗ് പ്ലാന്റ് KEC Bയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിംഗിൾ ജനറേഷൻ സിസ്റ്റം നമുക്കിങ്ങനെ വന്നിട്ടില്ല. അതായത് ഒരു പുതിയൊരു ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റോ തെർമൽ പ്ലാന്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ഡിമാൻഡിനെ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാത് വീടുകളിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള എനർജി ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചാൽ അതിലും വലിയൊരു കാര്യമില്ല. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ് നമ്മുടെ റൂഫ് ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ റൂഫ് ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ സോളാർ ജനറേറ്റ് ചെയ്യുന്നതാണ് ഇതിന് ഏറ്റവും നല്ല പരിഹാരം എന്ന് പറയുന്നതും. അതിന് ഈ പറയുന്ന പോലെയുള്ള ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഒത്തിരി അധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കിപ്പോൾ വളരെ ലിമിറ്റഡ് ആണ്, നമ്മുടെ റൂഫ് ടോപ്പ് ഏരിയ എന്ന് പറയുന്നതൊക്കെ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ ടെക്നോളജി ഹൈക്ക് കൊണ്ട് നമുക്ക് ചെറിയ ഏരിയയിൽ നിന്ന് തന്നെ കൂടുതൽ എനർജി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അത് ഒരു സിസ്റ്റത്തിൽ തന്നെ അതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മുടെ ആവശ്യാനുസരണം എങ്ങനെ വേണമെങ്കിലും അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് വെളിവാക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇൻവെർട്ടറിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ പല തരത്തിലുള്ള ഇൻവെർട്ടറുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഏറ്റവും ബേസിക്കാണ് നമ്മൾ പറയുന്ന സ്ട്രിങ് ഇൻവെർട്ടേഴ്സ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഇൻവെർട്ടറുകളാണ്. പിന്നെ മൈക്രോ ഇൻവെർട്ടർ കുറച്ചുകൂടി സേഫ്റ്റി ആസ്പെക്റ്റിലും എനർജി എഫിഷ്യൻസിയുടെ കാര്യത്തിലൊക്കെ കുറച്ചുകൂടി ഹയർ ആണ്. പ്രൈസ് പാർട്ടിൽ കുറച്ച് ഹൈക്ക് വരും. എന്നിരുന്നാൽ തന്നെയും നമുക്ക് ഒരു പാനലിൽ നിന്ന് ഒരു ഇൻവെർട്ടർ, അതായത് സ്പേസ് കുറച്ചുകൂടി കൺസേർവ് ചെയ്തിട്ട് ഒരു പാനലിൻ്റെ ജനറേറ്റ് ചെയ്യുന്ന അതേ പോയിന്റിൽ തന്നെ ഇതിനെ യാതൊരു ലോസും കൂടാതെ AC ആയിട്ട് കൺവേർട്ട് ചെയ്യുക. കൃത്യമായ മോണിറ്ററിങ് സാധ്യമാണ്, കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ മൈക്രോ ഇൻവെർട്ടേഴ്സിൽ അവൈലബിൾ ആണ്. ഹൈബ്രിഡ് ഇൻവെർട്ടറിലോട്ട് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിസ്റ്റത്തിൽ തന്നെ ഇതിനെ ജനറേറ്റ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാനും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ ആ ഒരു രീതിയിൽ ഉപയോഗത്തിൻ്റെ പാറ്റേൺ എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് അതിനകത്ത് ഡിസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരെ ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ ടെക്നോളജി മാറി വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ അഡാപ്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ബാറ്ററിയിൽ ഒരുപാട് ടെക്നോളജിയിൽ വ്യത്യാസം, ബാറ്ററിയുടെ ടെക്നോളജിയിൽ മാറ്റമുണ്ട്. കൺവെൻഷണൽ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലെഡ് ആസിഡ് ബാറ്ററീസ് പണ്ട് ബാറ്ററി ഉപയോഗിച്ചിരുന്നവരുടെ മെയിൻ തലവേദനയാണ്. ബാറ്ററി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ബാറ്ററി വാട്ടർ നോക്കണം, വെള്ളം ഒഴിക്കണം. ഈ ബാറ്ററി ഫ്യൂംസ് വീടിൻ്റെ അകത്ത് വയ്ക്കുമ്പോൾ ബാറ്ററി ഫ്യൂംസ് ജനറേറ്റ് ചെയ്യുന്നു. അത് ശ്വസിച്ചാലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു 4-5 വർഷം കൂടുമ്പോൾ ഈ ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ട ഒരു കോസ്റ്റ്, മെയിൻ്റനൻസ് കോസ്റ്റ്, ഇതൊക്കെ ബാറ്ററി ഉപയോഗിക്കുന്നവരുടെ ഇതിന് കൺസേൺ ആയിരുന്നു. അത് മാറിയിട്ട് ഇപ്പോൾ ലിഥിയം ഫെറോക്സൈഡ് ബാറ്ററീസ് ഒക്കെ വരുന്നുണ്ട്. അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ്റനൻസ് ഫ്രീ ആണ്. അതായത് ഫിറ്റ് ആൻഡ് ഫോർഗെറ്റ്, അതാണ് അതിൻ്റെ ഒരു മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ. നമുക്ക് 10 വർഷത്തോളം ലൈഫുണ്ട്, വാറണ്ടി ഉണ്ട്. സോ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈവൻ പണ്ട് ബാറ്ററി എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ലിമിറ്റഡ് ലോഡിന് വേണ്ടിയിട്ടാണ്. അതായത് ഒരു ഗാർഹിക ആവശ്യം അല്ലെങ്കിൽ പകൽ സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഷോപ്പുകൾ, ഇങ്ങനെയുള്ള രീതിയിൽ നിന്ന് വിട്ടുമാറി ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻഡസ്ട്രീസും വരെ ഈ ഹൈബ്രിഡ് ബാറ്ററീസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ലിഥിയം അയൺ ബാറ്ററീസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഏറ്റവും അഡാപ്റ്റീവ് ആയിട്ടുള്ള ബെസ്റ്റ് ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ്ലി എനർജി ഫ്രീ ആവുക അല്ലെങ്കിൽ എനർജി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാറ്ററിയുടെ
ആണെങ്കിലും പാനലിൻ്റെ ആണെങ്കിലും ഇൻവെർട്ടറിൻ്റെ ആണെങ്കിലും ഈ റിന്യൂവബിൾ എനർജി സെക്ടറിൽ വരുന്ന ഒരു ചേഞ്ച് അല്ലെങ്കിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അത്രയും സ്പീഡിലാണ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബെസ്റ്റ് ടെക്നോളജി വരെ അഡാപ്റ്റ് ചെയ്യാൻ ഓൾട്ടർനേറ്റ് എനർജി കോർപ്പറേഷൻ സുശക്തമാണ്. തീർച്ചയായും ഈവൻ നമ്മുടെ പ്രൊജക്ട്സ് ഉണ്ട് ഓൾറെഡി റണ്ണിങ്ങിലാണ്. ഓക്കെ വെരി ഗുഡ്. അത് വലിയൊരു എന്താണ് നമുക്കൊരു മാറ്റങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ പറയുന്ന എല്ലാ മേഖലകളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായി നമ്മൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അന്ത്യോദയയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതിൽ, അല്ലെങ്കിൽ അതിൻ്റെ സബ്സിഡീസ് ആയിരിക്കുന്ന ഓൾട്ടർനേറ്റ് എനർജി കോർപ്പറേഷൻ, ജർമ്മൻ അക്കാഡമി, അതുപോലെ തന്നെ നമ്മുടെ ടെൻഡറിങ് ഫേംസ്, ഇതെല്ലാം അതിനെ മാറ്റങ്ങൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ സുശക്തമായിട്ടുള്ള ടീം നിലനിൽക്കുന്നുണ്ടെന്നുള്ളതിൽ വളരെ സന്തോഷം. കാരണം ഇത്തരത്തിൽ വലിയൊരു വിഷനോട് കൂടി പ്രവർത്തിക്കുന്ന ചുരുക്കം ചില സ്ഥാപനങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചുരുക്കം ചില NGOs ആയിരിക്കും കേരളത്തിലുണ്ടാവുക. അതിലൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് അന്ത്യോദയ ഉയർന്നു വരുന്നു എന്നുള്ളൊരു വളരെയൊരു സന്തോഷം, കേൾക്കാൻ തന്നെ വളരെയധികം നല്ല കാതുകൾക്ക് ഇമ്പമാകുന്ന ഒരു കാര്യമാണെന്നുള്ളൊരു യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഇതിനകത്ത് തന്നെ നമുക്ക് കൂടുതൽ അഡീഷണലായിട്ട് പറയുമ്പോൾ നമ്മളുടെ ഫ്യൂച്ചർ ഓൾറെഡി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. നമ്മുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതിലിപ്പോൾ മറ്റൊരു വലിയൊരു കേരളം അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണല്ലോ ഈ നമ്മുടെ വാട്ടർ സ്കേഴ്സിറ്റി എന്നുള്ളത്. കേരളം അഭിമുഖീകരിക്കുന്ന ഒരു കാര്യമാണ്. അതിലൊരു പുതിയൊരു ടെക്നോളജി അഡോപ്ഷൻ എനിക്ക് തോന്നുന്നത് അന്ത്യോദയ എടുത്ത് മുന്നോട്ട് വരുന്നുണ്ട്. അതേപ്പറ്റി എന്താണ്? എനിക്ക് തോന്നുന്നത് അത് ഗ്രേ വാട്ടർ മാനേജ്മെൻ്റ് ആണ്. തീർച്ചയായിട്ടും കേരളം ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്ന, കാലങ്ങളായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ അന്ത്യോദയം അത് ചിന്തിക്കുന്നുണ്ട്. അതിലേക്ക് സ്റ്റെപ്പ് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ അറിയുന്നു. അതേപ്പറ്റി എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മളുടെ കാഴ്ചപ്പാടിലേക്ക് പോവുകയാണ്. വെള്ളം നമ്മളുടെ എവിടെയൊക്കെ വെള്ളമുണ്ടോ അവിടെയെല്ലാം അന്ത്യോദയമുണ്ട് എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞ പോലെയാണ് ഗ്രേ വാട്ടർ സൊല്യൂഷൻ അല്ലെങ്കിൽ ഗ്രേ വാട്ടർ ശുദ്ധീകരണം എന്ന് പറയുന്നൊരു പുതിയ കാര്യമല്ല. സർക്കാർ തലത്തിലും അല്ലെങ്കിലും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയൊക്കെ തന്നെയാണ്. പക്ഷേ എങ്കിലും ഇപ്പോൾ ഗാർഹിക തലത്തിലും അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിലെല്ലാം ഗ്രേ വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം കമ്പൽസറി ആക്കുന്ന, മാൻഡേറ്ററി ആക്കുന്നൊരു ഗവൺമെൻറ് തീരുമാനം വന്നിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതില്ലാതെ ഇനിയും ഒരു സ്ഥാപനങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ശുചിത്വ മിഷൻ അത് വീടുകളിൽ നിർബന്ധമാക്കുന്നു, വലിയ വീടുകളിൽ ഇതെല്ലാം നിർബന്ധമാക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ആ പദ്ധതിയുമായിട്ടാണ് നമ്മൾ കൈകോർത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നടത്തിപ്പ് എന്ന് പറയുന്നത് കേരള റൂറൽ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ഏജൻസി KRWSA എന്ന് പറയുന്ന വിഭാഗമാണ്. അപ്പോൾ അവരുമായിട്ട് നമ്മൾ ചേർന്നിട്ടുണ്ട്. അതിൽ 1-2 പുതിയ ടെക്നോളജികൾ നമ്മളുടെ കേന്ദ്ര ഗവൺമെൻറ് 1-2 ഏജൻസികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ 1-2 ലൈസൻസുകൾ, പുതിയ ഇന്നൊവേറ്റീവായിട്ടുള്ള നോവ ടെക്നോളജിയുടെയൊക്കെ ലൈസൻസ് അന്ത്യോദയ കരസ്ഥമാക്കി. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായ ടെക്നോളജികളിലൂടെ ഗ്രേ വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം നടപ്പാക്കുക എന്നുള്ളതാണ്. കാരണം അതിൻ്റെ പിറകിൽ സർക്കാരുകൾ ചിന്തിക്കുന്നത് തന്നെ വെള്ളം, അതായത് നല്ല വെള്ളം ലഭിക്കുന്നു, ആ വെള്ളത്തെ നമ്മൾ മലിനമാക്കുന്നു. അത് വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ആ വെള്ളത്തെ വീണ്ടും നമുക്ക് അതിനെ ശുദ്ധീകരിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സ്. ഇതൊരു പഴയ കാഴ്ചപ്പാടാണ്. പക്ഷേ കുറച്ചുകൂടി ഇൻറ്റൻസീവായിട്ട് ഇന്നൊവേറ്റീവായിട്ട് ചെയ്യുക എന്നുള്ളതാണ് സർക്കാർ ചിന്തിക്കുന്നത്. നമ്മളതിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രേ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ നിർമ്മാണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 1-2 പ്രോജക്റ്റുകൾ ഓൾറെഡി ഓണാണ്. പക്ഷേ അത് ശക്തമായിട്ടൊരു സെഗ്മെൻറ്റായിട്ട് വളർന്നു വരുന്ന ഒരു പരിപാടി കൂടിയായിരിക്കും അന്ത്യോദയയെ സംബന്ധിച്ച്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സോളാറിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു, സോളാറിൽ നമ്മൾ ഈ ഒരു വീട്ടുകാരന് അന്ത്യോദയ സോളാറിൻ്റെ ഏക്കോയുടെ അല്ലെങ്കിൽ അന്ത്യോദയയുടെ കപ്പാസിറ്റിയെ കുറിച്ച് ചോദിച്ചോടത്താണ് പറയുന്നത്. ഒരു വീട്ടുകാരന് പറയാവുന്നത് എനിക്ക് ഒരു സോളാർ പവർ പ്ലാന്റ് വയ്ക്കണം. ഇത്രയാണ് ഒരു സാധാരണക്കാരൻ്റെ ഒരു ചിന്ത അവിടെ കൊണ്ട് നിൽക്കും. പക്ഷേ നമ്മൾ അയാളെ സന്ദർശിച്ച് കഴിയുമ്പോഴാണ് ഈ ടെക്നോളജി അയാൾക്ക് എങ്ങനെയൊക്കെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത് നൽകാമെന്നുള്ളത് കണ്ടെത്തേണ്ടത് ആ പോകുന്ന ആളാണ്. അവിടെയാണ് ബേസിൽ ജേക്കബിനെ പോലുള്ളൊരു സോളാർ എഞ്ചിനീയറുടെ ഒരു കഴിവെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഒരു മോഡേൺ റൈസ് മില്ലിൽ ഇപ്പോൾ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് സോളാർ വെക്കണം, പക്ഷേ എങ്ങനെയെല്ലാം ഇത് വെച്ച് നിങ്ങൾക്ക് പരിപാടി ലാഭകരമാക്കാം, എങ്ങനെ നിങ്ങളുടെ മില്ല് കുറച്ചുകൂടി സസ്റ്റൈനബിൾ ആക്കാം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ആ ഉപഭോക്താവ് അല്ലെങ്കിൽ ആ ഒരു ബെനിഫിഷ്യറി കുറച്ചുകൂടി എൻലൈറ്റൻഡ് ആവുകയും ഈ ടെക്നോളജിയിലേക്ക് കുറച്ചുകൂടി അട്രാക്റ്റഡ് ആവുകയും ചെയ്യുകയാണ്. അവിടെയാണ് ഒരു വെണ്ടറുടെ വിജയം. അപ്പോൾ ആ രീതിയിലും അന്ത്യോദയ വളരെ കേപ്പബിളാണ് എന്ന് പറയാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.
വീണ്ടും ഒരു പുനരുപയോഗ ആക്കി മാറ്റുന്നു റിസോഴ്സസിനെ. അതാണ് ഗ്രേ വാട്ടർ മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൺലൈറ്റിനെ വീണ്ടും നമ്മൾ പുനരുപയോഗ ഊർജ്ജമാക്കി മാറ്റി വൈദ്യുതിയാക്കി മാറ്റുന്നതും വേസ്റ്റിനെ നമ്മൾ അത് വീണ്ടും നമ്മളത് എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് നമ്മുടെ ഭൂമിയിലുള്ള റിസോഴ്സസിനെ വീണ്ടും അത് ഒരു പുനരുപയോഗ സാധ്യതകൾ കണ്ടെത്തി അത് കൃത്യമായ സ്ഥലങ്ങളിൽ, അത് എവിടെയാണോ അടർന്നു വീണിരിക്കുന്നത് ആ അടർന്നു വീണിടത്തേക്ക് ഒപ്പിയെടുക്കുന്ന രീതിയിലാണ് അന്ത്യോദയയും അന്ത്യോദയയുടെ സബ്സിഡറീസ് ആയിരിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ വളരെ സന്തോഷം. കഴിഞ്ഞൊരു 31 വർഷമായി കേരളത്തിൽ അന്ത്യോദയ, അതുപോലെ തന്നെ ഇന്ത്യയിലും പുറത്തുമായിട്ട് അന്ത്യോദയ വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ അന്ത്യോദയയുടെ വളർച്ച, മുന്നോട്ടുള്ള ഒരു വളർച്ച പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടോക്ക് നമുക്ക് അവസാനിപ്പിക്കാം. സാറിന് ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം വന്നിട്ടുണ്ട്. അന്ത്യോദയയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ അന്ത്യോദയ കാഴ്ചപ്പാടിൽ കൊണ്ടുവന്നിട്ടുള്ള 3-4 സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് അവിടെ അത് ഒരു കാലത്ത് ശാശ്വതമായ പരിഹാരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. ഇത് നമ്മൾ ഓണത്തെക്കുറിച്ച് പറയണ പോലെയാണ്. ഓണം മാവേലി നാട് വാണിരുന്ന കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞ് ദാറ്റ്സ് ഓൺലി എ കൺസെപ്റ്റ്. കാരണം അതിനകത്തേക്ക് നമുക്ക് ഒരിക്കലും എത്താൻ സാധിക്കില്ല. പക്ഷേ അവിടേക്കാണ് നമ്മുടെ പ്രയാണം. ഈ മനുഷ്യൻ്റെ പ്രയാണം മുഴുവൻ അവിടെ എത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെയാണ് അന്ത്യോദയ. ഇപ്പോൾ എനർജി സെക്ടറാണെങ്കിലും വാട്ടർ സെക്ടറാണെങ്കിലും പ്രകൃതി നേച്ചറാണെങ്കിലും എൻവയൺമെൻ്റ് ആണെങ്കിലും അതിൻ്റെ 100% വിജയകരമായൊരു സ്ഥലത്തിലേക്ക് ഒരാളുടെ കാലഘട്ടം കൊണ്ട് എത്താൻ പറ്റുകയില്ല. പക്ഷേ അവിടേക്കുള്ള പ്രയാണത്തിലേക്ക് അന്ത്യോദയനെ എപ്പോഴും സുസജ്ജമാക്കി നിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്ഥാപക അംഗം അല്ലെങ്കിൽ ഒരു സ്ഥാപക വ്യക്തി എന്നുള്ള രീതിയിൽ എൻ്റെ കാഴ്ചപ്പാട്. ഈ 3 സെഗ്മെൻറ്റുകളിൽ അത് പ്രത്യേകിച്ച് സോളാർ. അപ്പോൾ പിന്നെ നമ്മളതിൻ്റെ ചെറിയ തലങ്ങളിലേക്ക് വരുമ്പോൾ അതിന് ടാർഗറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വയ്ക്കാം. ആത്യന്തികമായ ലക്ഷ്യം ഈ 3 തലങ്ങളിൽ അതിനെ ശാക്തീകരിക്കുന്ന രീതിയിലുള്ള കാൽവയ്പ്പുകൾ കാലാകാലങ്ങളിൽ അന്ത്യോദയയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കണം. അത് ഞാൻ പോയാലും അന്ത്യോദയ ആ ദിശയിലൂടെ പോകണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അന്ത്യോദയ ഒരു 2 നൂറ്റാണ്ടുകളുടെ പൾസ് അല്ലേ, 2000 കാലഘട്ടത്തിന് മുൻപും അതുപോലെ 2000 ആരംഭിച്ച് ഈ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന 25 വർഷത്തിന് ശേഷവും ഈ 2 കാലഘട്ടങ്ങളിലും വെച്ചിരിക്കുന്ന ഒരു ഇതാണ്. അതായത് എനിക്ക് തോന്നുന്നത് 2 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ 2 നൂറ്റാണ്ടുകളിൽ ഒരു NGO ഒരേ നേർദിശയിൽ തന്നെ അതിനെ നല്ലൊരു ഫോക്കസ്ഡ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു. അന്ത്യോദയയ്ക്കും അന്ത്യോദയയുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ തന്നെ എല്ലാ അന്ത്യോദയയുടെ വളർച്ചയിൽ ഒരു ശക്തമായി നിൽക്കുന്നതായിട്ടുള്ള സ്റ്റാഫ് അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും, പ്രത്യേകമായി ബോർഡ് അംഗങ്ങൾക്കും ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരിക്കുന്ന പീറ്റർ തറ്റയിൽ അവർക്കും സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.